ശേഷം ഈ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് ആവശ്യമുള്ള നോട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും സെറ്റാക്കി എടുക്കാം. യെസ് ജിഗ്നേഷ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് എല്ലാവരും. വൈ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബെൻഹർ വി ആർ ഗോയിങ് ലൈവ് ടുഡേ കേട്ടോ. സോ നിങ്ങൾക്ക് ലൈവ് യൂട്യൂബിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ. സോ പോസ്റ്റ് ചെയ്ത് മിസ്സിനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആവശ്യമുള്ള നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാം അല്ലെങ്കിൽ വായിക്കാം. എന്ത് പറ്റി അഭിജിത്ത്, എത്ര പോരെ? ഓക്കെ, അല്ല നാളത്തെ ക്ലാസ് ലൈവ് അല്ല കേട്ടോ, നമ്മുടെ സൂമിലെ മക്കൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ. യെസ്, അപ്പോ നമ്മള് ഇന്ന് ചാപ്റ്റർ നമ്പർ 6, 7 and 11 ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, മാരത്തൺ ഓടി തീർക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഓക്കെ സെറ്റ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മുടെ കാര്യങ്ങൾ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആ? ചാപ്റ്റർ നമ്പർ 6, 11 and 7 ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ ചാപ്റ്റേഴ്സാ? ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 18 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു 18 മാർക്കോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ 3 ചാപ്റ്റേഴ്സ്. എന്റെ മക്കൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മിസ് പറയുന്ന ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. യൂട്യൂബ് ലൈവിലും കമന്റ്സ് വരുന്നുണ്ട്, മിസ് കാണുന്നുണ്ട്. ഓക്കെ, സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷൻ, gravitation, the most important gravitation and thermodynamics അല്ലെ മക്കളെ? ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. സപ്പോർട്ടിങ്ങിൽ നിന്ന് നമ്മുടെ സ്വന്തം ജയസുധ ടീച്ചർ ആണ് ഇരിക്കുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ അരുൺ സർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും പവർ ആയിട്ടിരിക്കാം, മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. സോ ഇന്ന് മിസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോർഷൻസ് സ്ട്രെസ് ചെയ്ത് തന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. ശരി മക്കളെ, അപ്പൊ മിസ് മുന്നോട്ട് പോവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ചാപ്റ്റർ നമ്പർ 8 ഗ്രാവിറ്റേഷൻ 8 മാർക്ക് അല്ലെ. ഡിലീറ്റഡ് ചാപ്റ്റർ മിസ് ചെയ്താൽ ചാപ്റ്റർ നമ്പർ 7 ഗ്രാവിറ്റേഷനിൽ നിന്ന് 8 മാർക്ക് മക്കളെ. നമുക്കറിയാം നമ്മുടെ മാക്സിമം വെയിറ്റേജ് ഏകദേശം വരുന്നത് 8 മാർക്കാണ്. ഓക്കെ, സോ മാക്സിമം വെയിറ്റേജ് 8 മാർക്കാണ്. സോ മാക്സിമം വെയിറ്റേജിൽ പെടുന്ന ഒരാളാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാലോ ഭയങ്കര ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ഒന്നും അല്ല. ഡയറക്റ്റ് ഡെറിവേഷൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, എന്നാലോ നല്ല ഇമ്പോർട്ടന്റും ആണ്. ഓക്കെ, യെസ്, അപ്പൊ മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. തുടങ്ങാണ് മക്കളെ, അങ്കമായിട്ട് തുടങ്ങാം. റെഡി ആണെങ്കിൽ ഒന്ന് റെഡി ആണെന്ന് കമന്റ് ചെയ്ത് എല്ലാവരും നോക്കട്ടെ. യെസ്, അവിടെ നമ്മുടെ ലൈവിൽ അരുൺ സാറിനെ ഒക്കെ വിളിക്കുന്നുണ്ട് അല്ലേ സാർ? യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. The value of acceleration due to gravity small g decreases with depth. അതിൽ നിന്നൊരു ആൻസറും കൂടി നിങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഒരു സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് പോകുമ്പോഴും കുറയാണ് ചെയ്യുന്നത്, ഹൈറ്റിലേക്ക് പോകുമ്പോഴും കുറയാണ് ചെയ്യുന്നത്. സെന്ററിൽ ജിയുടെ വാല്യൂ എത്ര? സെന്ററിൽ ജിയുടെ വാല്യൂ എത്ര? ഈ 3 കാര്യങ്ങൾ പഠിക്കാതെ എന്റെ മക്കള് എക്സാമിന് പോകരുത്. അതേ മെഹർബാനും. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ പഠിക്കാതെ എന്റെ മക്കൾ പോകരുത്. അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ജി? യെസ്, അത് 0 ആണ് എന്നറിയുന്നവർക്ക് 1 മാർക്ക് കിട്ടി കേട്ടോ. അത് 0 ആണ്. സോ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. ഡെപ്തിലേക്ക് പോകുന്നതോറും കുറയാണ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി അറ്റ് എ ഡെപ്ത് ഡി ബിലോ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഡെപ്ത് ഡിയിൽ പോയിട്ട് അവിടെയുള്ള, ഓക്കെ എന്റെ ഫിഗർ കണ്ട് നിങ്ങൾ ചിരിക്കരുത്, ആ ഡെപ്ത് ഡിയിലുള്ള നമ്മുടെ ഇത്രയും ഡെപ്ത് ഡിയിൽ ഉള്ള നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂന് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് എ ബോഡി അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത്? അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം പറയാം. വാട്ട് വിൽ ബി ദി വെയിറ്റ് ഓഫ് എ ബോഡി അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത്? എർത്തിന്റെ സെന്ററിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എത്ര? വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? m into g. So what is g at center? G is 0. Okay, so what is weight at the center of the earth? അറിയില്ല നിങ്ങൾക്ക്? വേഗം വേഗം കമന്റ് ചെയ്യോ. അതും എന്താണ്? 0 ആയിരിക്കും അല്ലെ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് മുന്നോട്ട് പോവാം. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഡെറിവേഷൻ ആണ് മക്കളെ. ഒരു എർത്തിന്റെ സർഫസിൽ നിന്നൊരു ഡെപ്ത് ഡി പോകുമ്പോൾ ജിയുടെ എക്സ്പ്രഷൻ, ഹൈറ്റ് എച്ച് പോകുമ്പോൾ ജിയുടെ എക്സ്പ്രഷൻ. ഇതിലേതെങ്കിലും ഒന്ന് മാറി മാറി എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ. സോ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ടും എന്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഡെറിവേഷൻ, ഇതാണ് ഫിഗർ.
സോ നമ്മൾ അറ്റ് ദി സർഫസ് ഓഫ് ദി എർത്ത് ജി ആണ് അല്ലെ നമ്മുടെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. ഇനി ഒരു ഡെപ്ത് ഡിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ജി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. ഇനി ഇത് മൊത്തം റേഡിയസ്, എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, ഒരു കുഞ്ഞു ഡെപ്ത് ഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു സർഫസ് ഉണ്ടല്ലോ, അവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടം വരെ ഈ വലിയ റേഡിയസ് ആർ ആണ്, ഈ കുഞ്ഞു ഭാഗം ഡി ആണെങ്കിൽ എന്ത് വരും? ആർ മൈനസ് ഡി. വെരി ഗുഡ് തരുൺജിത്ത്, ആർ മൈനസ് ഡി എന്ന് വരും. കറക്റ്റ് ആണ് കേട്ടോ, ഇവിടെ സ്മോൾ ജി. ഓക്കെ, ആർ മൈനസ് ഡി എന്ന് വരും. അവിടെ എത്തുമ്പോൾ മാറ്റിയാൽ മതി, പ്രശ്നമില്ല. Okay, so we assume Earth as a sphere of radius capital R. തുടങ്ങാനായിട്ട് മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? അഭിജിത്തെ സ്ഫിയറിൽ ഇന്ത്യ എവിടെ അത്ര, ഇപ്പൊ അത് കണ്ടുപിടിക്കാനിട്ടാ. അപ്പൊ നോക്കിക്കോ, നമ്മള് എർത്തിനെ ഒരു സ്ഫിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഈ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സാക്ട് സ്ഫിയർ അല്ല, മുകളിൽ പിടിച്ച് ഒന്ന് അമർത്തിയ പോലത്തെ ഒരു ഷേപ്പ് ആണ് എർത്തിനുള്ളത്. സോ എന്നാലും ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. റേഡിയസ് ആറാണ്. മാസ് ഓഫ് ദി എർത്ത്, മാസ് എന്ത് വരും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആയതുകൊണ്ട് തന്നെ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻ ടു വോളിയം ആണ്. സ്ഫിയറിലെ മക്കളെ ഡെൻസിറ്റി വോളിയം എന്ത് വരും? 4/3 പൈ ആർ ക്യൂബ് വരും. സോ 4/3 പൈ ആർ ക്യൂബിലെ ആറ് റേഡിയസ് ഓഫ് ദി എർത്ത് ഇടണം. 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റോ. മിസ് അത് പി ആണോ എന്ന് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നത് മക്കളെ. ദാറ്റ് ഈസ് റോ ഡെൻസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റോ ആണ് മക്കളെ. ചാറ്റ് ചെയ്തിരിക്കരുത്, ശ്രദ്ധിച്ചിരിക്കണം. മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? നാളെയാണ് നിങ്ങളുടെ എക്സാം എന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കണം. പരസ്പരം ചാറ്റ് ചെയ്തിരിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ മാത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കരുത്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. മെഹർബാന എല്ലാരും കേൾക്കുന്നില്ലേ? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സോ മാസ് is equal to 4/3 pi r cube rho. Then acceleration due to gravity on the surface. Yes, അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. സ്മോൾ ജിയുടെ ഇക്വേഷൻ gm/r². വി ആർ സെറ്റ് ടീച്ചർ എന്ന് തരുൺജിത്ത് പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ എങ്ങനെയാണ് സ്മോൾ ജിയുടെ ഇക്വേഷൻ gm/r² ആയത്? അതും ഡിറൈവ് ചെയ്യാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സ്മോൾ ജി ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ജി. നമുക്കറിയാം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് F is equal to gmm/r² ആണ്. എഫിന് വേറൊരു ഇക്വേഷനും ഉണ്ട്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ജി എന്നെടുത്താൽ mg. ഇത് രണ്ടും കൂടെ എന്റെ മക്കളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ. gmm/r²ഉം mgയും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ എമ്മും എമ്മും കട്ട് ചെയ്തു പോകും. സ്മോൾ ജിയുടെ വാല്യൂ gm/r² എന്ന് കിട്ടും. സിമ്പിൾ 2 സ്റ്റെപ്പ് ഡെറിവേഷൻ കേട്ടോ. സിമ്പിൾ ആയ 2 സ്റ്റെപ്പിന്റെ ഡെറിവേഷൻ ആണ്. സോ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജിയുടെ വാല്യൂ gm/r² ആണെന്ന് കിട്ടിയത്. ആ ഡെറിവേഷനും ചോദിക്കാറുണ്ട് കേട്ടോ, മറക്കരുത്. സോ ആ ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കയ്യിൽ നിന്ന് എഴുതി. ആ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് കയ്യിൽ നിന്ന് എഴുതി കേട്ടോ. സോ ജിയുടെ എവിടെ? ഇത് ഓൺ ദി സർഫസ്. ഇത് നമ്മുടെ മാസ് ഓഫ് ദി എർത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇനി ദേ ജിയുടെ ഇക്വേഷനിൽ ഒരു മാസ് ഉണ്ടല്ലോടാ. ദേ gm/r² എർത്തിന്റെ മാസ് ഉണ്ട്. സോ ഇവിടെ ഈ എം കൊണ്ടുവന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ എന്ത് കിട്ടുന്നു? ഇങ്ങനെ ഒരു ടേം കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാട്ടോ. സോ ക്യാൻസൽ ചെയ്യാനുള്ള r² r³ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു r മാത്രം വരും. 4/3 പൈ g r rho എന്ന് കിട്ടും. നമ്മളിപ്പോ എന്താ ചെയ്തേ? ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സ്മോൾ ജിയുടെ ഇക്വേഷനെ നമ്മുടെ മാസിന്റെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തൊന്ന് മോഡിഫൈ ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡെപ്ത് ഡിയിൽ എത്തുമ്പോൾ ആർ അല്ല വേണ്ടത്, റീപ്ലേസ് ഇറ്റ് വിത്ത് r-d. ഓക്കെ, ഡെപ്ത് ഡിയിൽ ആറിനെ r-d വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഇപ്പൊ ഇതുവരെ ചെയ്തത് ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇനി ആറിന് r-d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4/3 പൈ g ഇൻറ്റു r-d ഇൻറ്റു റോ. ഫൈൻ. ഇവിടെ വരെ സെറ്റ് ആണോ ജിയക്കുട്ടി? സെറ്റല്ലേ? ഫൈൻ. സോ ഇനി മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. യെസ്. സോ ഇനി നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ നമ്പർ 4 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ജിയും ജിയും ഒന്ന് എർത്തിന്റെ സർഫസിലെ ജിയുടെ ഇക്വേഷൻ ആയ gm/r² എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മോഡിഫൈ ചെയ്തത്. ഒന്ന് അതേ ഇക്വേഷനിൽ ആറിനെ r-d വെച്ച് റീപ്ലേസ് ചെയ്തത്. ഈ ഇക്വേഷൻ വെച്ച് എന്റെ മക്കള് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരുപോലെയുള്ള കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് പോകും. 4/3 പൈയും 4/3 പൈയും കട്ട് ചെയ്ത് പോകും. ജിയും കട്ട് ചെയ്ത് പോകും. റോയും കട്ട് ചെയ്ത് പോകും. ബാക്കി ആര് വരും? r-d/r എന്ന് വരും.
ഓക്കെ, ഫ്രം ദാറ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എവിടെ? അറ്റ് ഡെപ്ത് d. സോ ജിഡിനെ മാത്രം കണ്ടുപിടിക്കുമ്പോൾ g ഇൻറ്റു 1 മൈനസ് d ബൈ ആർ എന്ന് വരും. ഈ ആറ് 1 മൈനസ് ഇടുമ്പോൾ ആറിനെ നീട്ടി എഴുതരുത് കേട്ടോ. ആ ആർ ബൈ ആർ 1 ആയി, d ബൈ ആർ ഇവിടെ ഉണ്ട്, അതാണ് 1 മൈനസ് d ബൈ ആർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ജിയുടെ വാല്യൂവിന്റെ കൂടെ ഒരു എക്സ്ട്രാ ടേം വരുന്നുണ്ട്, അത് മൈനസ് ആ ചെയ്യുന്നത്, ജി ഡി ബൈ ആർ. സോ ജിയുടെ വാല്യൂവിൽ നിന്ന് ജി ഡി ബൈ ആർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടേം കുറയ്ക്കുന്ന വാല്യൂ മാത്രമേ ജിക്ക് ഉള്ളൂ. എവിടെ? അറ്റ് ഡെപ്ത് ഡി. ഒബ്വിയസ്ലി ജിനേക്കാൾ ചെറുതല്ലേ മക്കളെ ജി ഡി? ഒബ്വിയസ്ലി ജിനേക്കാൾ ചെറുതല്ലേ ജി ഡി? സെറ്റ് അല്ലേ? സോ ദിസ് ഇസ് വാട്ട്. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്റെ മക്കൾ ഇത് ചെയ്യാം. ഡയറക്റ്റ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇത് ചെയ്യാം. ജി ഡി ചെറുതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഒരു എക്സ്ട്രാ ഫാക്ടർ ജിയിൽ നിന്ന് കുറയുന്നുണ്ട് അറ്റ് എ ഡെപ്ത് ഡി. സോ നമുക്ക് മനസ്സിലാവും അതാണ് ചെറുതാണെന്ന് കേട്ടോ. സോ ദിസ് ഷോസ് ദാറ്റ് when depth increases g decreases. സെറ്റ് ആണോ ടീച്ചർ? ഡെറിവേഷൻ ഉള്ള പോലെ കാണാതെ പഠിച്ചിരിക്കുക അത്ര. എന്ത് ഡെറിവേഷൻ കാണാതെ പഠിച്ചു എന്നാണോ? വളരെ മോശം കേട്ടോ. ഞാൻ കാണാതെ പഠിക്കുന്നവരെ ഞാൻ എന്റെ ടീമിൽ ചേർക്കൂല കേട്ടോ. ഇത്രയും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ഡെറിവേഷൻ ആണിത് കേട്ടോ. ഇനി അറ്റ് ദി സെന്റർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി 0 ആണ്, അതുകൊണ്ട് തന്നെ വെയിറ്റും 0 ആണ് കേട്ടോ. ഒരു ബോഡിയുടെ വെയിറ്റ് 0 ആണ്. സെറ്റ് ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണോ മക്കളെ? സെറ്റ് അല്ലേ? ആരും എഴുതി നോക്കണം എന്നുള്ളവർക്ക് എഴുതി നോക്കാം കേട്ടോ, കുഴപ്പമില്ല. ആൻഡ് പ്രീവിയസ് സ്ലൈഡ് ഒന്നും ആരും ചോദിക്കല്ലേ, നമ്മുടെ ലൈവ് ആണ്. ലൈവിന് ശേഷം മക്കൾ എടുത്തോ കേട്ടോ. ബാക്കിയുള്ളവർ കേട്ടിരിക്കുക. എന്തെങ്കിലും നോട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളവര് നോട്ട് ഡൗൺ ചെയ്യുക. ഒപ്പം എഴുതി നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. യെസ്, മിസ് മുന്നോട്ട് പോകുന്നു. ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദി ഡാഷ്. എവിടെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മാക്സിമം? ഒന്ന് പറഞ്ഞേ എവിടെയായിരിക്കും? നമുക്കറിയാം g is equal to gm by r square ആണ്. സോ റേഡിയസ് കുറയുമ്പോഴാണ് ജിയുടെ വാല്യൂ കൂടുന്നത്. നമ്മുടെ ഭൂമി എക്സാക്ട് സ്ഫിയർ അല്ല, മിസ് വരയ്ക്കുമ്പോൾ ആവുന്നത് പോലെ മുകളിൽ പിടിച്ചൊന്ന് അമർത്തിയ പോലത്തെ ഫിഗർ ആണ്. ഓക്കെ, സോ എവിടെയാ റേഡിയസ് കൂടാ? ഇങ്ങോട്ടേക്ക് റേഡിയസ് കൂടും അല്ലെ, ആൻഡ് ഇങ്ങോട്ടേക്ക് കുറവായിരിക്കും. പോൾസിലേക്ക് കുറവായിരിക്കും റേഡിയസ്. സോ റേഡിയസ് കുറഞ്ഞാൽ ജിയുടെ വാല്യൂ കൂടും. സോ ജിയുടെ വാല്യൂ മാക്സിമം ആറ്റ് പോൾസ്. അങ്ങനെയാ അത് വന്നത്, അല്ലാതെ കാണാതെ പഠിച്ചതല്ല കേട്ടോ. പോൾസിലാണ് എന്ത്? ജിയുടെ വാല്യൂ മാക്സിമം. സെറ്റിലെ മക്കളെ? സോ ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദി പോൾസ്. ആൻഡ് ദർ ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഹൈറ്റ് അറ്റ് വിച്ച് g is reduced to g by 2. നമുക്കറിയാം ഒരു ഡെപ്തിലേക്ക് പോകും തോറും ജിയുടെ വാല്യൂ കുറയുന്നുണ്ട്, ഹൈറ്റിലേക്ക് പോകുമ്പോഴും ജിയുടെ വാല്യൂ കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിൽ എത്തുമ്പോഴാണ് ജിയുടെ വാല്യൂ എക്സാക്ട് പകുതിയാകുന്നത്? എത്ര ഹൈറ്റിൽ എത്തുമ്പോഴാണ് ജിയുടെ വാല്യൂ എക്സാക്ട് പകുതിയാകുന്നത് എന്നാണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. വി ഹാവ് ദി ഇക്വേഷൻ g is equal to gm by r square. നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഇക്വേഷൻ ആണ് കേട്ടോ. Very useful. Okay, g is equal to gm by r square. Then h be the height to which g is reduced to g by 2. നമ്മൾ assume ചെയ്യാണ്. നമുക്ക് അറിയില്ല g by 2 ആവുന്ന ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. Let's assume it as what? h ഹൈറ്റിലാണ് നമ്മുടെ ജിയുടെ വാല്യൂ g by 2 ആവുന്നത് നമ്മൾ അങ്ങ് assume ചെയ്തു. ഇനി നമുക്ക് h കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് ആ ഹൈറ്റിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ജി എച്ച് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അത് എത്രയാണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്, g by 2 ആണ്. സോ gh is equal to g by 2 എന്ന് എഴുതുന്നു. വി ക്യാൻ റൈറ്റ് അവർ ഇക്വേഷൻ ആസ് gh is equal to gm by r plus h whole square. കാരണം ഇത്തവണ നമ്മുടെ ഇക്വേഷന് gm by r square എന്ന് എഴുതാൻ പാടില്ല. വി ആർ ലിഫ്റ്റിംഗ് ദ ബോഡി, അല്ലെങ്കിൽ ആ പോയിന്റ് എവിടെയാ കൺസിഡർ ചെയ്യുന്നത്? പെർട്ടിക്കുലർ ഹൈറ്റ് ആണ്. സോ ആറിന് പകരം r plus h. നേരത്തെ r minus d ആയിരുന്നെങ്കിൽ ഇത്തവണ r plus h ആണ് അല്ലേ? ഇത്രയും റേഡിയസ് ഉള്ള എർത്തിൽ നിന്നൊരു എക്സ്ട്രാ ഹൈറ്റ് വരുമ്പോൾ ടോട്ടൽ എന്ത് വരും? ഈ സർഫസിൽ ഇത്തവണ കൺസിഡർ ചെയ്തത് r plus h വരും. നേരത്തെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞ് ഡെപ്ത് ആ കൺസിഡർ ചെയ്തത്. സോ r minus d വന്നു. ഇത്തവണ r plus h വരും. പിടികിട്ടിയോ? യെസ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? സോ gm by r plus h whole square ആണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ജിന്റെ വാല്യൂ g by 2 ആയിരിക്കുമെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. നമ്മൾക്ക് എഴുതാൻ അറിയാം gm by r ന് പകരം gm by r plus h whole square. വി ആർ ജസ്റ്റ് ഇക്വേറ്റിംഗ് ബോത്ത്. ഓക്കെ, ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു? gm അതിൽ നിന്ന് നമ്മുടെ r സ്ക്വയറിനെ എന്ത് ചെയ്യുന്നു? മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. r സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. സോ അതിന് പകരം ഇവിടെ ഈ ടേമിൽ r ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു ഡിവൈഡഡ് ബൈ r എക്സ്ട്രാ വരുന്നുണ്ട്. സോ വി ഹാവ് ടു ഇക്വേറ്റ് ദാറ്റ് ടു g by 2.
നമ്മൾ g/2 ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സ്മോൾ g is equal to gm/r² എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മൾ ഇക്വേറ്റ് ചെയ്തു അല്ലെ, g/1 + gm. യെസ്, ഇതിൽ നോക്കിയ എന്റെ മക്കള്, ഇതിലൊരു gm/r² താനേ പൊന്തി വന്നില്ലേ, gm/r² താനേ പൊന്തി വന്നില്ലേ? അതാണ് മിസ് പറഞ്ഞത്, ജിയുടെ വാല്യൂ ആണ് gm/r². മറക്കരുത് കേട്ടോ, അത് നമ്മൾ ഇവിടെ ഇട്ട് വെച്ചു. g/1 + h/r² g/2. gm അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ നമ്മൾ അത് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. സോ ഡിനോമിനേറ്ററുകൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. സോ 1 + h/r² = 2. ഓക്കെ, ഫ്രം ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കും. സോ 1 + h/r = √2. രണ്ട് സൈഡിലും റൂട്ട് എടുത്തു, അപ്പൊ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയി. ഇതാണ് ചെയ്തത്. ഓക്കെ, സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയി. ദെൻ ഇനി എന്ത് സംഭവിക്കുന്നത്, h/r നമുക്ക് എന്തിനാ ഇങ്ങനെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്, എന്തിനാ, എച്ചിന്റെ വാല്യൂനെ അല്ലെ, എത്ര ഹൈറ്റിലാണ് ജിയുടെ വാല്യൂ ഹാഫ് ആവുന്ന കണ്ടുപിടിക്കുന്നത്. സോ എച്ചിനെയാണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഉരുക്കി എടുക്കുന്നത് അല്ലെ. സോ h/r = √2 - 1. അപ്പുറത്തിരുന്ന 1 ഇപ്പുറത്തിരുന്ന -1 ആയി. ഫ്രം ദർ h is equal to √2 - 1 into r. ഓക്കെ, സോ ഹൈറ്റ് h എത്ര വരും, √2 - 1 ചെയ്യുമ്പോൾ 0.414 ടൈംസ് റേഡിയസ് ഓഫ് ദി എർത്ത്. ആ ഹൈറ്റിലാണ് മക്കളെ നമ്മുടെ ജിയുടെ വാല്യൂ എക്സാക്ട് ഹാഫ് ആവുന്നത്. സെറ്റ് ആണോ? ആ വാല്യൂവിലാണ് നമ്മുടെ എന്താണ് കിസിയ, നമ്മുടെ ജിയുടെ വാല്യൂ എക്സാക്ട് ഹാഫ് ആവുന്നത്. പിടികിട്ടിയോ? യെസ്. സോ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി. സോ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ അറ്റ് എ ഹൈറ്റ് എച്ചും ഡെപ്ത് ഡിയും എത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി. ഇവർ തമ്മിലുള്ള ബന്ധം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നുകിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാൻ. ഇങ്ങനെ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. സോ ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ആദ്യം തന്നെ അത് ഡിഫൈൻ ചെയ്യണം. ദെൻ ഒബ്റ്റെയിൻ ആൻ ഇക്വേഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. റൈറ്റ് ദി റിലേഷൻഷിപ്പ് കണക്ടിങ് ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് സ്പീഡ്. എല്ലാം ഒരുമിച്ച് ചോദിച്ചില്ലേ, ഓർബിറ്റൽ വെലോസിറ്റിക്കും എസ്കേപ്പ് വെലോസിറ്റിക്കും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഒരു √2ന്റെ ബന്ധമാണ് കേട്ടോ. എന്തിന്റെ ബന്ധം? ഒരു √2ന്റെ ബന്ധം. ഒന്ന് ഡിറൈവ് ചെയ്ത് എടുത്താ മതി. Okay. The velocity with which a satellite moves in its closed orbit is called orbital velocity. What is orbital velocity? The velocity, yes, it is a velocity for sure, with which a satellite moves in its closed orbit. ഒരു സാറ്റലൈറ്റ് അതിന്റെ ക്ലോസ്ഡ് ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, എത്ര വെലോസിറ്റിയിലാണോ മൂവ് ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന ഓർബിറ്റൽ വെലോസിറ്റി. ഈ ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോന്നോ? ഒബ്വിയസ്ലി വരും കേട്ടോ. ഓർബിറ്റൽ വെലോസിറ്റി ഇതിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മെഹർബാനയുടെ ഒരു തമാശകള്. A satellite of mass m is revolving with, yes, so we are going to obtain an equation for orbital velocity ട്ടോ. പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ ഒക്കെ ഇവിടെ ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സാറ്റലൈറ്റ് കറങ്ങുന്നത് എന്തായാലും എർത്തിന്റെ സർഫസിൽ നിന്ന് കുറച്ച് ഹൈറ്റിലായിരിക്കും, അല്ലാതെ ഡെപ്ത് ഡിയിലാണോ, പെർട്ടിക്കുലർ ഡെപ്ത് ഡി പോയിന്റ് ആണോ നമ്മുടെ സാറ്റലൈറ്റ് കറങ്ങുന്നത്? എർത്ത് തുറന്നിറങ്ങിയിട്ട് അല്ല. എവിടെയാ? അറ്റ് പെർട്ടിക്കുലർ ഹൈറ്റ് എച്ചിലാണ് നമ്മുടെ സാറ്റലൈറ്റ് കറങ്ങുന്നുണ്ടാവുക കേട്ടോ. സ്മോൾ എം മാസമുള്ള സാറ്റലൈറ്റ് കറങ്ങുന്നുണ്ടാവുക ഒരു എക്സ്ട്രാ ഹൈറ്റിലായിരിക്കും എന്ന് എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അവിടേക്കുള്ള റേഡിയസ് r+h എന്ന് നമ്മൾ എടുക്കുന്നത്. r+h എന്ന് നമ്മൾ എടുക്കുന്നത്. ഇവിടം വരെ h, ഇവിടം വരെ r. സ്മോൾ r+h കണ്ടോ, അത് രണ്ടും കൂടെ കൂട്ടിയത്. പിടികിട്ടിയോ? യെസ്, ഫിഗറിൽ അങ്ങനെയൊന്നും മാർക്ക് ചെയ്യരുത് കേട്ടോ. സ്മോൾ എം ആണ് മാസ്. ഓക്കെ, സോ യെസ് മിസ് ജസ്റ്റ് സ്റ്റെപ്സ് ഓടിച്ചു പറയാം എന്റെ മക്കൾ, ഇതിന് ശേഷം നന്നായിരുന്നു പഠിക്കണം കേട്ടോ. സോ സാറ്റലൈറ്റ് ഓഫ് മാസ് m നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് ഓർബിറ്റിലൂടെ വെലോസിറ്റി VO, ഓർബിറ്റൽ വെലോസിറ്റിയിൽ കറങ്ങാണ്. അറൌണ്ട് ദി ഹൈറ്റ് h ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത് ടു ദി സാറ്റലൈറ്റ് ഈസ്, കണ്ടോ, നമ്മുടെ എർത്തിന്റെ സെന്ററിൽ നിന്ന് സാറ്റലൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ r. അത് r+h ആണ്, വേറെ r ഇസ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അത് ഇൻട്രൊഡക്ഷൻ ആയിട്ടോ. നമുക്കറിയാം ഇൻ ഫിസിക്സിന്റെ ഡെറിവേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഫിഗർ, പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല അടിപൊളി സ്റ്റെപ്സ്. ഇതാണ് നമ്മുടെ ഒരു രീതി അല്ലെ? യെസ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി തുടങ്ങിക്കോ. gmm/r², which is equal to, ഇത്തവണ r-ന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും r+h. so gmm/r+h whole square. Centripetal force for the satellite is provided by the gravitational force between satellite and earth. ഇവിടെ സ്റ്റക്ക് ആയിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവിടെ ആദ്യം ഇങ്ങനെ ഈസിലി കറങ്ങുന്നുണ്ട്,
അവിടെ അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r. ഓക്കെ, സോ അതിനോട് ഇക്വേറ്റ് ചെയ്യാം നമ്മുടെ നമ്മുടെ എന്തിനെ gmm/r+h² കേട്ടാ. സോ mv²/r മോഡിഫൈ ചെയ്യാനുണ്ട്. വി നീഡ് മോഡിഫിക്കേഷൻ. ഇവിടെ r അല്ല, r+h ആണ് കേട്ടോ. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r+h ഉം മറ്റേത് gmm/r+h² രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിഫൈൻ ചെയ്ത് ഉരുക്കി എടുക്കേണ്ടത് ആരെ ഇത്തവണ ഓർബിറ്റൽ വെലോസിറ്റി. അതിനെ മാത്രം ഒരു സൈഡിൽ നിർത്താം, ബാക്കി എന്ത് കിട്ടും gm/r+h എന്ന് കിട്ടും. v0² ഫ്രം ദാറ്റ് v0 is √gm/r+h. ഇക്വേഷൻ കാണാതെ പഠിക്കണം, ഡെറിവേഷനും അറിഞ്ഞിരിക്കണം, ഇവനും നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധവും അറിഞ്ഞിരിക്കണം. ഓർത്ത് വെക്കുക, ഒരു √2ന്റെ ബന്ധമാണ്. എന്തിനാ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നത്? ഡയറക്റ്റ് റേഡിയസ് ഒക്കെ തരും, ഡയറക്റ്റ് ആറും gmഉം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓർബിറ്റൽ വെലോസിറ്റി ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിക്കും കേട്ടോ. യെസ്, ഇനി അത് കണ്ടിട്ട് അറിയില്ല എന്നാലും പറയരുത്, ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അമൽ ജോൺ ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വന്നിരിക്കും കേട്ടോ. ഇഫ് VE is the escape speed and VO is the orbital velocity, then the relationship connecting orbital velocity and escape speed is given by മിസ് പറഞ്ഞില്ലേ ഒരു √2ന്റെ ബന്ധം. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, which is equal to √2 times VO കേട്ടോ. √2 times VO. ഇനി തല തിരിച്ചിട്ട് VO is equal to √2 times V എന്ന് എഴുതി വെച്ചിട്ട് ആരും വരരുത് കേട്ടോ. ഡയറക്റ്റ് പഠിച്ചോ, VE escape velocity is equal to √2 times V0. സെറ്റ് അല്ലേ? √2 times V0. ഓൾ സെറ്റ് മക്കളെ? മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. ലിങ്ക് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. escape, an expression for escape velocity വന്നു. escape velocityയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇവിടെ ഇരിക്കുന്നത് gh ആണ്, ഇവിടെ g ആണ്, ഇവിടെ h ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റിലെ മക്കളെ? സോ ഡിറൈവ് an expression for escape velocity of an object. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതിൽ വരുന്ന ചില കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, എന്റെ മക്കൾക്ക് സ്കിപ്പ് ചെയ്യാം, ബിക്കോസ് നമ്മൾ മാത്സിന്റെ എക്സാം അല്ല എഴുതുന്നത്. ഓക്കെ, കുറച്ച് സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്തിട്ട് ഇതിലെല്ലാം മിസ് പറയുന്നത് ഏതെങ്കിലും ഒരു ഡെറിവേഷനിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ചില സ്റ്റെപ്സ് ഒക്കെ വരുമ്പോഴല്ലേ അവിടെ എന്താ അപ്ലൈ ചെയ്തതെന്ന് മാത്രം എഴുതി വെച്ചിട്ട് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് എന്റെ മക്കൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. കയ്യിൽ നിന്ന് എഴുതാൻ അറിയണം, എന്നാൽ മാത്രം അങ്ങനെ ചെയ്യാം. കാരണം നമ്മൾ മാത്സിന്റെ കഴിവ് തെളിയിക്കാനല്ല ഇരിക്കുന്നത്, വി ആർ റൈറ്റിംഗ് ഫിസിക്സ് എക്സാം. ഓക്കെ, കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് മാർക്ക് ഇടുന്നത് അല്ലോ. യെസ്, പക്ഷെ എഴുതാൻ അറിയണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ്. സോ ദ മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ എൻ ഒബ്ജെക്ട് ടു റീച്ച് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ടു എസ്കേപ്പ് from the earth's gravitational pull is called escape speed or escape velocity. What is escape velocity? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. escape velocityയുടെ ഡെഫിനിഷൻ, നമ്മൾ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ ഈ ഭൂമിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്താൽ ആ ബോഡി പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാത്ത രീതിയിൽ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്നൊക്കെ വിട്ട് അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതിന് എത്ര വെലോസിറ്റിയിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യണം, ആ വെലോസിറ്റിയുടെ പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. സോ ദ മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ എൻ ഒബ്ജക്ട് ടു റീച്ച് ഇൻഫിനിറ്റി അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ടു എസ്കേപ്പ് ഫ്രം ദി എർത്ത്സ് ഗ്രാവിറ്റേഷണൽ പുൾ അങ്ങനെ എഴുതാം കേട്ടോ. സോ ഇങ്ങനത്തെ ഒക്കെ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ട് തുടങ്ങിക്കോ. യെസ്, വാല്യൂ ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. 11.2 km/s ആണ് മിസ് എന്നൊക്കെ പറയുന്നുണ്ട്. Yes, if an object of mass m is on the surface of the earth, m be the mass of the earth, r be the radius of the earth, ve is the escape velocity. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു ടേംസിനൊക്കെ കേട്ടാ. ഇനി എവിടെ നിന്നാ മക്കളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ gmm/r² എന്ന് പറയുന്ന യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ കൈനറ്റിക് എനർജിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ഭാരം കഴിഞ്ഞു. സോ കൈനറ്റിക് എനർജി ½ മോഡിഫൈ ദ v with VE. എസ്കേപ്പ് വെലോസിറ്റിയിലാണ് ഇത്തവണ. സോ കൈനറ്റിക് എനർജി ½ പൊട്ടൻഷ്യൽ എനർജി ഓൺ ദി സർഫസ് ഓഫ് എർത്ത് എഴുതിക്കോ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പല ചാപ്റ്ററിലും പഠിച്ചതാണ് കേട്ടോ. -gmm/r, r² ഇല്ല കേട്ടോ, മൈനസ് എക്സ്ട്രാ വന്നു കേട്ടോ. സോ -gmm/r is the expression for potential energy. ഇനി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അങ്ങാറ്റ് ഇൻഫിനിറ്റിയിലേക്ക് എത്തി, നമ്മുടെ ബോഡി അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോയി ഇൻഫിനിറ്റിയിൽ എത്തി. സോ ഇനി അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ?
അങ്ങ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുള്ളൊക്കെ വിട്ട് അങ്ങ് മോഷനിലായി അങ്ങ് ദൂരേക്ക് ട്രാവൽ ചെയ്ത് പോയി. സോ ഇനി അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, അല്ലെങ്കിൽ 1/∞ വരും. സോ പൊട്ടൻഷ്യൽ എനർജി 0 വരും. എന്റെ മക്കൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ ആർ എവിടെയായിരിക്കുന്നത്? താഴെ. ഇപ്പൊ നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര ദൂരെ പോയി നമ്മുടെ ബോഡി? ഇൻഫിനിറ്റി വരെ പോയി. സോ ആർ എത്രയായി? ഇൻഫിനിറ്റി ആയി. സോ 1/∞ 0 ആയില്ലേ? പിടികിട്ടിയോ? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി 0. സെറ്റല്ലേ? 6 അങ്ങ് ഇൻഫിനിറ്റി ദൂരം പോയി നമ്മുടെ ബോഡി എർത്തിന്റെ സർഫസിൽ നിന്നൊക്കെ കേട്ടാ. സോ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി 0. സോ മിസ് മുന്നോട്ട് പോവാണ് അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തുന്നത്. സോ ടോട്ടൽ എനർജി എന്ത് വരും? ടോട്ടൽ എനർജി ഇൻഫിനിറ്റിയിൽ 0 ആണ്. ഇൻഫിനിറ്റിയിലെ കാര്യം മിസ് പറയുന്നത്. ഇൻഫിനിറ്റിയിൽ ടോട്ടൽ എനർജി 0 ആണ് കേട്ടോ. ആ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാൻ. ഇൻഫിനിറ്റി നമുക്കറിയാം. നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുന്നു. നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ടോട്ടൽ എനർജി നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ 2 ടേംസ് എഴുതി വെച്ചിട്ടുണ്ട്. ½ -gmm/r. അത് 0നോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു കേട്ടോ. അറ്റ് ഇൻഫിനിറ്റി 0 ആണ്. ഓക്കെ, സോ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ടേമിന് അപ്പുറത്ത് കൊണ്ടുപോകാം. മൈനസ് പ്ലസ് ആവുന്നു. ½ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, ആ സ്റ്റെപ്പ് മിസ് വേണമെങ്കിൽ എഴുതി കാണിച്ചാൽ ½ gm/r. സോ കട്ട് ചെയ്ത് കളയാലോ. സോ ½ gm/r. ve² 2gm/r. 2 ഇപ്പുറത്ത് വന്നു, മുകളിലെത്തി. സോ ve is √2gm/r. Agreed? ve is equal to √2gm/r. ഒരു റൂട്ടിന്റെ ബന്ധം വന്നത് കണ്ടോ? എന്താ എക്സ്പ്രഷൻ ഫോർ VO? ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ? സോ എന്റെ മക്കളോട് ഈ റിലേഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും രണ്ടിന്റെയും എക്സ്പ്രഷൻ ഡയറക്റ്റ് എഴുതിയിട്ട് പ്രൂവ് ചെയ്താൽ മതി കേട്ടാ. ക്വസ്റ്റ്യൻ മാർക്കും കൂടെ നോക്കാം. ഓക്കെ, ആൻഡ് സമയം ഉണ്ടെങ്കിൽ രണ്ടിന്റെ ഡെറിവേഷൻ ചെയ്തിട്ട് നിങ്ങൾ എക്സ്പ്രഷൻ എടുത്ത് എഴുതിയിട്ട് √2 ടൈംസ് ആണ് എഴുതിക്കോ. അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാ എന്റെ മക്കള്? ഡയറക്റ്റ് എന്ത് ചെയ്യാ? നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷനും എഴുതാം, എസ്കേപ്പ് വെലോസിറ്റിയുടെയും എഴുതാം. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ √2 ടൈംസ് ആണെന്ന് കിട്ടുന്നുണ്ടെന്ന് എഴുതി വെച്ചാൽ മതി. സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? ഓൾ സെറ്റ്? യെസ്. അപ്പൊ മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. സോ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി മാസ് ഓഫ് ദി ഒബ്ജെക്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജെക്ട്. സെറ്റല്ലേ? നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സ്മോൾ എം ഉണ്ടോ? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സ്മോൾ എം ഉണ്ടോ? ഉണ്ടോ ഗൈസ്? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സ്മോൾ എം ഉണ്ടോ? ഇല്ല. സോ ഒബ്ജക്റ്റിന്റെ മാസിനോട് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് കിട്ടി. ഇനി നമ്മൾ അതിനെ സ്മോൾ ജിയുടെ ടേമിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. നമുക്കറിയാം gm എന്ന് പറഞ്ഞാൽ g/r² ആണ്. ഓക്കെ, സോ അതിനുള്ളിൽ ഒരു gm ഉണ്ടല്ലോ, അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? gr² എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് g is equal to gm/r² എന്ന് അറിയാലോ മക്കളെ. ഫ്രം ദാറ്റ് നമുക്ക് എന്ത് എഴുതാം? gm എന്ന് പറഞ്ഞാൽ gr² ആണ്. സോ ഇതിനകത്തെ നമ്മുടെ gmന് കൊണ്ട് gmന് എന്താക്കണം? gr² ആക്കണം. സോ √2rg എന്ന് കിട്ടും. ഈ ഒരു ആറും കട്ട് ചെയ്ത് പോകും. സോ √2rg എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ദ എക്സ്പ്രഷൻ റിലേറ്റിംഗ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് സ്മോൾ ജിയുടെ ടേംസിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ട്ടാ. സെറ്റല്ലേ മക്കളെ? സെറ്റ് ആണോ? ഓക്കെ, സോ മിസ് മുന്നോട്ട് പോവാണ്, സമയം കളയുന്നില്ല. 5th ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ, നോക്കട്ടെ സമയം എത്രയായി നോക്കട്ടെ. യെസ്. Derive an equation for acceleration due to gravity at a height h above the surface of the earth. മിസ് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി അടിപൊളിയായിട്ട് പഠിച്ചതാണ്. ഡെപ്ത് ഡി എങ്ങനെ ചെയ്യണം മിസ് കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഹൈറ്റ് h ചെയ്യണം. അതിൽ ചെറിയ മാത്തമാറ്റിക്സ് ഒക്കെ വരും, എക്സ്ട്രാ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് എർത്ത് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. നേരത്തെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? എത്ര ഹൈറ്റിൽ എത്തുമ്പോഴാണ് നമ്മുടെ ജിയുടെ വാല്യൂ എക്സാക്ട് ഹാഫ് ആവുന്നതെന്ന് കണ്ടുപിടിച്ചു. ഇത്തവണ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ജിയുടെ വാല്യൂ തന്നെയാണ്. അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ റേഡിയസ് ഹാഫ് ആവുന്ന സമയത്ത്. ഓക്കെ, അതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ ദേ ആ ഡെറിവേഷൻ അറ്റ് ഹൈറ്റ് h, ജിയുടെ ഇക്വേഷൻ ഉള്ള ഡെറിവേഷൻ ഇവിടെ ഉണ്ട്. g = gm/r² തുടങ്ങുന്നു. r ന് പകരം r+h കൊടുക്കുന്നു. നേരത്തെ r-d കൊടുത്തെങ്കിൽ ഇത്തവണ r+h കൊടുക്കുന്നു. ബിക്കോസ് വി ആർ കൺസിഡറിംഗ് ദി പോയിന്റ് വേർ ദർ ഇസ് ആൻ എക്സ്ട്രാ ഹൈറ്റ് ഫ്രം ദി സർഫസ് കേട്ടോ. സോ r+h കൊടുക്കുന്നു. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, രണ്ടും ഡിവൈഡ് ചെയ്യുന്നു. സോ gm/r² into r+h² by gm നാവും ഈ സൈഡ് കേട്ടോ.
മറിച്ചിട്ട് ഗുണിക്കുമല്ലേ നമ്മള്. ഓക്കെ, സോ ഇക്വേറ്റ് ചെയ്യുമ്പോ g by gh is equal to r plus h the whole square by r square എന്ന് വരും. സോ g is equal to gh into r plus h the whole square by r square എന്ന് വരും. Then gh is equal to g into r square divided by r plus h the whole square എന്ന് വരുന്നു. ഓക്കെ, സോ സെറ്റ് അല്ലേ? സോ സെറ്റ് ആണ്. സോ മിസ് മുന്നോട്ട് പോവാണ്. ഇനി മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയറിനെ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് അപ്ലൈ ചെയ്ത് ആറിനെ പുറത്തെടുത്ത് എഴുതുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കുഴപ്പമില്ല, ആറിനെ പുറത്തെടുത്ത് എഴുതുന്ന സെറ്റപ്പ് ആണ്. സോ മാത്സ് ആണ് കേട്ടോ, പ്യുവർ മാത്സ് ആണ്. നമുക്ക് ആ ഒരു ടേമിനെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ആറിന് പുറത്തെടുക്കാണ്, ആറിന് എന്ത് ചെയ്യുന്ന പുറത്തെടുക്കുന്നുണ്ട്, അപ്പൊ അതിനൊരു സ്ക്വയർ വരുന്നുണ്ട്. ഓക്കെ, പ്യുവർ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. അവിടെ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല മിസ് പറഞ്ഞു. ഇനി നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷനും കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. സോ ഈ സ്റ്റെപ്പ് കാണാതെ എഴുതാൻ പറ്റുമെങ്കിൽ എന്റെ മക്കൾ അത് ഡയറക്റ്റ് എഴുതിയാലും മതി. മറ്റേ സ്റ്റെപ്പിൽ നിന്ന് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇഫ് എച്ച് ഇസ് വെരി വെരി ലെസ് ദാൻ ആർ. എച്ച് എന്ന് പറയുന്നത് ആറിനേക്കാൾ നമുക്കറിയാം റേഡിയസ് ഓഫ് ദി എർത്ത് വളരെ വലുതാ. അതിനേക്കാൾ ഒരുപാട് ഹൈറ്റിലല്ല നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എച്ച് ഇസ് വെരി വെരി ലെസ് ദാൻ ആർ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് മാത്രമേ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഫോമിലാണ് ഇരിക്കുന്നത്. 1 + x⁻⁻n ഫോമിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. സോ നിങ്ങൾ ഇവിടെ യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. g into 1 + h/r whole raised to -2 ലെ ഈ -2 ഇവിടെ വരും. സോ -2h/r എന്നാവും. അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടേം അങ്ങനെയാണ്, 1 - n raised to x. ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഫസ്റ്റ് ടേം അങ്ങനെയാണ്. ഈ ഫോമിൽ ഒരു സാധനം വന്നാൽ അതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വഴി എഴുതിയാൽ ഫസ്റ്റ് ടേം വിൽ ബി 1 - പവർ ഇൻറ്റു x. കണ്ടോ, ഈ ടേം പോലെ മാറ്റി എഴുതിയതാണ് നമ്മൾ കേട്ടോ. ഓക്കെ, ഈ എക്സ്പാൻഷന്റെ ഫോമില ഇരിക്കുന്നത്. സോ ഫസ്റ്റ് ടേം, ബാക്കി ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഫിസിക്സുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ബാക്കി ഹയർ ഓർഡർ ടേംസ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഫസ്റ്റ് ടേമിന്റെ മോഡലിൽ മാത്രം എഴുതും. പ്യുവർ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. മിസ് അതിൽ ഒരുപാട് സമയം കളയുന്നില്ല. സോ gh is equal to g into 1 - 2h/r എന്ന് കിട്ടും. എന്റെ മക്കൾ ഇത്ര ആലോചിക്കുക. ഈ സ്റ്റെപ്പ് എഴുതാൻ കിട്ടും എന്നുണ്ടെങ്കിൽ ആ -2നെ കൊണ്ടുവന്ന് പ്ലസിന്റെ അവിടെ ഇടാം. സോ അതാണ് ഫസ്റ്റ് ടേം. 1 - 2h/r എന്ന് കിട്ടും. This shows that acceleration due to gravity decreases, height increases. എന്തുകൊണ്ടാ? അവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ gh ന്റെ വാല്യൂ g - g into 2h/r എന്നായി. സോ ജിയുടെ വാല്യൂയിൽ നിന്ന് ഒരു എക്സ്ട്രാ ടേം നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് gh ന്റെ വാല്യൂ കിട്ടാൻ. സോ ഒബ്വിയസ്ലി there is a ലോവർ വാല്യൂ അല്ലെ, ജിനേക്കാളും ഒരു കുറഞ്ഞ വാല്യൂ ആണ് ഉള്ളത്. സോ യെസ്, ഓക്കെ. ദെൻ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് മൂവ് ഓൺ ചെയ്യാണ് കേട്ടോ. ഓക്കെ, എന്തായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കണോ? യെസ്, കാൽക്കുലേറ്റ് ദി വാല്യൂ അല്ലെ. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ദി എർത്ത് ഹാഫ് ആവുന്നു. സോ യെസ്, നമുക്ക് കണ്ടുപിടിക്കാം. വി ഹാവ് ദി ഇക്വേഷൻ ഫോർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h. ഓക്കെ, gh is equal to gm/r plus h the whole square എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് തുടങ്ങാം. അറ്റ് ഹൈറ്റ് h, അറ്റ് പെർട്ടിക്കുലർ ഹൈറ്റ് h റേഡിയസ് ഹാഫ് ആവുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നേരത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ g/2 ആകുന്നു എന്ന് അസ്യൂം ചെയ്തില്ലേ ഒരു ഹൈറ്റില്. ജിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു g/2. അതുപോലെ ഇവിടെ എച്ചിന്റെ വാല്യൂ r/2 റേഡിയസിന്റെ പകുതി ആവുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ജിഎച്ചിന്റെ വാല്യൂവില് നമ്മൾ എന്ത് ചെയ്യുന്നു? gm/r plus h-ന് പകരം r/2 കൊടുക്കുന്നു. ഇത്തവണ h-ന് പകരം r/2 കൊടുക്കുന്നു. r plus h the whole square h-ന് പകരം r/2 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. r സ്ക്വയറിനെ വീണ്ടും പുറത്തെടുക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് gm/r² into 1 + 1/2 whole square. ഓക്കെ, സോ നമുക്കറിയാം സ്മോൾ g എന്ന് പറഞ്ഞാൽ gm/r² ആണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ gm/r² പൊന്തി വരുന്ന കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ നമ്മൾ ഈ ആവശ്യമില്ലാത്തൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്യണം. ആ gm/r² പുറത്തേക്ക് കൊണ്ടുവരാനാ. സോ ഈ സ്റ്റെപ്പിൽ സ്റ്റക്ക് ആവുമ്പോ എന്റെ മക്കൾ ഈ സ്റ്റെപ്പിൽ സ്റ്റക്ക് ആവുമ്പോ ആലോചിക്കണം, എനിക്കിവിടെ സ്മോൾ g വരുത്തണം. അതിന് gm/r² താനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ടേമിൽ നിന്ന് r² പുറത്തേക്ക് വെക്കണം. അപ്പൊ ബാക്കി വരുന്ന ആൾ ഇതാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്, അപ്പൊ മിസ് മുന്നോട്ട് പോവാണ്. സോ gm/r² ആയതുകൊണ്ട് നമ്മുടെ വാല്യൂ എന്ത് കിട്ടും? g/3/2 whole square എന്ന് കിട്ടും. ഓക്കെ, സോ 4/9 ടൈംസ് g എന്ന് കിട്ടും. 4/9 ടൈംസ് g ആയിരിക്കും റേഡിയസ് ഹാഫ് ആവുന്ന
ഡിസ്റ്റൻസിൽ, ഐ മീൻ റേഡിയസ് ഹാഫ് ആവുമ്പോൾ നമ്മുടെ ജിയുടെ വാല്യൂ. സെറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എല്ലാം വരാൻ ചാൻസ് ഉള്ളത്, വരാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ എക്സാമിന്റെ തലേന്ന് വന്ന് പഠിപ്പിക്കാൻ എനിക്ക് എന്താ വേറെ പണിയില്ലായിട്ടാണോ? ആണോ? ശരി, മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, കറക്റ്റ് ആൾട്ടർനേറ്റീവ് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. സെറ്റ് അല്ലേ? Acceleration due to gravity increases or decreases with increasing depth. Correct alternative select ചെയ്യാൻ. Acceleration due to gravity increasing altitude, height കൂടുമ്പോൾ increasing ആണോ decreases ആണോ? Abhijit is like other decreases. Okay, fine. Acceleration due to gravity increases or decreases with increasing depth. Obviously രണ്ടിലും decreases ആണ് അല്ലേ? The total energy of an orbiting satellite is negative of its kinetic അല്ലെങ്കിൽ potential energy. ഏത് എനർജിയുടെ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഇസ് അബൌട്ട് കൈനറ്റിക് എനർജി. ഇത് രണ്ടും ഡിക്രീസ് ആണ്, കറക്റ്റ് ആണ് കേട്ടോ. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി ഇസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ആണ് കേട്ടോ. ഇനി the polar satellite go around the earth in a north south direction or east west direction. ഓക്കെ, സോ അതെന്ത് വരും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് കുറെ സാറ്റലൈറ്റ്സ് ഒക്കെ ഡിലീറ്റഡ് പോർഷൻ ആണ് കേട്ടോ. സാറ്റലൈറ്റ്സ് കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, ചില കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? കെപ്ലറിന്റെ ലോ ഓഫ് ഏരിയ ഏതാണ്, ലോ ഓഫ് ടൈം പീരീഡ് ഏതാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. കെപ്ലറിന്റെ 3 ലോസ് ഉണ്ട്, അത് 3 അറിഞ്ഞിരിക്കുക. സെറ്റ് അല്ലേ? Yes. So the square of the time period of revolution of a planet is proportional to the cube of the semi-major axis of the ellipse traced by all the planets. First of all planets revolve around the sun in an elliptical orbit. അല്ലെ മക്കളെ? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. സോ ആ ട്രേസ് ചെയ്യുന്ന എലിപ്റ്റിക്കൽ പാത്തിന്റെ സെമി മേജർ ആക്സിസ് അതിന്റെ ക്യൂബിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ ടൈം പീരീഡിന്റെ സ്ക്വയർ. ഇത്രേ പറയുന്നുള്ളൂ. ലോ ഓഫ് അവർ ചോദിച്ചേക്കുന്നുണ്ടോ? ഡയറക്റ്റ് ഏത് ലോ എന്ന് പറഞ്ഞിട്ടില്ല, ലോ ഓഫ് ടൈം പീരീഡ് എന്നാ തന്നേക്കുന്നത്. സോ ടി വരുന്ന ലോ ആണ് ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ. T is the time period, A is the semi-major axis. സെറ്റ് അല്ലേ? സോ 3 ലോയിന്റെയും ഡെഫിനിഷൻ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ മിസ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു 1-2 പ്രൂഫ്, അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പ്രൂവ് ചെയ്യാൻ, കെപ്ലറിന്റെ ലോ പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അതും ഒന്ന് എന്റെ മക്കൾ നോക്കി വെക്കാം കേട്ടോ. യെസ്, ഇനി ജസ്റ്റ് ഒരു പ്രോബ്ലം വരുന്നുണ്ട്. A Saturn year is 29.5 times the Earth year. Okay, Saturn year is 29.5 times the Earth year. How far is the Saturn from the Sun if the Earth is 1.5 to 10 raised to 9 kilometer away from the Sun? ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓഫ് വിച്ച് കൺസർവേഷൻ ലോ ഇസ് ദി കെപ്ലർ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ? കെപ്ലറിന്റെ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ഏത് കൺസർവേഷൻ ലോനെ ബേസ് ചെയ്തിട്ടാണ്? 4. Of which conservation law is the Kepler's law of planetary motion? Okay, so yes, നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. റേഡിയസ് ഓഫ് ദി എർത്ത് എന്താണ്? 1.5 into 10 raised to 9 kilometer എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എഴുതുന്നു. Then period of earth 1 year ആണ്. Time period of earth 1 year ആണ് for sure. For Saturn it is 29.5 years ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് Saturn year is 29.5 times the earth year എന്ന് തന്നിട്ടുണ്ട്. So earth year 1 ആണ് എടുത്ത സ്ഥിതിക്ക് 1 ആയ സ്ഥിതിക്ക് 29.5 ആണ് സാറ്റേണിന്റെ എന്ന് നമുക്ക് എടുക്കാം. Okay, then period of Saturn is 29.5. We know T square is proportional to E cube. കണ്ടോ, കെപ്ലറിന്റെ ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. T square എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 square. Time period 1 square is proportional to 1.5 into 10 raised to 9 whole cube ആണ്. Okay, so 1.5 into 10 raised to 9 whole cube എവിടെന്നാ വന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എർത്ത് ഇത്രയും കിലോമീറ്റർ അവേ ഫ്രം ദി സൺ ആണ് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫോർ സാറ്റേൺ ഇത്രയും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഫോർ സാറ്റേൺ നമ്മൾ എന്ത് എഴുതും? 29.5 ദി ഹോൾ സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി സാറ്റേൺ ദി ഹോൾ ക്യൂബ്. നമുക്ക് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. സോ ഇങ്ങനെ ഏതെങ്കിലും ടേം വെട്ടിപ്പോവാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് നമ്മുടെ കയ്യിൽ നിൽക്കുക. 2 ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ ഒരുപോലെയുള്ള ചില ടേംസ് വെട്ടിപ്പോവും. പിടി കിട്ടുന്നുണ്ടോ?
സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചില ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം കിട്ടും കേട്ടോ. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 square divided by 29.5 whole square is equal to 1.5 into 10 raised to 9 the whole cube divided by RS the whole cube എന്ന് കിട്ടും. RS മാത്രം കിട്ടിയാൽ പോരെ, ഇനി RSന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാൽ മതി. സോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. സെറ്റ് അല്ലേ? സോ RS ഇങ്ങനെ കിട്ടും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് മക്കളെ കെപ്ലറിന്റെ നമ്മുടെ ലോ ഇരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ലോ ഇരിക്കുന്നത് ഓഫ് വിച്ച് കൺസർവേഷൻ ലോ കെപ്ലർ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം തെറ്റിക്കരുത് കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, നിങ്ങൾ മാർക്കിനെ കുറിച്ച് എന്തിനാണ് ബോദർ ചെയ്യുന്നത്? എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മിസ്സേ? എവിടെയെങ്കിലും ഒക്കെ വരും കൂട്ടാ. ഇതിന്റെ എന്തെങ്കിലും ഭാഗങ്ങള് മിസ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ ഭാഗങ്ങൾ പാർട്ട് എയില്, ഐ മീൻ ഒരു ക്വസ്റ്റ്യന്റെ പാർട്ട് എയില് ഒരു മാർക്കിനൊക്കെ ആവും ചിലപ്പോൾ ചോദിക്കുക. അത് ഇമ്പോർട്ടന്റ് അല്ലേ കേട്ടോ. എത്ര മാർക്കിന് വരും എന്ന് വിചാരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രോബ്ലം 1 മാർക്കിന് ചോദിച്ചാലും 4 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഫുൾ എഴുതണ്ടേ? The escape speed of an object from the earth is 11.2 km/s. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്റെ മക്കൾ, ഡയറക്റ്റ് കൂടെ പഠിച്ചു വെച്ചോട്ടാ. നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി, എർത്തിൽ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. ഓക്കെ, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. മൂണിൽ എത്രയാ? മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, സോ 11.2 ആണ് എന്ത് നമ്മുടെ എർത്തിൽ. സോ ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് എന്ന് തന്നിട്ടുണ്ട്. എസ്കേപ്പ് സ്പീഡ് ഡിഫൈൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. ദെൻ ഹൗ എസ്കേപ്പ് സ്പീഡ് ഇസ് റിലേറ്റഡ് ടു ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതുമായിട്ട് 2.3 കിലോമീറ്റർ ആണ് നമ്മുടെ നിഖിൽ പറയുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്. മൂണിന് എന്തുകൊണ്ട് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്? അവിടുത്തെ എയർ മോളിക്യൂൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോഴത്തേനും എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടും, അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകും. സോ അവിടെ അന്തരീക്ഷത്തിൽ എന്തുണ്ടാവില്ല? നമ്മുടെ ഇതുണ്ടാവില്ല. സോ അവിടെ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മുടെ സ്പീഡ് കേട്ടോ, നമ്മുടെ അടുത്ത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഒക്കെ സ്പീഡ് കേട്ടോ. സോ എന്ത് സംഭവിക്കുന്നു? അത് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? സോ ഇനി ഡിഫൈൻ ചെയ്യാൻ ചോദിക്കട്ടെ. എസ്കേപ്പ് സ്പീഡ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ആൻസർ: the minimum speed required for an object to escape from Earth's gravitational attraction is escape speed. കറക്റ്റ് അല്ലേ? ഇനി escape speed is independent of mass of an object. Okay, how escape speed is related to the mass of the object എന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷനില് മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഉണ്ടോ? മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഉണ്ടോ? മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. സോ അത് ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ. സെറ്റല്ലേ മക്കളെ? ശരി, മിസ് മുന്നോട്ട് പോകുന്നു. സോ മൂണിൽ എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതെന്ന് ചോദിക്കും കേട്ടോ. സോ 2.4 km/s ഒക്കെയാണ് എന്ത് അവിടുത്തെ എസ്കേപ്പ് സ്പീഡ് എന്ന് ആദ്യം എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എഴുതുക അതിനേക്കാൾ സ്പീഡാണ് അവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസിന്. സോ അവര് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തു പോകുന്നു. സോ അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. ചോദിക്കാറുണ്ട്. ഓക്കെ, മിസ് ആ ക്വസ്റ്റ്യൻ ഇതിൽ ഇട്ടിട്ടില്ല, പക്ഷെ ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? യെസ്. Earth satellite are objects which revolve around the earth. The time period of a geostationary satellite is 24 hours. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും അറിഞ്ഞു വെച്ചേക്ക് കേട്ടോ. ഒരു ജനറൽ എന്നുള്ള പോലെ അറിഞ്ഞു വെച്ചേക്ക് കേട്ടോ. ഇന്നല്ല അമൽ രാജു, നാളെ രാവിലെ നമുക്ക് 3 ചാപ്റ്ററിന്റെ മാരത്തൺ ഉണ്ട് കേട്ടോ. ദാറ്റ് വിൽ ബി നോട്ട് ലൈവ് നമ്മുടെ സൂമില് കേട്ടോ. ശരി, സോ മിസ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ചാപ്റ്റർ നമ്പർ 6 ആയ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മിസ്സിന് ഒരു കാര്യം പറയാനുണ്ട്. സന്തോഷമായി ഒരാൾക്ക്. ആർക്കാന്നറിയോ? അസ്ബയ്ക്കാണോ സന്തോഷമായത്? ഓക്കെ, സോ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത് റിപ്പീറ്റഡ്ലി ആ ചോദിക്കാറ്, പിടികിട്ടോ? റിപ്പീറ്റഡ്ലി ചോദിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഗ്രാവിറ്റേഷനിൽ നിന്ന് വരിക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് അപ്ലൈ ചെയ്ത് വന്നാൽ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള അത്രയേ വരുള്ളൂ കേട്ടോ. സെറ്റ് അല്ലേ? സോ നമുക്ക് മുന്നോട്ട് പോവാം. ഇത് 5 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സോ നിങ്ങൾ ഗ്രാവിറ്റേഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗ്രാവിറ്റേഷനിൽ ഏത് ഡെറിവേഷൻ ചോദിച്ചാലും ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ കിട്ടണം. പിന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യിപ്പിക്കും കേട്ടോ. നോക്കണം, ചെയ്യിപ്പിക്കും. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ, എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ. സോ അതിൽ അങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ കിട്ടണം കേട്ടോ. കൂടുതലും ഇങ്ങനെ ഡയറക്റ്റ് ഡെറിവേഷൻ ആണ് ചോദിക്കാറ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം.
നെക്സ്റ്റ് ചാപ്റ്റർ, യെസ് മെഹർബാന, സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. 5 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിന് വരുന്നത്. അടുത്ത ചാപ്റ്റർ 5 മാർക്ക് തന്നെയാണ്. ശരി, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ. The moment of inertia of a thin rod of mass m and length l about an axis perpendicular to the rod at its midpoint is. ചാപ്റ്റർ മറ്റേ ഗ്രാവിറ്റേഷനിൽ തിരിച്ചു വരണം കേട്ടോ. റൊട്ടേഷണൽ മോഷൻ എത്തി. ഒരു ബോഡി ഏതെങ്കിലും ഒരു, നമുക്കറിയാം കുറെ റിജിഡ് ബോഡി ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സെന്റർ ഓഫ് മാസ്, ഒരു ബോഡിയുടെ ഫുൾ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താ സെന്റർ ഓഫ് മാസ്? ഒരു ബോഡിയുടെ എൻറ്റയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ആ പോയിന്റിൽ നമുക്ക് ആ ബോഡിയെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. മിസ്സിന് ഇത് ബാലൻസ് ചെയ്ത് കാണിക്കാൻ അറിയില്ല. ബാലൻസ് ചെയ്യാൻ അറിയുന്നവർക്ക് അതാണ് ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ്. ഓക്കെ, അത് നമുക്കറിയാം. പിന്നെ ഒരു ബോഡിയിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ടാവും. ആ ആക്സിസിന് എബൌട്ട് ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. സോ അതൊക്കെയാണ് നമ്മുടെ റൊട്ടേഷണൽ മോഷൻ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി ഈ ഒരു പോയിന്റിലുള്ള ഒരു ബോഡിയുടെ മാസ് എം ഉള്ള പോയിന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് r എന്ന് എടുത്താൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിൽ ബി mr². റൊട്ടേഷണൽ ഇനേഷ്യ അല്ലെ. മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് മറ്റൊരു പേരുണ്ട് റൊട്ടേഷണൽ ഇനേഷ്യ. ഇനേഷ്യ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം. ഒരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതേ സ്റ്റേറ്റിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ആണ് ഇനേഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് റൊട്ടേഷണൽ ഇനേഷ്യ. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ മോഷനോ അല്ല, ഐ മീൻ മോഷൻ ആണ്, ബട്ട് ഇറ്റ്സ് റൊട്ടേഷണൽ മോഷനുള്ള ഇനേഷ്യ കേട്ടോ. യെസ്, അപ്പോൾ അത്രയൊക്കെ മിസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് തുടങ്ങാണ് ഈ കോൺസെപ്റ്റിലേക്ക് വരിക കേട്ടോ. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഒരു തിൻ റോഡ് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് എല്ലാം ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അവർ തന്നിട്ടുണ്ട്. എന്ത്? ml²/12 ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ ദി അബവ് കേസ്? ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം ഒക്കെ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ ഭാഗം അതായിരുന്നു. അതൊക്കെ ഡിലീറ്റഡ് ആണ്. നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. സോ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ k, mk². K is the radius of gyration. Radius of gyration ആണ് K. So I mk² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് k യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഈസി അല്ലേ? ഇവിടുത്തെ മാസം അവിടുത്തെ മാസം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ, ഈക്വൽ ആവുന്ന സമയത്ത്. സോ k² is equal to l²/12 എന്ന് വരും. സോ k will be root of l²/12 എന്ന് വരും. എല്ലിന്റെ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോവും. സോ l/√12 എന്ന് വരും. ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാതെ സമയം കളയുന്നില്ല കേട്ടോ. റൈറ്റ് ദി ഇക്വേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ഫോഴ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് ടോർക്ക്. ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള ബന്ധം, ടോർക്കും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള ബന്ധം, ടോർക്കും ഫോഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു, അത് അറിഞ്ഞില്ലെങ്കിൽ നാളെ എക്സാമിന് പോകണ്ട, വീട്ടിലിരുന്നോ. ടോർക്ക് ടോയും ഫോഴ്സും തമ്മിലുള്ള ബന്ധം അറിയില്ലെങ്കിൽ വീട്ടിലിരുന്നോ കേട്ടാ. സന്തോഷമായിട്ട് വീട്ടിലിരുന്നോ, വെറുതെ ഇതിന് എക്സാം എഴുതി സമയം കളയുന്നേ. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താണ് മിസ് അവർ പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും മൊഴിയുന്നുണ്ടോ? എനിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടോ? വീട്ടിലിരിക്കാന്നാണോ? സൂപ്പർ ആയിണ്ട്, നല്ല മക്കളാ. ഡിറൈവ് ദി റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലാർ മൊമെന്റം. ആയിക്കോട്ടെ മിസ്. സോ റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലാർ മൊമെന്റം ഡിറൈവ് ചെയ്യാനാ ചോദിച്ചേക്കുന്നത്. അതിന് ആദ്യം റിലേഷൻ അറിയണം. ടോർക്കും ആംഗുലാർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ അറിയണം. ആംഗുലാർ മൊമെന്റം കുട്ട, ആദ്യം ലീനിയർ മൊമെന്റ് അല്ല, ആംഗുലാർ മൊമെന്റം. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം ഇതാണ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള ബന്ധം. പൊന്നു മക്കളെ, ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് അല്ലേ ടോർക്ക്? മിസ് പറഞ്ഞിട്ടുണ്ട് റൊട്ടേഷണൽ അനലോഗ് എടുക്കുമ്പോൾ കൂടെ ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കോൺസെപ്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. R×F ആണ് എന്ത്? ടോർക്ക്. മിസ് പറഞ്ഞില്ലേ? നമ്മുടെ മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആരാ? മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആയിരുന്നു. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഹാളിൽ ഇരുന്നിട്ട് കരയരുത്. അയ്യോ ശ്വേത മിസ് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആരാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിന്റെ ഇക്വേഷൻ ഒന്ന് ആലോചിക്കുക. I is equal to mr². വന്നത് കണ്ടോ? ഒരു ഡിസ്റ്റൻസിന്റെ ബന്ധം വന്നത് കണ്ടോ?
ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ടോർക്ക്. അതായത് ലീനിയർ കോൺസെപ്റ്റില്, ലീനിയർ മോഷനിലൊക്കെ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം റൊട്ടേഷണൽ മോഷനിൽ എത്തുമ്പോൾ ടോർക്കായി മാറും. റൊട്ടേറ്റിംഗ് ഫോഴ്സ് ടോർക്കായി മാറുന്നത്. അതാണ് ഈ റൊട്ടേഷണൽ അനലോഗ്. ഒരു ആറിന്റെ ബന്ധമാണ് റൊട്ടേഷണൽ അനലോഗ്, റൊട്ടേഷനിലുള്ള ആളും ലീനിയറിലുള്ള ആളും തമ്മില്. സോ ഒരു ആറ് വരുന്ന ആലോചിക്കുക ഇക്വേഷനില് കേട്ടോ. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ആർ ക്രോസ് എഫ്, ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആർ എഫ് സൈൻ തീറ്റ. ഓക്കെ, ആർ എഫ് സൈൻ തീറ്റ. സോ ആർ കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് കൂടുന്തോറും സോറി ടോർക്ക് കൂടും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുന്തോറും ടോർക്ക് കൂടും. പിടികിട്ടുന്നുണ്ടോ? പിന്നെ ആംഗിൾ നമ്മൾ എത്ര ഫോഴ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, എത്ര ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഒരു വാതിൽ തുറക്കുന്ന കോൺസെപ്റ്റ് മിസ് പറയാറില്ലേ? ഒരു വാതിൽ തുറക്കുന്ന കോൺസെപ്റ്റ്, ഇവിടെ വാതില് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കും. ഈ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിന് അബൌട്ട് നമ്മുടെ ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊരു ഫിക്സഡ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിന് അബൌട്ട് നമ്മുടെ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ പിടിച്ച് അമർത്തിയാലാണ് തുറക്കാൻ എളുപ്പം? എവിടെ പിടിച്ചമർത്തിയാലാണ് തുറക്കാൻ എളുപ്പം? പിടി എവിടെയാ ഉറപ്പിക്കാറ്? എക്സാമിന്റെ ക്വസ്റ്റ്യനാ. എവിടെയാണ് നമ്മുടെ പിടി, വാതിലിന്റെ പിടി ഉറപ്പിക്കാറ്? ഇവിടെ. ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് അല്ലെ, റൊട്ടേഷണൽ ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൊട്ടേഷണൽ ഇഫക്റ്റ് നമ്മൾ ഈ വാതിലിന്റെ ഇവിടെയൊക്കെ പോയിട്ട് ആ ഫിക്സ് ചെയ്ത എൻഡിൽ പോയിട്ട് തുറക്കാൻ നോക്കിയാൽ തുറക്കോ? എളുപ്പല്ല. റൊട്ടേഷണൽ ഇഫക്റ്റ് കുറവാ. സോ ഈ ഡിസ്റ്റൻസ് 6 കൂടും തോറും, എന്തുകൊണ്ട് 6 തീരിക്കണോ? ലീനിയർ ഇക്വേഷൻ 6 കൂടും തോറും റൊട്ടേഷണൽ ഇഫക്റ്റ് കൂടും. അഭിജിത്തിന് തുറക്കാൻ പറ്റും ഇത്ര? അഭിജിത്തിന് പറ്റും. അഭിജിത്തിന് എല്ലാം സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാ? പോയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണോ തുറക്കുക? ചെരിഞ്ഞിട്ടാണോ അവിടെ പിടിയിൽ തുറക്കുക? ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആ തുറക്കുക അല്ലെ. 90 ഡിഗ്രിയിലാണ്, തീറ്റ 90 ഡിഗ്രി ആവുമ്പോഴാണ് മാക്സിമം ടോർക്ക് കിട്ടുന്നത് കേട്ടോ. സൈൻ 90 എത്രയാ? സൈൻ 90 എത്രയാ? സൈൻ 0 0, സൈൻ 90 1. കണ്ടോ? സോ മാക്സിമം ടോർക്ക് കിട്ടും. സൈൻ 90 1 ആവും. പിടി കിട്ടിയോ? സോ നമ്മുടെ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു, പിന്നെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ അത്ര റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവില്ലല്ലോ. സോ ആ ഇക്വേഷൻ മാത്രം ആലോചിക്കുക. എത്ര ഫോഴ്സ് കൊടുക്കുന്നു, എത്ര ഡിസ്റ്റൻസ് അകലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അത് കൊടുക്കുന്ന ഫോഴ്സിന്റെ അളവ്, ഏത് ആംഗിളിൽ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ നേരെ തുറന്നാലാ നല്ല റൊട്ടേറ്റിംഗ് ഫോഴ്സ് കിട്ടുക. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ടോർക്ക്. ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ദൂരെ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ഇതില്ലേ, ഹിഞ്ചസ് ഇല്ലേ, ഹിഞ്ചസിൽ നിന്ന് ദൂരെ ഫോഴ്സ് കൊടുക്കുന്നതെന്ന് ചോദിക്കും. അതിന്റെ റീസൺ ഇതാണ്. അവിടെയാണ് റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൂടുതൽ. കാരണം ഇക്വേഷൻ എഴുതാം, 6 ഹയർ ആവുമ്പോൾ ടോർക്ക് കൂടുന്ന എഴുതാം. സിമ്പിൾ. ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് പല ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഏത് റിലേഷൻ ആണ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്? നമ്മുടെ ആംഗുലർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ ആണ്. ആംഗുലർ മൊമെന്റം, ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ, ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എൽ. ഒന്നുകിൽ ക്യാപിറ്റൽ എൽ അല്ലെങ്കിൽ സ്മോൾ എൽ കേട്ടോ. നിങ്ങൾ എഴുതിയാൽ മതി ഏതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു dl/dt അല്ലെങ്കിൽ ഡോ l/t. ഓക്കെ, dl/dt എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ക്രോസ് ഇട്ട് വെച്ചു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, dl/dt കേട്ടോ. സെറ്റ് അല്ലേ? സോ അതാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. അത് ഡിറൈവ് ചെയ്യാൻ എവിടെ നിന്ന് തുടങ്ങണം? ലീനിയർ ഇക്വേഷനിൽ നിന്ന് തുടങ്ങും. ഇതേ നോക്കിയേ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം എന്താ? ആംഗുലർ മൊമെന്റം എൽ. എല്ലിന്റെ കൂടെ എഴുതി ഇക്വേഷൻ ഒന്ന് ആലോചിച്ച ഒരു ആറിന്റെ ബന്ധം കാണുന്നുണ്ടോ? നിങ്ങള് മനസ്സിലാവുന്നില്ലേ? ഒരു ആറിന്റെ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ആർ ക്രോസ് പി. ലീനിയർ മൊമെന്റത്തിന് 6 വെച്ച് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് എന്തോ അതാണ് അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആയ ആംഗുലർ മൊമെന്റം. കിട്ടിയോ? ഓക്കെ, സോ യെസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് വേണം എന്റെ മക്കൾ തുടങ്ങാൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്ന ആംഗുലർ ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. ടോർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്. സോ dl/dt is equal to L equal to r cross p ആണെന്നറിയാം. രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ dl/dt ആവും, ഇവിടെ d/dt ഓഫ് r cross p. അപ്പോഴാണ് d/dt ഓഫ് a into b. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ r into ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് dp/dt. നടുവിലിടേണ്ടത് പ്ലസ്. അപ്ലൈഡ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു കേട്ടോ. സെക്കൻഡ് ഫംഗ്ഷൻ p into ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്
Okay, settle. First function into derivative of the second dp by dt plus second function into derivative of the first കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ dr by dt എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആ വെലോസിറ്റി ആ. dr by dt ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആ വെലോസിറ്റി. അപ്പോൾ ഇവിടെ v കൊടുത്തു കേട്ടോ, v കൊടുത്തു. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇവിടെ v കൊടുത്തു. ഇനി ഇവിടെ നോക്കി, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഒന്നും മിസ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചതാ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് ഇത് പ്രൊഡക്റ്റ് റൂൾ കേട്ടോ. മാത്തമാറ്റിക്സ് ആണ്. പ്രൊഡക്റ്റ് റൂൾ ഇൻ ഡിഫറൻഷിയേഷൻ, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു നമ്മൾ. സോ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്ത് കിട്ടും? ഡി പി ബൈ ഡി ടി എന്ത് കിട്ടും? പിക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് കോൺസ്റ്റന്റ് ആണ്, പുറത്ത് വെക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? പിക്ക് നമ്മൾ എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്റെ മക്കള് എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ മിസ്സിന്റെ കൂടെ? സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ എഫ് കിട്ടും. ഓക്കെ, കാരണം മാസ് ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ബൈ ഡി ടി ഓഫ് പി അല്ലെ, അങ്ങനെയല്ലേ ടേം ഇരിക്കുന്നത്? പിക്ക് എം വി എന്ന് കൊടുക്കണം. സോ ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി. എമ്മിന് ടൈമിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അത് കോൺസ്റ്റന്റാ. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ആരാ? വെലോസിറ്റി ബൈ ടൈം ആരാ? ആക്സിലറേഷൻ. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആരാ? ഫോഴ്സ് ആണ്. സോ നമ്മളിവിടെ ആർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആർ ക്രോസ് ഡി പി ബൈ ഡി ടിക്ക് പകരം എഫ് എന്ന് കൊടുത്തു. ഇനി ഡി ആർ ബൈ ഡി ടി വി ആണ് ക്രോസ് പി. സെറ്റ് അല്ലേ? ഇതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആർ ക്രോസ് എഫ് പ്ലസ് വി ക്രോസ് പിക്ക് വീണ്ടും മിസ് ഒരു എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്മോൾ പി എവിടെ വന്നാലും എം വി ആക്കാണ്. കാരണം നമ്മൾ ഫുൾ റൊട്ടേഷണൽ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുന്നത്. ടോർക്ക് ടു റൊട്ടേഷനിലാണ്. ഡി എൽ ബൈ ഡി ടിയിലെ എല്ലാ ആംഗുലാർ മൊമെന്റും ആംഗുലാർ മൊമെന്റ് ആണ്, അത് റൊട്ടേഷനിലെ മൊമെന്റും ആണ്, റൊട്ടേഷണൽ മൊമെന്റും ആണ്. സോ ഡി എൽ ബൈ ഡി ടി. സോ എല്ലാത്തിനും പീനെ ഇരുത്തരുത് ആ ഇക്വേഷനിൽ. പിക്ക് ഫുൾ എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടെ അവിടെ ഒരു വി ക്രോസ് വി വരും. ഒരേപോലെ ക്രോസ് പ്രൊഡക്റ്റ് വന്നാൽ 0 ആണ് കേട്ടോ. ഒരേപോലെ ക്രോസ് പ്രൊഡക്റ്റ് വന്നാൽ 0 ആണ്. സോ ആ ടൈം അങ്ങ് 0 ആയിട്ട് പോയി. ഇനി ഇവിടെ ഇതൊക്കെ മിസ് വായിക്കാം. ഈ ടൈം മൊത്തം 0 ആയി. എന്തുകൊണ്ട്? വി ക്രോസ് വി എന്ന് വന്നാൽ 0 ആണ്. ക്രോസ് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുക. അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമുക്ക് ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന ഒരൊറ്റ ടൈം മാത്രം ബാക്കിയാവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് സ്ലോലി മിസ് പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് ആരാ? ആർ ക്രോസ് എഫ് ആരാ? ഓക്കെ, എഫിന്റെ കൂടെ ആറിന്റെ ബന്ധം റൊട്ടേഷനിലേക്ക് പോയി. റൊട്ടേഷണൽ ഫോഴ്സ് ടോർക്ക് പിടികിട്ടിയോ? ആറിന്റെ കൂടെ സോറി എഫ് ലീനിയർ ഫോഴ്സ്, അതിന്റെ കൂടെ ആറിന്റെ ബന്ധം വന്നാൽ ക്രോസ് പ്രൊഡക്റ്റ് വന്നാൽ അത് റൊട്ടേഷൻ ആയി, റൊട്ടേഷണൽ ഫോഴ്സ് ആയി, ടോർക്ക് ആയി. സോ വാട്ട് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്? That is nothing but the torque. So torque tau is equal to dl by dt. R cross F tau ആണ്. So torque tau is equal to dl by dt. Hence proved. Very easy കേട്ടോ. Just maxillary product rule മാത്രം apply ചെയ്യുക. Start from the linear equation R cross P. Okay. Then R cross P ചെയ്യുക. Product rule apply ചെയ്യുക. P ക്ക് mv എന്ന് substitute ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. du by dt, I mean dv by dt വന്ന ആക്സിലറേഷൻ ആണെന്നും dr by dt വന്ന വെലോസിറ്റി ആണെന്നും അറിഞ്ഞിരിക്കണം. ബേസിക്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. സെറ്റ് ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവാണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആക്ച്വലി. ഒന്നുകിൽ ഈ ഡയറക്റ്റ് ഫിഗർ ഒരു കുട്ടി കറങ്ങുന്നു അല്ലെ, അല്ലെങ്കിൽ ഇതേ കോൺസെപ്റ്റ് വേറെ രീതിയിൽ സ്പിന്നിങ് ആയിരിക്കും അവിടുത്തെ കോൺസെപ്റ്റ്. സ്പിന്നിങ് വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ കുട്ടി കറങ്ങണമെന്നില്ല, വേറെ എന്തോ ആവട്ടെ. ചില ഡാൻസേഴ്സിന്റെ ഫോട്ടോ തന്നിട്ട്, അല്ലെങ്കിൽ ചില ഡാൻസേഴ്സ് ഇങ്ങനെ സ്പിൻ ചെയ്യുന്നു, കൈ നീട്ടുന്നു, കാൽ നീട്ടുന്നു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മുട്ട, പുഴുങ്ങിയ മുട്ടയും പച്ചമുട്ടയും കറക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ വന്നാ ഉറപ്പിച്ചോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആണ്. പുഴുങ്ങിയ മുട്ടയുടെ കേസ് പറയാട്ടോ. സോ ആ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയും കാര്യം ഉറപ്പിച്ചോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഓക്കെ, ആംഗുലർ മൊമെന്റ് എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് എന്റെ മക്കൾക്ക് അറിയാലോ. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ അറിയില്ലെങ്കിൽ ആ പഠിച്ചിട്ട് പോയിക്കോ. ഇത് എഴുതാൻ എന്തായാലും ചോദിക്കും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഓക്കെ, അതെങ്ങനെയാ കൺസർവ്ഡ് ആവുന്നതെന്ന് അറിയോ? നമ്മൾ ലീനിയർ മൊമെന്റ് കൺസർവേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഇന്നലെയും കൂടെ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ പി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ ഇവിടെ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആണ്. സോ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ എൽ വിൽ ബി എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ദി കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, പ്രൂവ് ചെയ്യാൻ ചോദിക്കും. കൺസർവേഷൻ ഓഫ് ആംഗുലർ
മൊമെന്റം. ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്യാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl/dt എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുമ്പോൾ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവുമ്പോൾ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇത്രേ എഴുതാനുണ്ടാവും കേട്ടോ. സോ ഇത് നിങ്ങൾക്കറിയാം. സോ L is equal to I omega. കൺസർവ്ഡ് ആണെങ്കിൽ, L കോൺസ്റ്റന്റ് ആണെങ്കിൽ, I കൂടിയാൽ, മൊമെന്റ് ഓഫ് ഇനേഷ്യ I കൂടിയാൽ ആംഗുലർ വെലോസിറ്റി ആരായി ഒമേഗ? വെലോസിറ്റിയുടെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഒമേഗ. ലീനിയർ വെലോസിറ്റി ഇവിടെ റൊട്ടേഷനിൽ എത്തുമ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിക്കും. സോ എന്റെ മക്കൾ പറയൂ, ഐ കൂടുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒമേഗ എന്ത് ചെയ്യേണ്ടി വരും? ഐ ഇൻറ്റു ഒമേഗ എപ്പോഴും കോൺസ്റ്റന്റ് ആണോ? ഐക്ക് കൂടാനാണ് താല്പര്യമെങ്കിൽ ആ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ ഒമേഗ കുറയാൻ തയ്യാറാണ് കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡീലില്ല. ഇനി ഐ കുറയാണെങ്കിലോ, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയാണെങ്കിൽ നമ്മുടെ ആ പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആക്കി വെക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒമേഗ കൂടും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ അറിയാതെ ഒരാളും എക്സാമിന് പോകരുത്, നഷ്ടമാണ് കേട്ടോ. സീരിയസ്ലി അത്രയ്ക്ക് ഉറപ്പ് പറയാം. സോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ കുട്ടിയിലേക്ക് വരാം. ഈ കുട്ടി കൈ നീട്ടിയിരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. ആ കുട്ടി ഇങ്ങനെ തിരിയുവാണ് കേട്ടോ. ചില ഡാൻസേഴ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ കൈ നീട്ടും, ചിലപ്പോൾ കൈ സ്പിൻ ലൈക്ക് ചുരുക്കി പിടിക്കും അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ആക്സിസിൽ ആ കുട്ടിയുടെ നടുവിലൂടെ പാസ് ചെയ്യുന്നത് പോലെ കൺസിഡർ ചെയ്യുന്ന ആക്സിസിന് ചുറ്റും ആ കുട്ടി തിരിയാണ്. A girl rotate on a swivel chair as shown below. What happened to her angular speed when she stretches her arm? അത്ര മാത്രം അറിഞ്ഞാൽ മതി. കൈ നീട്ടി പിടിക്കുമ്പോൾ ആംഗുലാർ സ്പീഡ് അഥവാ ആംഗുലാർ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? സോ എവിടെ നിന്ന് തുടങ്ങണം? 6 കൂടുതലാണ് അല്ലെ? റേഡിയസ് കൈ നീട്ടി പിടിച്ചു, ഈ 6 കൂടിയില്ലേ? ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ മക്കളെ? മാസ്, ആ കുട്ടിയുടെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടം വരെ എത്തി, ആ കുട്ടിയുടെ വിരൽ വരെ എത്തി. സോ ഡിസ്റ്റൻസ് കൂടി, ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടി. 6 കൂടിയാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐയുടെ ഇക്വേഷൻ mr² ആണ്, ഐയും കൂടും. L is equal to I omega ആണ്. We have to conserve that quantity. I കൂടിയാൽ ഒമേഗ കുറയും. ആ കുട്ടി തല കറങ്ങി വീണത് തന്നെയാണ്. അതെ, എക്സാം കഴിയുമ്പോൾ എന്റെ മക്കൾ തല കറങ്ങി വീഴാതിരിക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സോ എന്ത് ചെയ്യുന്നു? L is equal to I omega. അപ്പൊ ഈ കേസില് റേഡിയസ് കൂടുതലാണ്, ആ കുട്ടി കൈ നീട്ടി പിടിച്ചു, മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടി, ഒമേഗ കുറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ആംഗുലാർ സ്പീഡിന് എന്ത് സംഭവിക്കും? ആംഗുലാർ സ്പീഡ് ഡിക്രീസ് ചെയ്യും, ആംഗുലാർ സ്പീഡ് കുറയും കേട്ടോ. ചില ഡാൻസേഴ്സ് ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ഡാൻസേഴ്സ് ഇല്ലേ, അത് സ്പിൻ ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ ചുരുക്കി പിടിച്ചപ്പോ എന്ത് സംഭവിക്കും? സ്പിന്നിങ്ങിന്റെ സ്പീഡ് കൂടും അല്ലെ? റേഡിയസ് കുറഞ്ഞു, റേഡിയസ് കുറയുമ്പോ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുമ്പോ എന്ത് സംഭവിക്കുന്നു? എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞത്? റേഡിയസ് കുറഞ്ഞു, റേഡിയസ് കുറയുമ്പോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് ചെയ്യും? കുറയും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞാൽ ഒമേഗ കൂടും. കണ്ടോ? അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ സ്പീഡ് കൂടും, സ്പിന്നിങ്ങിന്റെ സ്പീഡ് കൂടും. ആൻഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ സ്പീഡ് കുറയും. തെറ്റിക്കരുത് കേട്ടോ. സെറ്റിലെ മക്കളെ? ആൻഡ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സോ നെയിം ആൻഡ് സ്റ്റേറ്റ് ദി കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. ആരോടാ ചോദിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ബിക്കോസ് L is equal to I omega have to conserved. Okay, according to this law the angular momentum of a body is conserved when external torque is 0. There is a condition that external torque should be 0. എന്നാലല്ലേ ടോർക്ക് 0 ആയാലല്ലേ dl/dt 0 ആയാലല്ലേ L കോൺസ്റ്റന്റ് ആവൂ, എന്നാലല്ലേ I omega കോൺസ്റ്റന്റ് ആവൂ. പിടികിട്ടിയോ? സോ എക്സ്റ്റേണൽ ടോർക്ക് 0 കണ്ടീഷൻ എന്റെ മക്കൾ മറക്കരുത് കേട്ടോ. എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുമ്പോഴാണ് ആംഗുലർ മൊമെന്റം കൺസേർവ് ആവുന്നത്. ഇനി പുഴുങ്ങിയ മുട്ടയും പച്ചമുട്ടയും കറക്കുന്നു, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെറൈറ്റിയാ. ഏതിനാണ് ആംഗുലാർ ആക്സിലറേഷൻ കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു I alpha എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം, അത് അവിടെ ഇരിക്കട്ടെ. എന്ന് പറഞ്ഞേ ആംഗുലർ ആക്സിലറേഷൻ ഏതിനായിരിക്കും കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിക്കാട്ടോ. മിസ് ഒരു ഹിന്റ് ഇട്ട് തരട്ടെ. നമ്മുടെ പുഴുങ്ങിയ മുട്ട കറക്കുമ്പോ അതിനുള്ളിലെ മാസ് മൂവ് ചെയ്യുന്നുണ്ടോ? അകത്തുള്ള മാസ് കട്ട പിടിച്ചു അല്ലെ? നമ്മുടെ ലൂസുള്ള നമ്മുടെ മുട്ട, അകത്തിരിക്കുന്ന മുട്ട എന്ത് ചെയ്തു? കൊയാഗുലേറ്റ് ചെയ്ത് നല്ല സൂപ്പറായിട്ട്. നിഖിൽ ഏതാണോ ഒന്നുകൂടെ പറയാൻ പറയുന്നത്? നിഖിൽ യൂട്യൂബ് ലൈവ് ആണ്, യു ക്യാൻ വാച്ച് ഹൗ മെനി ടൈംസ് യു വോണ്ട്. എത്ര വട്ടം വേണേലും വാച്ച് ചെയ്യാട്ടോ നിഖിലെ.
പച്ചമുട്ടയും പഴുത്ത മുട്ട പച്ചമുട്ടയും പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ മിസ് ഒന്നുകൂടെ പറഞ്ഞു. അതെങ്ങനെ പോയ മുട്ടയും പഴുക്കും. പച്ചമുട്ട കറങ്ങും, വേവിച്ച മുട്ട കറങ്ങാൻ പാടാണ്. അങ്ങനെ എഴുതി വെച്ചാൽ മണ്ടത്തരം ആവൂട്ടോ ലാസ്റ്റ്. ബോയിൽഡ് എഗ് വെരി ടേസ്റ്റ് അത്രേ. അത് തിന്നിരിക്കേണ്ടി വരും ഇങ്ങനെ പോയാ. പഴുക്കാൻ തുടങ്ങിയോ അഭിജിത്തെ? നോക്കിയേ, ഇമാജിൻ ഒരു മുട്ട പുഴുങ്ങിയെടുത്ത് എടുക്കുന്നു, ഒരു മുട്ട പച്ച എടുക്കുന്നു. പച്ച മുട്ട കറക്കുമ്പോൾ സെൻട്രിഫ്യൂഗേഷൻ കണ്ടിട്ടുണ്ടോ? സെൻട്രിഫ്യൂഗേഷൻ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? മാസ് ഫുൾ എങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും? സൈഡിലേക്ക്. ഒരു സാധനം ഇങ്ങനെ കറക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന മുട്ടയുടെ കണികകൾ അങ്ങ് ദൂരെ പോയി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. കറക്റ്റ് ഓർ നോട്ട്? കറങ്ങ ഒരു സാധനം എവിടേക്കാ കൂടുതൽ തെറിച്ചു പോവല്ല, അതിന്റെ മാസ് എവിടെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാം? എല്ലാവരും സൈഡിലേക്ക് നീങ്ങി നിൽക്കും. സോ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങ് ദൂരെയായി. സോ റേഡിയസ് കൂടി. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടോ ഇല്ലയോ? മൊമെന്റ് ഓഫ് കറക്റ്റ് അല്ലേ? മുട്ട എടുക്കണ്ട. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടോ ഇല്ലയോ? I is equal to mr² അല്ലേ? റേഡിയസ് കൂടി, മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടി. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിക്കഴിഞ്ഞാൽ അവിടെ ആംഗുലാർ ആക്സിലറേഷൻ കുറവാണ്. കേട്ടോ? ആംഗുലാർ ആക്സിലറേഷൻ കുറവാണ് ഐ കൂടിക്കഴിഞ്ഞാൽ. സോ ഇത് ഏത് മുട്ടയിലാ? ഉള്ളിലെ ആ ലിക്വിഡ് ഫോം അങ്ങ് നീങ്ങി തോടിനോട് ചേർന്ന് നിൽക്കും കറങ്ങുമ്പോ. സെൻട്രിഫ്യൂഗേഷനാ നടക്കുന്നത്. അപ്പൊ ഏത് മുട്ടയാ ആംഗുലർ ആക്സിലറേഷൻ കൂടുതല്? പുഴുങ്ങിയ മുട്ടയ്ക്ക്. കേട്ടോ? സെറ്റല്ലേ? ബോയിൽഡ് എഗിനാണ് ആംഗുലാർ ആക്സിലറേഷൻ കൂടുതൽ. കാരണം പച്ചമുട്ടയില് എന്ത് ചെയ്യുന്നു? പച്ചമുട്ടയില് സ്പിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ മാസ് ഫുള്ള് സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. നിങ്ങൾ ഇങ്ങനെ എന്തിനാ അധികം പറയുന്നത്? വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ വെള്ളം സൈഡിലേക്ക് നീങ്ങുന്ന പോലെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അത് ഞാൻ മാത്രം കണ്ടൊരു പ്രത്യേക പ്രതിഭാസമാണോ അത്? ആണോ മുഹമ്മദ് വിശാലെ? ഒരു ബക്കറ്റും വെള്ളം എടുക്കണോ? ബക്കറ്റും വെള്ളം വേണോ? വേണ്ട. ബക്കറ്റ് കൈയിട്ട് കറക്കിയ വെള്ളം ഇങ്ങനെ സൈഡിലേക്ക് നീങ്ങുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ? സെൻട്രിഫ്യൂഗേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കിനി ഒന്നും പറയാനില്ല. സോ പുഴുങ്ങിയ മുട്ടയും പച്ച മുട്ടയും വന്ന് ഇങ്ങനെ ആൻസർ എഴുതണം. ശരി കേട്ടോ? നിങ്ങൾ കൂടുതൽ പഠിപ്പിച്ചാലും പ്രശ്നം. A solid sphere of mass m and radius r start from rest and rolls down along an inclined plane of height h without slipping. Okay? So calculate the kinetic energy of the sphere when it reaches the ground and find the velocity when it reaches the base. എന്താ ചെയ്യുന്നത്? ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ, മാസ് എം ഉള്ള സ്ഫിയർ, സോളിഡ് സ്ഫിയർ ആണ്, റേഡിയസ് ആർ ആണ്. അതെന്ത് ചെയ്യാണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഉരുണ്ടുരുണ്ടുരുണ്ട് താഴേക്ക് ഇറങ്ങാം. എങ്ങനെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് താഴേക്ക് ഇറങ്ങാം. ഓക്കെ? സ്ലിപ്പ് ആവുന്നില്ല, സ്ലിപ്പ് ആവാതെ താഴേക്ക് ഇറങ്ങാണ്. അവിടെ എന്തൊക്കെ മോഷൻ വരുന്നുണ്ട്? അവിടെ എന്തൊക്കെ മോഷൻസ് വരുന്നുണ്ട് ഒന്ന് പറഞ്ഞേ എന്റെ മക്കള്. ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ റേഡിയസ് ആറുമായി ഒരു സോളിഡ് സ്ഫിയർ ഉരുണ്ട് ഇറങ്ങുവാണ്. അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? താഴെ എത്തൂട്ടെ. ഇപ്പൊ സ്ലിപ്പ് ഒന്നും ചെയ്യുന്നില്ല. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. മുകളിൽ ഇരുന്ന സാധനം നേരെ ചെരിഞ്ഞിറങ്ങി താഴെ എത്തിയോ ഇല്ലയോ? എത്തി. സോ ട്രാൻസ്ലേഷനും ഉണ്ട്. എന്താ ട്രാൻസ്ലേഷൻ? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ചെരിഞ്ഞിറങ്ങുന്ന പ്രോസസ്സ്. ഒരു നിരപ്പായ തറയിലൂടെ പോകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അതിൽ ഒരു പൊടി ഇവിടെ ഇരുന്നിരുന്നു, അത് ഇവിടെ എത്തി, നേരെ ഇവിടെ എത്തി. അത് ട്രാൻസ്ലേഷൻ. കറങ്ങുന്നത് റൊട്ടേഷൻ. ഇവിടെ രണ്ടും ഉണ്ടോ ഇല്ലയോ? രണ്ടും ഉണ്ട്. റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. യെസ്, റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ. മിഷാലിസ് ലൈക്ക് റോളിംഗ് അല്ലേ? യെസ്, ഇറ്റ്സ് റോളിംഗ്. നൗ കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ആൻഡ് ബേസിൽ എത്തുമ്പോഴത്തേന് അതിന് എത്ര വെലോസിറ്റി ഉണ്ടാവും കൂടെ എഴുതണം കേട്ടോ. നോക്കിക്കോ, ടോട്ടൽ എനർജി റൊട്ടേഷനും ട്രാൻസ്ലേഷനും തമ്മിൽ കൂട്ടണം. അവിടെ റൊട്ടേഷനും സംഭവിക്കുന്നുണ്ട്, ട്രാൻസ്ലേഷനും സംഭവിക്കുന്നുണ്ട്. സോ അത് രണ്ടും കൂടി കൂട്ടണം. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്റെ മക്കൾക്ക് അറിയാം, 12mv². ലീനിയർ മോഷനിലെ അതിലെ എമ്മിന്റെ റൊട്ടേഷണൽ അനലോഗായ ഐയും വിയുടെ റൊട്ടേഷണൽ അനലോഗായ ഒമേഗയ്ക്ക് സ്ക്വയറും ഇട്ടാൽ എന്തായി? 12i⍵² ആയി. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയി. പിടികിട്ടിയോ? സോ മിസ് പറയട്ടെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, എല്ലാത്തിന്റെയും റൊട്ടേഷണൽ അനലോഗ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എഴുതിയിട്ടുള്ളത് ഇല്ലേ? നോക്കിയിട്ട് പോണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് വി ഹാവ് എ ടേബിൾ. അതിൽ എന്തുണ്ട്? ഒരു സൈഡില് ഫുൾ ലീനിയറിന്റെ ഇക്വേഷൻസും അപ്പുറത്തെ സൈഡില് ഫുൾ
നമ്മുടെ റൊട്ടേഷന്റെ അതിന്റെ കറസ്പോണ്ടിങ് സാധനങ്ങളും ഉണ്ട്, നോക്കിയിട്ട് പോയിക്കോ. ഫുൾ എൻറ്റയർ ചാപ്റ്ററിൽ അതിലുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നതാണ്, അത് നോക്കിയിട്ട് പോക്കോ. സോ റൊട്ടേഷണൽ പ്ലസ് ട്രാൻസ്ലേഷൻ ഹാഫ് I ω² പ്ലസ് ഹാഫ് mv² വരും. ഇനി എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം മിസ് പറഞ്ഞുതരാം. ഒരു സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത് എത്രത്തോളം 2/5 mr² ആണ്. പഠിച്ചു വെച്ചു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഉപയോഗിക്കേണ്ടി വരും. അത് കാൽക്കുലേറ്റഡ് ആണ് ഓൾറെഡി കേട്ടോ. ഒരു സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5 mr² ആണ്. മിസ്സിന് ചെറിയൊരു കോൾഡ് ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് തൊണ്ട പിടിക്കുന്നത്. ഓക്കെ, 2/5 mr² ആണ് ഐയുടെ വാല്യൂ ഫോർ എ സോളിഡ് സ്ഫിയർ കേട്ടോ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ട് അപ്പൊ സെറ്റ് ആവും കാര്യങ്ങൾ. ഓക്കെ, സോ എന്ത് കിട്ടി? ഈ 2 കട്ട് ചെയ്ത് പോകുമ്പോൾ 1/5 mr² ω² എന്നാവും. ഓക്കെ, ഹാഫ് mv² ഇവിടെയുണ്ട്. ഇനി v is equal to r omega. അറിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ? അറിയില്ലെങ്കിൽ ദിസ് ഇസ് ദി ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇൻ റൊട്ടേഷണൽ മോഷൻ. v is equal to r omega ആണ്. കണ്ടോ, നമ്മുടെ v എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി, ലീനിയർ. നമ്മുടെ ഒമേഗ ആംഗുലാർ. അതിന്റെ കൂടെ വന്ന ബന്ധം നോക്കിക്കേ, ഒരു ആറിന്റെ ബന്ധം വന്നപ്പോ റൊട്ടേഷണൽ അൺലോഗായി. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ആറിന്റെ ബന്ധം വന്നപ്പോ റൊട്ടേഷണൽ അൺലോഗായി. വെരി ഈസി അല്ലെ? നമ്മുടെ ടോർക്കിലും r ക്രോസ് f വന്നു അല്ലെ. L is equal to r ക്രോസ് p വന്നു. ലീനിയർ മൊമെന്റത്തിന് കൂടെ ഒരു r വന്നാൽ റൊട്ടേഷനിലായി കേട്ടോ. സോ അത് ഓർത്ത് വെക്കുക. സോ v is equal to r omega എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സോ ഇവിടത്തെ r² ω² മിസ്സിന് v² എഴുതി കൂടെ, ബിക്കോസ് v is equal to r omega 1/5 mv² കേട്ടോ. 1/5 mv². സെറ്റ് അല്ലേ? പ്ലസ് ഹാഫ് mv². രണ്ടും കൂടെ കൂട്ടിയാൽ 7/10 mv². 7/10 mv². സോ കഴിഞ്ഞു. This is the expression for kinetic energy. അവിടെ എന്ത് ചെയ്യുന്നു? റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് I ω², ലീനിയർ ഹാഫ് mv², രണ്ടും കൂടി കൂട്ടണം. സോളിഡിന്റെ ഐക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, 2/5 mr². കാണാതെ പഠിച്ചോളാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, എഴുതിയിരിക്കാം. ഇനി എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഇതേ സാധനത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കൺസർവേഷൻ ഓഫ് എനർജി ആണല്ലോ. mgh is equal to ഈ റൊട്ടേഷൻ പ്ലസ് ഈ ട്രാൻസ്ലേഷൻ. സോ mgh is equal to 7/10 mv². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഇന്ന് v കണ്ടുപിടിക്കാം. ഒന്നും ചെയ്യാനില്ല കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ അഭിജിത്തെ, നിങ്ങൾ നന്നായി എക്സാം എഴുതിയിട്ട് വേണം. ഓ ഫൈൻ. അതെ, എനിക്കും ഒന്ന് വിശ്രമിക്കണം. അത് വെറുതെ. ശരി, മാച്ച് ദി ഫോളോയിങ്. ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ. മാച്ച് ദി ഫോളോയിങ്. ടോർക്ക്. ഓക്കെ, ആറിന്റെ ബന്ധം കണ്ടുപിടിച്ചാൽ എളുപ്പമായി കാര്യങ്ങളൊക്കെ അല്ലേ? r ക്രോസ് എഫ് ടോർക്ക് ബന്ധിപ്പിക്കാം. ആംഗുലർ മൊമെന്റം, ലീനിയർ മൊമെന്റത്തിന്റെ കൂടെ r വന്നാൽ പെർപെൻഡിക്കുലർ ടു r ആൻഡ് p. r ക്രോസ് p അല്ലേ? r ക്രോസ് p ആണ് ആംഗുലർ മൊമെന്റം L. സോ അങ്ങനെ വന്ന ക്രോസ് പ്രൊഡക്റ്റ് L-ന് പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. r-നും p-ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും L. ഇവർ മൂന്നുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്ന് അറിഞ്ഞു വെച്ചേക്കും. റൊട്ടേഷണൽ ഈക്വിലിബ്രിയം. റൊട്ടേഷണൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോർക്ക് 0. റൊട്ടേഷണൽ ഈക്വിലിബ്രിയം. നമ്മളൊരു സാധനം ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞാൽ അതിനവിടെ ഇഫക്റ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ അനങ്ങാതിരിക്കണം അല്ലെ? അപ്പൊ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ സം ഓഫ് ടോർക്ക്, റൊട്ടേഷണൽ ഫോഴ്സ് ഒന്നും ഇല്ല, അത് 0 ആണ്. ഓക്കെ, ഇനി ലീനിയർ വെലോസിറ്റി. ഇതേ നോക്കിയേ, ആംഗുലർ വെലോസിറ്റിയുടെ കൂടെ r-ന്റെ ബന്ധം വന്നപ്പോ ലീനിയർ വെലോസിറ്റി. പിടി കിട്ടുന്നുണ്ടോ? കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വെരി ഈസി, വെരി വെരി ഈസി കേട്ടോ. യെസ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് സ്പീഡാക്കാൻ നമുക്ക്. എത്ര മണിയായി? യെസ്. So, starting from rest, a solid sphere rolls down on an inclined plane of a vertical height h without slipping. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു solid sphere ഉരുണ്ടുരുണ്ട് ഇറങ്ങാണ്. m is the mass, r is the radius of the sphere. Write an equation for the moment of inertia of the above sphere about a diameter. എന്തെഴുതും? I is equal to 2/5 mr². I is equal to 2/5 mr². നേരത്തെ കണ്ടില്ലേ?
അതാണ് എഴുതേണ്ടത് കേട്ടോ. പ്രൂവ് ദാറ്റ് ദി വെലോസിറ്റി വിത്ത് വിച്ച് ദി സ്ഫിയർ റീച്ചസ് ദ ബോട്ടം ഓഫ് ദി പ്ലെയിൻ ഇസ് 1.2 റൂട്ട് gh. പ്രൂവ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. സ്ഫിയർ താഴെ എത്തുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി 1.2 റൂട്ട് gh ആവുമെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ അഭിജിത്തെ, അത് മിക്കവാറും ഒരു 2 മണിക്കൂറാവും. Okay, so if instead of sphere another object of same mass and radius with a different shape is used in the above experiment, will it reach the bottom with the same or different velocity? അവിടെ ഡിഫറെന്റ് വെലോസിറ്റി എന്നാണ് കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താ പ്രൂവ് ദാറ്റ് അതിന്റെ ബേസിൽ എത്തുമ്പോഴത്തേനും വെലോസിറ്റി 1.2 ടൈംസ് റൂട്ട് gh ആവുമെന്ന്. ഇനി സ്ഫിയറിന് പകരം മറ്റേതെങ്കിലും ഷേപ്പിലുള്ള ഒരു വസ്തു ഇതുപോലെ താഴേക്ക് ഇറക്കിയാൽ ഇതേ വെലോസിറ്റിയിലാണോ മൂവ് ചെയ്യുക അതോ ഡിഫറെന്റ് വെലോസിറ്റിയിലാണോ മൂവ് ചെയ്യുക? വാട്ട് ഡു യു തിങ്ക്? ഒബ്വിയസ്ലി ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക കേട്ടോ. യെസ്, സോ ദിസ് ഇസ് ദി ആൻസർ 2/5 mr². ഇനി potential energy is converted into translational kinetic energy and rotational kinetic energy. കറക്റ്റ് അല്ലേ? ഇവിടെ ഇരുന്നിരുന്ന സ്ഫിയർ ആദ്യം പൊട്ടൻഷ്യൽ എനർജി ഉള്ള ആളായിരുന്നു. ആളിങ്ങനെ ഉരുണ്ട് താഴേക്ക് വരുംതോറും അതിന്റെ എനർജി ട്രാൻസ്ലേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയി അല്ലെ. റൊട്ടേഷന് വേണ്ടി ആ കൈനറ്റിക് എനർജി ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്ലേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആ എനർജി, ആ പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. മുകളിലിരിക്കുമ്പോൾ അതിനുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് ഉരുണ്ട് വരാനും നീങ്ങി വരാനും ഉപയോഗിക്കുന്നു. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, നേരത്തെയും പൊട്ടൻഷ്യൽ എനർജിയോട് ഇക്വേറ്റ് ചെയ്തത് ഓർക്കുന്നില്ല, രണ്ടും കൂടെ ആഡ് ചെയ്ത റീസൺ ഇതാ. മുകളിലിരിക്കുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് അവര് ട്രാൻസ്ലേഷനും റൊട്ടേഷനും നടത്തുന്നത്. So we have to add and equate. So half mv² plus half I omega², half mv² plus 1/5 mr² omega². നേരത്തെ ചെയ്ത സെയിം മെത്തേഡ്. So mgh is equal to half mv² plus 1/5 mr² omega². അതിനല്ലേ മുകളിൽ എഴുതിയത്. So half mv² plus half 1/5 mv². എന്തുകൊണ്ടാ? r ഒമേഗയ്ക്ക് v കൊടുത്തു. മക്കളെ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ മറ്റൊരു രൂപം, ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ, അല്ലെങ്കിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയേ, 7/10 mv² എന്നല്ലേ കിട്ടിയത്. 7/10 mv² എന്ന് പറഞ്ഞാൽ എന്താ? 7/10 mv², ദാറ്റ് ഈസ് റൂട്ട് 10/7 gh ആണ് കേട്ടോ. റൂട്ട് 10/7 gh ആണ് കേട്ടോ. സെറ്റ് അല്ലേ? കാരണം എന്താ, ഇവിടെ ഈക്വൽ ടു mgh എന്നുണ്ടേ, mgh ഈക്വൽ ടു ആണേ. സോ mgh is equal to 7/10 mv² എന്നാണ്. എമ്മും എമ്മൊക്കെ കട്ട് ചെയ്ത് പോവും. പിന്നെ എന്താ ഉള്ളത് നമുക്ക്? ഇത്രേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആണ്. സോ v² മാത്രം അവിടെ നിർത്തും. സോ v² is equal to 10/7 gh എന്ന് കിട്ടും. ഫ്രം ദാറ്റ് v is equal to square root of 10/7 gh എന്ന് കിട്ടും. ഓക്കെ, ഈ റൂട്ട് 10/7 ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന 1.2 കിട്ടും കേട്ടോ. റൂട്ട് 10/7 ചെയ്താൽ 1.2 കിട്ടും കേട്ടോ. ഹെൻസ് പ്രൂവ്. ഓക്കെ, ഇനി ഡിഫറെന്റ് വെലോസിറ്റി. സിയുടെ ആൻസർ എന്താ? സെയിം വെലോസിറ്റി ആണോ ഡിഫറെന്റ് വെലോസിറ്റി ആണോ? ഡിഫറെന്റ് വെലോസിറ്റി. മറ്റൊരു ഷേപ്പിലുള്ള ബോഡി അല്ലേ, അവിടെ എന്തായാലും അതിന്റെ വാല്യൂ 2/5 mr² ആവില്ലല്ലോ. സോ ഡിഫറെന്റ് വെലോസിറ്റിയിലായിരിക്കും കേട്ടോ, വേറൊരു ബോഡി ആണെങ്കിൽ. യെസ്, മിസ് മുന്നോട്ട് പോയിക്കോട്ടെ. സെറ്റ് അല്ലേ? സോ ഇവിടെ 2/5 mr² എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ. ഓക്കെ, obtain the relation between linear velocity and angular velocity. Linear velocity ആരാ? v. Angular velocity ആരാ? omega. What is the relation? ഒരു r-ന്റെ ബന്ധം. v is equal to r omega. ഒരു r-ന്റെ ബന്ധം, അത്ര മാത്രം മതി. ഇതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിന്റെ കേട്ടോ, റൊട്ടേഷണൽ അനലോഗ്. സോ തുടങ്ങിക്കോ. നമ്മൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? v is equal to r omega എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഡെൽറ്റ തീറ്റ ബി ദി ആംഗിൾ കൺസ്ട്രക്റ്റഡ് ബൈ ദി ബോഡി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി. ഡെൽറ്റ തീറ്റ ആണ് ഒരു ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റി ഇക്വേഷൻ ഒമേഗ is equal to d തീറ്റ ബൈ dt. അതിന്റെ നമുക്ക് അറിയാമോ? ലീനിയർ വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഇതേ സാധനം സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോ എങ്ങനെ ഇരിക്കും? ഒരു ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ ആണ്, ആംഗിൾ തീറ്റയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ തീറ്റ. സോ ഡി എസിന് പകരം സർക്കുലർ മോഷനിൽ ഡി തീറ്റയാണ്. സോ ഒമേഗ വിൽ ബി ഡി തീറ്റ ബൈ ഡി ടി അല്ലെ. സർക്കുലർ മോഷനിൽ ഒരു ഒബ്ജക്ട് ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിലേക്ക് എങ്ങനെയാ മൂവ് ചെയ്യുക? ഒരു ആർക്ക് പോലെ. സോ അതിനിടയിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ് അവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗിളിന്റെ ബേസിസിലാണ് ഡിസ്പ്ലേസ്മെന്റ് പറയാം. സോ അതേ ബൈ ടൈം ആണ് ആംഗുലർ
velocity. So omega is equal to delta theta by delta t. Okay. ഇനി if the distance traveled by the object during the time delta t is delta r, നമ്മളെ ഒരു ഡെൽറ്റ ടി ടൈമിൽ ഡെൽറ്റ ആർ ആണ് മൂവ് ചെയ്തത്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ. ഓക്കെ, ഡെൽറ്റ ആർ ആണ് മൂവ് ചെയ്തത്, ടൈം ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ലീനിയർ വെലോസിറ്റി, ശരി, ആംഗുലർ വെലോസിറ്റി ഡി തീറ്റ ബൈ ഡി ടി, ലീനിയർ വെലോസിറ്റിയോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഓക്കെ, കുഞ്ഞു ടൈമിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ആർക്ക് പോലെയല്ല, സ്ട്രേറ്റ് ലൈൻ പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കുഞ്ഞു ടൈം ഇന്റർവെല്ലിലേക്ക് ചുരുക്കുമ്പോൾ സോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി വിൽ ബി ലീനിയർ വെലോസിറ്റി ഇക്വേഷൻ, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി വിൽ ബി ഒമേഗയുടെ ഇക്വേഷൻ. സെറ്റില്ലേ മക്കളെ? സെറ്റില്ലേ? ഓക്കെ, സോ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട. നമുക്ക് ഫിഗർ ഇങ്ങനെ സിമ്പിൾ ഫിഗർ വരച്ച് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പി പി ഡാഷ് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇവിടെ പിയും പി ഡാഷും വേണമെന്നില്ല, അത്രയ്ക്കൊന്നും മാർക്ക് ചെയ്ത് അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ജസ്റ്റ് എഴുതിയാലും മതി. ഡെൽറ്റ ആർ ആർക്കാണ്, തീറ്റ അതാണ്. മായ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിള് ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പി ഡാഷിലേക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഡെൽറ്റ എസ് എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ ആർ എന്നോ എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ രണ്ടും എടുക്കാറുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പി പി ഡാഷ് ഈസ് ഡെൽറ്റ എസ് കേട്ടോ. സോ ദിസ് ഇസ് ദി ആംഗിൾ തീറ്റ. കേട്ടോ മക്കളെ? സോ വിയുടെ ഇക്വേഷൻ കിട്ടി, തീറ്റയുടെ ഇക്വേഷൻ കിട്ടി. ഫ്രം ദിസ് നമുക്ക് എന്ത് എഴുതാം? മുന്നോട്ട് പോകുന്നു. വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ്. എങ്ങനെയാണ് ഈ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ആയത്? സോ അതേ ഫിഗർ മിസ് ഇവിടെ വരച്ചു തരാം. ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇവിടെ തീറ്റയുണ്ട്, ഇത് റേഡിയസ്, ഇത് നമ്മുടെ ഡെൽറ്റ ആർ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടവരുണ്ടോ? ഇല്ലെങ്കിൽ കേൾക്കണം. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്രം ദിസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ആർ, അല്ലെങ്കിൽ ആർ ഡെൽറ്റ തീറ്റ. ഇവിടെ ഡെൽറ്റ വെച്ചിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. സോ ഡെൽറ്റ തീറ്റ. സെറ്റ് ആണോ? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ഡെൽറ്റ തീറ്റ. എങ്ങനെ കിട്ടിയത്? അറിയാത്തവർ എഴുതി വെച്ചോ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. സെറ്റില്ലേ? സോ നമ്മൾ ചെറിയ ഇന്റർവെല് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഡെൽറ്റ തീറ്റയ്ക്ക് പകരം ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാമെന്ന് പറയുന്നു. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി. വാട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി? വാട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി? d theta is angular displacement by time, that is angular velocity omega. Put this as omega, so we get the relation between linear velocity and angular velocity. V is equal to r omega. Set ano? V is equal to r omega. എന്ത് പറ്റി മെഹർബാന? എന്ത് പറ്റി? എന്റെ തൊണ്ട പിടിക്കുന്നു ഞാൻ ശബ്ദം ഉയർത്തുമ്പോ. V is equal to r omega. കേട്ടോ? സെറ്റല്ലേ? ശരി, മുന്നോട്ട് പോവാണ് കേട്ടോ. കൂടുതൽ ചളി പറഞ്ഞ് നമ്മുടെ യൂട്യൂബിലെ പാവം മക്കളെ ഓടിപ്പിക്കണ്ടല്ലോ മെഹർബാന. മനസ്സിലാവുന്നുണ്ടോ എന്റെ സിറ്റുവേഷൻ? ശരി. A solid cylinder of mass m 20 kg rotates about its axis with angular speed 100 rad per second. Okay? The radius of the cylinder is 0.25 meter. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of angular momentum of the cylinder? ഇതാണ് question. Angular momentum ചോദിച്ചിട്ടുണ്ട്, ഒമേഗ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും ചോദിച്ചിട്ടുണ്ട്. തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെഴുതിക്കോ. അപ്പൊ തന്നെ പിടി കിട്ടും എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ കാണുമ്പോൾ തന്നെ. മാസ് ഓഫ് ദി സിലിണ്ടർ 20 കിലോഗ്രാം, ആംഗുലർ വെലോസിറ്റി ഒമേഗ, എം, റേഡിയസ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. I is equal to half mr². ഓക്കെ, എം ഉണ്ട് ആറും ഉണ്ട് കണ്ടോ. അപ്പൊ അത് വെച്ച് നമുക്ക് ഒന്ന് I കണ്ടുപിടിക്കാം ആദ്യം. ഓക്കെ, so half into I is equal to half mr², moment of inertia. അതെങ്ങനെയാ മിസ്സേ ഹാഫ് mr² കിട്ടിയ സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അങ്ങനെയാണ് കേട്ടോ. നേരത്തെ 2/5 mr² എന്ന് കിട്ടിയില്ലേ, അതുപോലെ 1/2 mr². കേട്ടോ? സിലിണ്ടറാ തന്നിരിക്കുന്ന. നേരത്തെ സോളിഡ് സ്ഫിയർ, ഇപ്പൊ സോളിഡ് സിലിണ്ടർ.
സോ ഹാഫ് ഇൻറ്റു എമ്മിന് 20 ഇൻറ്റു ആറിന് 0.25 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് ഒരു വാല്യൂ കിട്ടി. ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണം, അതുകൊണ്ടാണ് നമ്മൾ അത് കണ്ടുപിടിച്ചത്. സോ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു ഐ എന്താ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഒമേഗ 100 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, ഇത്രയാണ് 3125 ജൂള്. ഇനി ആംഗുലർ മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഐ ഒമേഗ, ഐയും കണ്ടുപിടിച്ചു, ഒമേഗ ക്വസ്റ്റ്യനിലുണ്ട്. സോ 0.625 into 100 that is this. സിമ്പിൾ അല്ലേ ജിയ കുട്ടി? സെറ്റ് അല്ലേ? സോ ഇതൊക്കെയാണ് കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന ഇക്വേഷൻ അറിയുന്ന, ആംഗുലർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ ഐ തന്നിട്ടില്ല, ഐ കണ്ടുപിടിക്കാനാണല്ലോ എമ്മും ആർ സ്ക്വയറും തന്നേക്കുന്നത്. സിലിണ്ടർ ആയതുകൊണ്ട് ഹാഫ് എം ആർ സ്ക്വയറിന് എടുക്കേണ്ടി വന്നു. ഇത്രയും മുന്നോട്ട് പോയിക്കോട്ടെ. സോളിഡ് ആണെങ്കിൽ 2/5 സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 എം ആർ സ്ക്വയർ എന്ന് എടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ്, ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആർ ക്രോസ് എഫ്, ടോർക്ക് കേട്ടോ. ടോർക്ക് റൊട്ടേഷണൽ ഫോഴ്സ് റൊട്ടേഷനിലേക്ക് എത്തുമ്പോൾ എന്താവും? ടോർക്ക്. ഓക്കെ, so a cord of negligible mass is wound round the rim of a flywheel mounted on a horizontal axis. ഒരു ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഫിസിക്സിലൊക്കെ നമ്മുടെ ലാബിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ ഫ്ലൈ വീൽ. എ കോഡ് ഓഫ്, അതൊരു വള്ളിയിലാവും തൂക്കി കിടക്കുന്നുണ്ടാവാം. ഓക്കെ, കാൽക്കുലേറ്റ്, നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ദി ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദി വീൽ ഇഫ് സ്റ്റഡി പുൾ ഓഫ് 25 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദി കോഡ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഫ്ലൈ വീൽ തന്നിട്ടുണ്ട്, mr²/2 ആണ്, ആൻഡ് റേഡിയസ് 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. പിടിയോ? സോ വാട്ട് വി ഹാവ് ടു ഡു, I is equal to mr²/2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ I കണ്ടുപിടിച്ചു. ടോർക്ക് ടോ is equal to ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ആർ ക്രോസ് എഫ്. സോ 25 ഇൻറ്റു 0.2 ആണത്. ഓക്കെ, സോ ടോർക്ക് 5 ന്യൂട്ടൺ മീറ്റർ ആണെന്നും കിട്ടി. ഇനി അടുത്തൊരു റിലേഷൻ കണ്ട, ടോർക്ക് ടോയിനെയും ആംഗുലാർ ആക്സിൽ, ഇതാരെയും ആൽഫ. ലീനിയർ മോഷനിൽ ആക്സിലറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ റൊട്ടേഷൻ അല്ലാത്ത മോഷനിൽ ആക്സിലറേഷൻ ആണെങ്കിൽ അതിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ആൽഫ ട്ടോ. ആക്സിലറേഷൻ, റൊട്ടേഷണൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. സോ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ആവശ്യമുണ്ട് കേട്ടോ, ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മിസ്സിന്റെ ഡെറിവേഷൻ ഉണ്ട്, മിസ് കാണിച്ചു തരാം. 2 സ്റ്റെപ്പേ ഉള്ളൂ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. യെസ്, അതിലിട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആൽഫ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗുലർ ആക്സിലറേഷനിൽ കണ്ടുപിടിക്കേണ്ടത് ടോ ബൈ ഐ വരും. ടോ 5 ആണ്, 5/0.4 ചെയ്യുമ്പോൾ ഓക്കെ, സെറ്റ് അല്ലേ? ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് അറിയണം. അതിലിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ടോയും ഐയും ആൽഫയും അറിയണമായിരുന്നു. ആൽഫ കണ്ടുപിടിക്കണം. സോ ടോയും ഐയും അറിയണമായിരുന്നു. സോ ടോയും കണ്ടുപിടിച്ചു, ഐയും കണ്ടുപിടിച്ചു. സെറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. സോ മിസ് മുന്നോട്ട് പോകുന്നു. Find the torque of a force 7i plus 3j minus 5k about the origin. The force acted on a particle whose position vector is i minus j plus k. Position vector തന്നിട്ടുണ്ട്, അഥവാ r. ഫോഴ്സ് തന്നിട്ടുണ്ട് f. കണ്ടുപിടിക്കാൻ പറയുന്നത് ടോർക്ക്. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും? r ക്രോസ് f കണ്ടുപിടിക്കും. എങ്ങനെയാ മിസ്സേ വെക്ടറിന്റെ ഫോമിൽ തന്ന r ക്രോസ് f കണ്ടുപിടിക്കാം? r തന്നു, f തന്നു, ടോർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു r ക്രോസ് f ആണ്. വെക്ടർ ഫോമിൽ തന്നാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആഫ്റ്റർ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഒരു ഡിറ്റർമിനന്റ്, മാത്സിലെ ഡിറ്റർമിനന്റ് പഠിച്ച മക്കളാണോ? മാത്സിലെ ഡിറ്റർമിനന്റ് പഠിച്ച മക്കളാണോ? ആണോ? അല്ല, ഞാൻ ഒരു വട്ടം ആഫ്റ്റർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാട്ടാ. സോ എനിവേസ്, നമ്മുടെ IJK കമ്പോണൻസ് ഉണ്ടല്ലോ, അവരെ നിരത്തി എഴുതാം ആദ്യം. ഫസ്റ്റ് റോ ഇസ് IJK. എന്താണ്? IJK. ഇനി ഐയുടെ കോഎഫിഷ്യന്റ് ഫസ്റ്റത്തെ ആളാരാ? ആർ ക്രോസ് എഫ് ആണ്. ഇനി ആറിന്റെ റോ ആണിത്, എഫിന്റെ റോ ആണ് ഇത്. അതാലോചിക്കാം. IJK കമ്പോണൻസ് ഫസ്റ്റ് റോ പിടിച്ചു. അടുത്ത റോ ആരാണോ ഫസ്റ്റ് ടേം, ആർ ക്രോസ് എഫിലെ 6. സോ ആറിന്റെ ലൈൻ ആണ്, അടുത്തത് എഫിന്റെ ലൈൻ ആണ്. സെറ്റ് അല്ലേ? സോ ഡിറ്റർമിനന്റ്, മാത്സിലെ ഡിറ്റർമിനന്റ് ആണ് IJK. കമ്പോണൻസിനെ ഫസ്റ്റ് എഴുതി. ആറിന്റെ ഐയുടെ കോഎഫിഷ്യന്റ് ഐയുടെ താഴെ എഴുതണം, ദാറ്റ് ഈസ് 1. ജെയുടെ -1, കെയുടെ 1. മൈനസ് ഉണ്ടെങ്കിൽ എടുക്കണേ മക്കളെ, മൈനസ് ഉണ്ടെങ്കിൽ എടുക്കണം. പിടികിട്ടിയോ? ഇനി എഫിന്റെ കമ്പോണൻസ് 7, 3, -5. ഇത് എഴുതലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നതാണ് ഇത്. മാത്തമാറ്റിക്സ് ആണ്, പ്യുവർ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. സോ ഇനി എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ഓരോ കമ്പോണന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഐ ഇൻറ്റു എന്ന് എഴുതണം. ഫസ്റ്റ് തന്നെ ഐ കമ്പോണന്റ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ടൊരു ടേം വരും. ഐയുടെ കൂടെ പ്ലസ് അല്ലേ, പ്ലസ് ആണ് കേട്ടോ. ഇനി മൈനസ് ജെ ഇൻറ്റു എന്ന് പറഞ്ഞിട്ടൊരു ടേം വരും. ഇനി പ്ലസ്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ ആലോചിക്കാം. ഐ പ്ലസ് ആണ്, അത് ഓൾറെഡി ഫസ്റ്റ് ടേം ആയതുകൊണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഒന്നും ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഐ ഇൻറ്റു ഒരു ടേം വരും, മൈനസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് വന്നു, മൈനസ് ജെ ഇൻറ്റു ഒരു ടേം വരും, പ്ലസ് കെ ഇൻറ്റു ഒരു ടേം വരും. ഇത്രയും ആദ്യം ആലോചിച്ച് വെക്കാം. ഇനി ഐ ഇൻറ്റു എന്ത് വരും എന്നറിയാൻ ഐ വരുന്ന റോയും കോളവും അങ്ങ് വെട്ടുക. ക്വസ്റ്റ്യൻ പേപ്പർ വെട്ടരുത്, മനസ്സിൽ വെട്ടുക. എന്നിട്ട് ഇവര് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, നോക്കിക്കേ, ഐ ഇൻറ്റു -1 ഇൻറ്റു -5, നടുവിലിടേണ്ട സൈൻ മൈനസ്, അത് ഫിക്സ്ഡ് ആണ്. നടുവിലിടേണ്ട സൈൻ മൈനസ്, അത് ഫിക്സ്ഡ് ആണ്. മൈനസ് 1 ഇൻറ്റു 3 സെറ്റ് അല്ലേ, ഇൻറ്റു ഐ. ഇനി ജെയുടെ കൂടെയുള്ള ടേം നോക്കിക്കോ, ജെ ഉള്ള റോയും കോളം വെട്ടിക്കോ. 1 ഇൻറ്റു -5, then 1 ഇൻറ്റു 7, നടുവില് മൈനസ്. സെറ്റില്ലേ, സെറ്റില്ലേ. ഇനി കെ ഉള്ള റോയും കോളവും വെട്ടിക്കോ. സോ പ്ലസ് കെ ഇൻറ്റു 1 ഇൻറ്റു 3 മൈനസ് 7 ഇൻറ്റു -1. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5 - 3 2i 12j 10k എന്ന് കിട്ടും. ഇവിടെ 7 + 3 എന്നൊക്കെ വരും. സോ 10k കിട്ടും. സോ നിങ്ങൾ പൊസിഷൻ ടോർക്ക് ടോനെയും വെക്ടർ ഫോമിൽ തന്നെ എഴുതാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഏത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാലും യു ക്യാൻ ഡു ദി സെയിം. കിട്ടിയോ? കിട്ടുന്ന ടോർക്കിൽ ഒബ്വിയസ്ലി ഐ ജെ കെ ഉണ്ടാവും, പേടിക്കണ്ട. ടോർക്ക് വെക്ടർ അല്ലേ? യെസ്. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്. മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. ആഫ്റ്റർ ക്ലാസ്സിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദി റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ? ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് ടോർക്ക്. ഇമ്പോർട്ടൻസ് മനസ്സിലായോ? എപ്പോഴും ചോദിക്കും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഓപ്പൺ ഓർ ക്ലോസ് ദ ഡോർ ബൈ അപ്ലൈങ് ഫോഴ്സ് അറ്റ് ഹിഞ്ചസ്. ബൈ ഹിഞ്ചസ് എന്ന് പറഞ്ഞാലില്ലേ, ഒരു ഡോറിന്റെ ആ വിജാഗിരി ഇല്ലേ മക്കളെ, ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇവിടെ ഉണ്ടാവുന്നതാണ് ഹിഞ്ചസ്. ഓക്കെ, സോ ഹിഞ്ചസിന്റെ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഡോർ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആലോചിക്കുക, നമ്മുടെ ഡിസ്റ്റൻസ് കൂടും തോറും ആണ് നമ്മുടെ ടോർക്ക് കൂടുക. ടോർക്കിന്റെ ഇക്വേഷൻ എഴുതുക, ആർ ക്രോസ് എഫ്. സോ ആർ കൂടിയാലാണ്, അതായത് ആർ എന്ന് പറഞ്ഞാൽ ആരാ, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് കൂടിയാലാണ് ടോർക്ക് കൂടുക. നമുക്ക് റൊട്ടേഷൻ ഇഫക്റ്റ് കൂടിയാലാണ് ഈസിലി തുറക്കാൻ പറ്റുക. സോ ഇക്വേഷൻ വെച്ച് എഴുതിയാൽ മതി. വെൻ വി അപ്ലൈ ഫോഴ്സ് അറ്റ് ഹിഞ്ചസ്, ഹിഞ്ചസിൽ പോയി അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 6 അപ്പൊ ടോർക്ക് 0, റൊട്ടേഷനേ ഉണ്ടാവുന്നില്ല, റൊട്ടേഷനേ 0. ഹിഞ്ചസിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ 6 ഉണ്ടോ? അവിടെ ഇല്ല. ഹിഞ്ചസ് എവിടെയായിരിക്കുന്നത്? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ, അതായത് 6 പിടിയോ. സോ ഇതൊരിക്കലും റൊട്ടേഷൻ ഉണ്ടാക്കില്ല. ടോർക്ക് 0 ആണെങ്കിൽ ഒരിക്കലും അവിടെ റൊട്ടേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ പിടിച്ച് വാതിൽ തുറക്കരുതെന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇത് നമ്മൾ ചെയ്തതാണ്. നോക്കാം. The moment of inertia of a disk of mass and radius are about an axis passing through its center and perpendicular to its plane is mr²/2. ഓക്കെ, ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ I is equal to mk² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ തന്നേക്കുന്ന I mr²/2, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നേരത്തെ ഈ മോഡലറിന് ചെയ്തു. ഓക്കെ, എം കട്ട് ചെയ്ത് കളയണേ, മറക്കരുത് കേട്ടോ. k² is equal to r²/2. So for sure k is equal to square root of r²/2. So which is equal to r/√2. Radius of gyration k. I is equal to mk². 3 സെന്റിമീറ്റർ അകലെ വെച്ച്. ഓ ആയിക്കോട്ടെ അഭിജിത്തെ, കഴിവ് തന്നെ. മിസ് മുന്നോട്ട് പോയിക്കോട്ടെ. യെസ്, ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി വാട്ട് ഈസ് ദി അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആറുമായി ബന്ധം വരുന്നത് mr². I മൊമെന്റ് ഓഫ് ഇനേഷ്യ കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ is the rotational analog of mass. Okay, what are the factors on which the moment of inertia of a rigid body depends? Moment of inertia depend ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വെച്ച് എന്റെ മക്കൾ ഇക്വേഷൻ എഴുതി നോക്കുക. ടോർക്കിന് ചോദിച്ച ടോർക്കിന്റെ ഇക്വേഷൻ എഴുതുക, r×f അഥവാ rf sin θ. സോ അപ്ലൈ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെ മാറ്റർ ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിനെ മാറ്റർ ചെയ്യുന്നുണ്ട്, ഏത് ആംഗിളിൽ
ചെയ്യുന്നു എന്നുള്ളതിനെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഫാക്ടേഴ്സ്. സോ ഐ ഈസ് ഈക്വൽ എം ആർ സ്ക്വയറിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി സോ മാസിനെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങനെ കിടക്കുന്നു അതിന്റെ ഓറിയന്റേഷൻ അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പച്ചമുട്ട സ്പിൻ ചെയ്തപ്പോ ആക്സിസിൽ നിന്ന് നമ്മുടെ മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങ് നീങ്ങി ചുറ്റിയിരുന്നു. അപ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിയില്ലേ, മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടി, ഡിസ്റ്റൻസ് കൂടി. സോ അവിടെ ആംഗുലർ ആക്സിലറേഷൻ കുറഞ്ഞു. അതുകൊണ്ട് അവിടെ സ്പിന്നിങ് കുറവാണ്, അല്ലെങ്കിൽ സ്പിന്നിങ്ങിന്റെ ആംഗുലർ ആക്സിലറേഷൻ കുറവാണ്. പച്ചമുട്ടയില്, പുഴുങ്ങിയ മുട്ടയിലാണ് കൂടുക. ഞാൻ ഇപ്പോഴും അവിടെ നിന്ന് വിട്ടിട്ടില്ല നമുക്ക്. ശരി കേട്ടോ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് കേട്ടോ. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇക്വേഷൻ വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അനലോഗ് ഓഫ് മാസും ഫോഴ്സും എന്താ, മൊമെന്റ് ഓഫ് ഇനേഷ്യയും ടോർക്കും അറിയാലോ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ, ഹാഫ് എം വി സ്ക്വയറിന് പകരം എമ്മിന് പകരം ഐ കൊടുക്കണം, വിക്ക് പകരം ഒമേഗ കൊടുക്കണം, ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് പ്രൂവ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, സെറ്റ് അല്ലേ? സോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഹാഫ് എം ഇൻറ്റു വിക്ക് ആർ ഒമേഗ എന്ന് കൊടുത്താൽ നടക്കുമോ? വിക്ക് ആർ ഒമേഗ എന്നൊരു ഇക്വേഷൻ ഉണ്ട്, ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. കറക്റ്റ് അല്ലേ? എം ആർ സ്ക്വയർ ഈസ് ഐ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. എങ്ങനെയുണ്ട്? മിസ്സിന്റെ കൂടെ എഴുതി നോക്കിക്കോ. വെരി ഈസി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ തുടങ്ങാം. വിക്ക് ആർ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ ഒമേഗ ഹോൾ സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. എം ആർ സ്ക്വയർ ഇസ് ഐ. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. പ്രൂവ് ചെയ്തില്ലേ? ഡിറൈവ് ചെയ്തില്ലേ നമ്മള്? എന്ത് ഡിറൈവ് ചെയ്തു? എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. റൊട്ടേറ്റിംഗ് ബോഡിയുടെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതിക്കോട്ടെ ഭംഗിയായിട്ട്. വെറുതെ ഇങ്ങനെ ഒരു ബോഡി വരച്ച് ആക്സിസ് വരച്ച് ആർ മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വരച്ചോ ഭംഗിക്ക്. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. സെറ്റിലെ മക്കളെ, സെറ്റിലെ. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണ്ട, മിസ് ചെയ്ത പോലെ ചെയ്താൽ മതി. ഇത് കുറെ പോയിന്റിൽ കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് പാർട്ടിക്കിളിന് ഹാഫ് M1 R1 ഒമേഗ സ്ക്വയർ, സെക്കൻഡ് പാർട്ടിക്കിളിന് ഇത്, തേർഡിന് ഇത്, പിന്നെ ടോട്ടൽ വരുമ്പോ സം ഇത് വരും. അതിൽ സിഗ്മ എം ആർ സ്ക്വയർ ഐ ആണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞ പേജിൽ ചെയ്ത പോലെ ഈസി ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. യെസ്. സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ തീരാൻ പോവാണ് കേട്ടോ ഈ ചാപ്റ്റർ. അത് കഴിഞ്ഞ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകും. അതും 5 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. കുറെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിസ് കാണിച്ചു തരാം. The angular speed of a rotating body changes from omega 1 to omega 2. ആംഗുലർ മൊമെന്റം എന്ത് ചെയ്യുന്നു? omega 1 ഉണ്ടായിരുന്നത് omega 2 മാറുന്നു വിത്തൗട്ട് അപ്ലൈങ് an external torque. ഓക്കെ, അവിടെയാണ് എന്റെ മക്കള് പോയിന്റ് പിടിക്കേണ്ടത്. വിത്തൗട്ട് അപ്ലൈങ് an external torque എന്ന് പറഞ്ഞാൽ ടോർക്ക് ടോ എന്താ? 0. ടോർക്ക് 0 ആവുമ്പോ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ്. വെരി ഗുഡ് വൈഷ്ണവി. ഐ എം ഇംപ്രസ്ഡ് വിത്ത് യുവർ പെർഫോമൻസ് ടുഡേ. ചാറ്റ് ബോക്സിൽ അല്ലെങ്കിലും മുഖത്ത് ലിപ് മൂവ്മെന്റിൽ ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എക്സാം പൊളിക്കും അല്ലേ? ശരി. L is equal to I omega കോൺസ്റ്റന്റ് ആണ്. അതാണ് നമ്മൾ പിടിച്ചെടുക്കേണ്ട പോയിന്റ് കേട്ടോ. സോ L is equal to I omega conserved. So we can write according to law of conservation of angular momentum, L is equal to I omega constant എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? I1 omega 1 will be equal to I2 omega 2. omega 1 omega 2 ആയിട്ട് മാറി. I1 omega 1 is equal to I2 omega 2. സോ ഐക്ക് mk സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഐ ഇസ് ഈക്വൽ ടു MK സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ പഠിക്കാതെ ആരെങ്കിലും പോവരുത് കേട്ടോ. ഐ ഇസ് ഈക്വൽ ടു MK സ്ക്വയർ. സോ ഐക്ക് MK1 സ്ക്വയർ എന്ന് കൊടുക്കുക, ഇവിടെ MK2 സ്ക്വയർ എന്ന് കൊടുക്കുക. ഒരുപോലെയുള്ള ആൾക്കാരൊക്കെ വെട്ടിക്കൂട്ടി കളയാം. സോ ബാക്കി K1 സ്ക്വയർ ബൈ K2 സ്ക്വയർ ഇസ് ഈക്വൽ ടു omega 2 ബൈ omega 1 അല്ലെ. K1 സ്ക്വയർ ബൈ K2 സ്ക്വയർ ഇസ് ഈക്വൽ ടു omega 2 minus omega 1. From that ratio of radius of gyration K1 by K2 will be equal to square root of omega 2 by omega 1. This will be the ratio of K. പിടികിട്ടുന്നുണ്ടോ? സെറ്റ് ആണോ യദുകുൽ? ഓൾ സെറ്റ്? ഇത്രയേ ഉള്ളൂ കേട്ടോ. മിസ് മുന്നോട്ട് പോകുന്നു. ടോ ഇസ് ദി ടോർക്ക്.
അറിയാം. L is the angular momentum of a rotating rigid body, അതും നമുക്കറിയാം. Show that torque tau is equal to dl by dt, നമ്മൾ ഷോ ചെയ്തു. അത് torque tau is equal to dl by dt ഷോ ചെയ്തു അല്ലേ. L is equal to r cross p എന്ന് തുടങ്ങി അല്ലേ. Anyways, if the earth suddenly shrinks and its radius become half, then what will be the duration of a day? ഗ്രാവിറ്റേഷൻ മാത്രമല്ല, 8 വെയിറ്റേജ് ഉള്ള കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ മാരത്തോണില് മോഷനിന്റെ പ്ലെയിനും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ മാരത്തോൺ എവിടെയായിരുന്നു? 8 മാർക്കുള്ള ഒരേ വെയിറ്റേജ് ഉള്ള കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്ലൂയിഡ്സിന്റെ പ്ലെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ. യെസ്, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl by dt നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്, പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഇനി എർത്ത് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യാണ്, അതിന്റെ റേഡിയസ് ഹാഫ് ആയി എന്ന് വിചാരിക്കുക. വാട്ട് വിൽ ബി ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ? ഡേയുടെ ഡ്യൂറേഷൻ എത്രയായിട്ട് കുറയും? ഇൻട്രസ്റ്റിംഗ് ആണോ? ഈ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു കേട്ടോ. യെസ്, L is equal to r cross p എന്ന് സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, ദെൻ നമുക്ക് കിട്ടും ടോ ഈസ് ഈക്വൽ ടു dl by dt എന്ന് കിട്ടും. ഓക്കെ, ഇനി മിസ് ഒരു കാര്യം പറയട്ടെ, F is equal to dp by dt അതിന്റെ റൊട്ടേഷണൽ അനലോഗ് അല്ലേ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl by dt അല്ലേ? അതറിഞ്ഞിരിക്കുക കേട്ടോ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ മിസ് എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ എന്താ റൊട്ടേഷണൽ അനലോഗ് ആണ് ഈ ഇക്വേഷൻ. കണ്ടോ കണക്ഷൻ പോകുന്നുണ്ടോ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആയ F is equal to dp by dt യുടെ റൊട്ടേഷണൽ അനലോഗ് ആണ് ടോർക്ക് ടോ is equal to dl by dt. അതുകൊണ്ടാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് 0 കൊടുക്കുക, p കോൺസ്റ്റന്റ് ആണെന്ന് എഴുതുക. ആംഗുലർ മൊമെന്റ് ആണെങ്കിൽ ഇതിന് 0 കൊടുക്കുക, L കോൺസ്റ്റന്റ് ആണെന്ന് എഴുതുക. ഡൺ. ഇനി ആൻസർ 6 hours ആയിട്ട് കുറയും. ഉള്ള സമയം തന്നെ പോരാ അപ്പളാ. 6 hours ആയിട്ട് കുറയും. ഫ്രം കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം I1 ω1 is equal to I2 ω2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2/5 mr². ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 2/5 mr². സ്ഫിയർ. We are considering the earth as a solid sphere. 2/5 mr² കേട്ടോ moment of inertia. So 2/5 mr² into 2π/24. Okay, so I ആണിത്, ഒമേഗ ആണിത്. ഒമേഗ എന്താ? 2π/t. നമ്മുടെ ടൈം പീരീഡ് എത്രയാ? 24, which is equal to equate ചെയ്യാ 2/5m. റേഡിയസ് എന്താവണം? r/2 ആവണ കണ്ടീഷൻ into 2π/t. അതിൽ നിന്ന് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചോ? 6 hours തൊട്ട്. എർത്ത് ഹാഫ് റേഡിയസ് ആയിട്ട് ഷ്രിങ്ക് ചെയ്താൽ we will get 6 hours in a day. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 5 മാർക്ക്. എന്താണ് അവിടെ യൂട്യൂബിൽ ചാറ്റ് ബോക്സിൽ മഞ്ഞ ഹാർട്ട് കൊണ്ട് നിറയുന്നുണ്ടല്ലോ, 90+ യെല്ലോ ഹാർട്ട്സ് കൊണ്ട് നിറയുന്നുണ്ടല്ലോ. ആരാണത്? എന്താണ് സാർ ആളുടെ പേര്? പേരില്ലേ? ഒലിവർ എന്ന് പറയുന്ന ഒരു ഒലിവർ PJ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് നമ്മുടെ യെല്ലോ ഹാർട്ട് വിത്ത് 90+ എന്ന് കമന്റ് ബോക്സിൽ നിറയ്ക്കുന്നുണ്ട്. ഓക്കെ, യെസ്, റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. അടുത്തൊരു ക്വസ്റ്റിനോട് കൂടി നമ്മൾ കറക്റ്റ് ഇടുന്നതായിരിക്കും ഈ ചാപ്റ്ററിൽ കേട്ടോ. സോ വെരി 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 ഇമ്പോർട്ടന്റ്, 4 സ്റ്റെപ്പേ ഉള്ളൂ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു I ആൽഫ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങണം? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl by dt എന്ന് തുടങ്ങുക. Lന് I ഒമേഗ കൊടുക്കുക. സോ I കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്ത് വെക്കുക. d⍵/dt വരും. ഒമേഗ ആരാ? ആംഗുലാർ വെലോസിറ്റി. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒബ്വിയസ്ലി ആംഗുലാർ ആക്സിലറേഷൻ. സോ I ആൽഫ. കഴിഞ്ഞു. സെറ്റല്ലേ? വെരി ഈസി. മിസ് മുന്നോട്ട് പോയിക്കോട്ടെ. ചോദിക്കൂട്ടോ, 4 സ്റ്റെപ്പ് ഉള്ളതെന്ന് വിചാരിച്ച് ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കണ്ട. എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ കാണും. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ ഈ റിലേഷൻ പ്രൂവ് ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാം, ഒരു ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് കോൺസെപ്റ്റ്, സെന്റർ ഓഫ് മാസിനെ ഇന്റേണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇന്റേണൽ ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ? ഇന്റേണലി ഉണ്ടാവുന്ന ഫോഴ്സ് സെന്റർ ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. പഠിച്ചു വെക്കാം കേട്ടോ. ഒരു ഷെല്ല് നമുക്കറിയാം, ഒരു ഷെല്ല് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു, ആ ഷെല്ല് പൊട്ടി ഇങ്ങനെ പീസസ് ആയാലും അതിന്റെ ആ ഷെല്ലിൽ നിന്ന് പൊട്ടി വരുന്ന പീസസ് ഇല്ലേ, അതിന്റെ ഒക്കെ സെന്റർ ഓഫ് മാസ് ആദ്യം ഉണ്ടായിരുന്ന ഷെല്ലിന്റെ സെന്റർ ഓഫ് മാസും സെയിം ആയിരിക്കും.
ഫ്രാഗ്മെന്റ്സിന്റെ സെന്റർ ഓഫ് മാസും സെയിം ആയിരിക്കും. ബിക്കോസ് അവിടെ ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ് എക്സ്പ്ലോഷൻ നടക്കുന്നത്. ഇന്റേണൽ ഫോഴ്സ് കെ നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അതുപോലെ ചില ന്യൂക്ലിയസുകൾ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് വേറെ ഡോട്ടർ ന്യൂക്ലിയസുകൾ ആവില്ലേ. ഇവിടെ ഒരു പാരന്റ് ന്യൂക്ലിയ ഉണ്ട്, ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ഡോട്ടർ ന്യൂക്ലിയസ് ആവും. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ന്യൂക്ലിയർ ഡിസിന്റഗ്രേഷൻ. അവിടെയും ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ്, അല്ലാതെ ആരും അതിനെ പോയി പുറത്തുനിന്ന് തല്ലി പൊട്ടിച്ച് 2 കഷ്ണാക്കുന്നതല്ല. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇന്റേണൽ ഫോഴ്സ് കെ നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സോ ആദ്യത്തെ സെന്റർ ഓഫ് മാസ് ഏതാണോ അത് തന്നെയായിരിക്കും ആ ബോഡീസിന്റെയും സെന്റർ ഓഫ് മാസ്. പിടികിട്ടുന്നുണ്ട്? അത് ഔട്ട്സൈഡ് ദ ബോഡി ആയിരിക്കും, അത് മൈൻഡ് ആക്കണ്ട കേട്ടോ. ഔട്ട്സൈഡ് ദ ബോഡി സെന്റർ ഓഫ് മാസ് വരാം കേട്ടോ. ഒരു വളയുടെ സെന്റർ ഓഫ് മാസ് എവിടെ വരും? തിങ്ക് അബൌട്ട് ഇറ്റ്. Consider a shell projected into air. If it is not exploded, its path will be a parabola. എക്സ്പ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷെൽ എടുത്ത് എറിയ അത്രേ, അപ്പൊ പാരാബോളിക് ഷേപ്പിൽ പോകും. എന്നാൽ if it is exploded in air, the center of mass follow the same parabolic path. എക്സ്പ്ലോഡ് ചെയ്താലും സെയിം പാരാബോളിക് പാത്ത് ഫോളോ ചെയ്യാം. ബിക്കോസ് ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ് അത് എക്സ്പ്ലോഡ് ചെയ്തത്. സെന്റർ ഓഫ് മാസിനെ അത് ഒരു പ്രശ്നമേ അല്ല കേട്ടോ. Internal force cannot change the direction of center of mass, only external force can change the direction of center of mass. കഴിഞ്ഞു. മറ്റേ ന്യൂക്ലിയർ ഡിസിന്റഗ്രേഷൻ ചോദിച്ചാലോ ഇതന്നെ എഴുതാം കേട്ടോ. ഇന്റേണൽ ഫോഴ്സിന് ഒരു ബന്ധവുമില്ല ഇതുമായിട്ട്. ചാപ്റ്റർ നമ്പർ 12 അല്ലെങ്കിൽ ഡിലീറ്റഡ് പോർഷൻ വന്നു കഴിഞ്ഞാൽ ഏത് വരും? ചാപ്റ്റർ നമ്പർ 11 അല്ലേ. ഡിലീറ്റഡ് ചാപ്റ്റർ ഒഴിവാക്കിയാൽ, എനിക്ക് ഇപ്പോഴും ഫിസിക്കൽ വേൾഡ് മനസ്സിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ചാപ്റ്റർ 12. ചാപ്റ്റർ 8 ഗ്രാവിറ്റേഷൻ, അങ്ങനെ പണ്ടോട്ടേ മനസ്സിലുണ്ടേ. ചാപ്റ്റർ 8 എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ. ഇപ്പൊ ഫുൾ നമ്പർ മാറി, ആകെ തകിടം മറിഞ്ഞു, ഫിസിക്കൽ വേൾഡ് പോയി. എനിവേസ് ഒരു മാർക്ക് നമുക്ക് അതിൽ നിന്ന് എപ്പോഴും ഒരു ഷുവർ ക്വസ്റ്റ്യൻ കിട്ടാറുള്ളതാ, സാരില്ല. ചാപ്റ്റർ നമ്പർ 11 തെർമോഡൈനാമിക്സ് ക്യാരിയിങ് മാർക്ക് 5 മാർക്ക് കേട്ടോ. പോയിക്കോട്ടെ മിസ് മുന്നോട്ട്. ഇപ്പൊ എത്ര മണി? ഇല്ല, 9:30 ആവുമ്പോ തീരില്ല. 10 മണി ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് നിർത്താൻ ശ്രമിക്കാം കേട്ടോ, പെട്ടെന്ന് പോവാം. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർ ഇസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് ആലോചിക്കുക. പ്രഷർ കോൺസ്റ്റന്റ് ആയ ഒരു പ്രോസസ്സിന്റെ പേരാണ് ഐസോബാറിക് പ്രോസസ്. പഠിച്ചോട്ടാ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസിന്റെ ലിങ്ക് മിസ് ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് 2 ടൈംസ് ഇട്ടിട്ട് കണ്ടു നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് ഇത് കണ്ടു നോക്കാവുന്നതേ ഉള്ളൂ. കാണാതെ ഒരാൾ എക്സാമിന് പോയത് ഈ ചാപ്റ്റർ ഉണ്ടെങ്കിൽ. ഇനി ഫ്യൂ ഓഫ് ദി സ്റ്റുഡൻസ് ഈ ചാപ്റ്റർ ഇല്ല അല്ലെ എക്സാമിന്. സോ എന്താ ഞാൻ പറയാ, ക്ലാസ് ടീച്ചറുടെ അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പോകാം. ഇപ്പൊ സ്കൂളിൽ നിന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സ് എക്സാമിന് ഇല്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ ഇരിക്കാൻ റെഡി ആണെന്നുള്ളവർക്ക് ഇരിക്കാം. എന്ന് വെച്ചപ്പോ 0 ആവും. എന്റെ സ്റ്റുഡൻസ് ഇല്ല അല്ലേ? ഇല്ലായിരിക്കും. വിത്ത് ദ പെർമിഷൻ ഓഫ് ക്ലാസ് ടീച്ചർ കേട്ടോ. ചോദിച്ചിട്ട് മാത്രം ലീവ് ചെയ്യാം. ഈ നമ്മുടെ കാര്യം പറയാം കേട്ടോ. ഇനി തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഒക്യൂർ അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഐസോബാറിക് പ്രോസസ്. ഐസോകോറിക് വന്നാലോ കോൺസ്റ്റന്റ് വോളിയം കേട്ടോ. സോ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ? നമ്മുടെ ഹീറ്റിനെ കുറിച്ചിട്ടും ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടൊക്കെയുള്ള സ്റ്റഡീസ് ആണ് തെർമോഡൈനാമിക്സ്. തെർമോ ഇസ് സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ഓർ ഹീറ്റ്. സോ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ്, അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ആണ്. സോ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ബാർ ഇസ് ദി യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്. പലതരം തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഉണ്ട്. അതിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്ന, ആ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മറ്റു വേരിയബിൾ ആയ വോള്യത്തിനും ടെമ്പറേച്ചറിനൊക്കെ മാറാം. മനസ്സിലായോ? ഹീറ്റിനൊക്കെ മാറാം. അതാണ് ഐസോബാറിക്. ഐസോകോറിക് എന്ന് പറയുമ്പോൾ വോള്യം കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ബാക്കിയുള്ളവർക്കേ മാറാൻ സാധിക്കൂ. സോ ഐസോബാറിക്, ഐസോകോറിക്. ഐസോതെർമൽ ആണെങ്കിലോ, ഐസോതെർമൽ പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ആരാണ് അവിടെ കോൺസ്റ്റന്റ്? തെർമൽ. ഐസോതെർമൽ ആരായിരിക്കും കോൺസ്റ്റന്റ്? ദ പ്രോസസ് ഇൻ വിച്ച് ഇന്ന് ആരുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ കുറവാട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോസസ് ഇൻ വിച്ച് തെർമൽ, അഭിജിത്ത് തെർമൽ തന്നെ ടൈപ്പ് ചെയ്യാണോ? പ്രോസസ് ഇൻ വിച്ച് the temperature is constant. ഹീറ്റ് എന്ന് പറയല്ലേ കേട്ടോ, ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് കൂട്ടാ.
ഹീറ്റ് ഫ്ലോ ഇല്ലെങ്കിൽ അത് അഡിയാബാറ്റിക് പ്രോസസ് ആണ്, മറ്റൊരു പ്രോസസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് കേട്ടോ മക്കളെ. യെസ്. ദെൻ വാട്ട് യു മീൻ ബൈ ഫ്രീ എക്സ്പാൻഷൻ? പേരിൽ തന്നെ എഴുതാൻ പറ്റും ഇതിലെ എല്ലാ കോൺസെപ്റ്റും. ഫ്രീ എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് എഗെയിൻസ്റ്റ് സീറോ എക്സ്റ്റേണൽ പ്രഷർ. നമ്മുടെ സീറോ എക്സ്റ്റേണൽ പ്രഷറിന് എഗെയിൻസ്റ്റ് നമ്മുടെ ഒരു ബോഡിക്ക് ഒരു ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫ്രീ എക്സ്പാൻഷൻ. Write the relation among heat energy, work done and change in internal energy. So in thermodynamics there are some laws. Zeroth law of thermodynamics, first law of thermodynamics and second law of thermodynamics. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് മാറി മാറി ചോദിക്കാറുണ്ട്. ഓക്കെ, സെക്കൻഡ് ലോ തന്നെ രണ്ടും 4 പേരാന്ന് തോന്നുന്നു ഒരുമിച്ചിരുന്ന് രണ്ടായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ തന്നെ ചോദിക്കും, അവരുടെ പേര് വെച്ച് തന്നെ ചോദിക്കും. അപ്പൊ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതണം. മിസ് കാണിച്ചു തരാം കേട്ടോ. യെസ്. സോ തെർമോഡൈനാമിക്സിൽ ഇങ്ങനെ 3 ലോസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, ബേസിക് ക്ലാസ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ ഹീറ്റ് എനർജി, തെർമോഡൈനാമിക്സ് ഹീറ്റ് എനർജി ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് യു. വർക്ക് ഡൺ W. ഇന്റേണൽ എനർജി ആണ് യു ട്ടോ. കറക്റ്റ്, ഇന്റേണൽ എനർജി ആണ് യു. ഐ ആം വെരി സോറി. Internal energy U, work done W and the heat energy Q. കേട്ടോ, in thermodynamics heat energy Q, work done W, internal energy U. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഇത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. dQ is equal to du plus dW. നമ്മുടെ ഫസ്റ്റ് ലോ, നമുക്ക് 0th ലോയും കൂടി ഉണ്ട് കേട്ടോ. 0th ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. 0th അല്ല, ഇത് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ dQ is equal to du plus dW. അതെന്താ പറയുന്നതെന്ന് അറിയോ? നമ്മൾ ഒരു സിസ്റ്റത്തിന്, നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്സിന്റെ. എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ്, അതിന്റെ ഒരു കളക്ഷൻ എടുത്താൽ അതൊരു സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഐസ് ക്യൂബ് നമ്മൾ എടുക്കുന്നു, അതൊരു സിസ്റ്റമാണ്. അപ്പൊ സറൗണ്ടിങ് എന്താ? ആ സിസ്റ്റം ഒഴികെ ബാക്കി എല്ലാം സറൗണ്ടിങ് ആ. ഒരു ഐസ് ക്യൂബ് ഒരു ഓപ്പൺ എയറിൽ വെച്ചാല് ഹീറ്റ് എങ്ങോട്ടോ ഒഴുകുക? വേഗം പറയും. ഹീറ്റ് എപ്പോഴും ഹയർ ഹീറ്റിൽ നിന്ന് ലോവറിലേക്കാണ് ഒഴുകുക എങ്കിൽ ഐസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്കാണ്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഐസിലേക്കാണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. ഹീറ്റ് ഫ്ലോ, നമ്മുടെ ഐസ് കോൾഡ് തണുത്തുറഞ്ഞിരിക്കുക, പുറത്താണ് ചൂട് കൂടുതൽ, ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. സോ ഐസിലേക്ക്, ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ദി ഐസ് കേട്ടോ, ഹീറ്റ് ഫ്ലോ. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെക്കാം. സോ ദിസ് ഇസ് ദി കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഇൻ തെർമോഡൈനാമിക്സ്. ഓക്കെ, സിസ്റ്റം ഇസ് ദി കളക്ഷൻ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിന് ചൂട് കൊടുത്താൽ, dQ ഹീറ്റ് എനർജി അല്ലേ, നമ്മൾ ചൂട് കൊടുത്താല് ആ ഹീറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കപ്പെടുന്നു? ഒന്ന്, അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാൻ. നമുക്കൊരു ചൂട് കൊടുത്താൽ നമുക്കറിയാം അതിലെ ആറ്റംസിനും മോളിക്യൂൾസിനൊക്കെ എക്സ്ട്രാ എനർജി കിട്ടിയിട്ട് തുള്ളിച്ചാടി അടുത്ത സ്റ്റേറ്റിലേക്കൊക്കെ ചാടും. ഇന്റേണൽ എനർജി കൂടും. ഓക്കെ, സോ കൊടുക്കുന്ന ഹീറ്റിൽ പകുതി ഇന്റേണൽ എനർജി കൂട്ടാൻ, അടുത്ത പകുതിയോ നമുക്കറിയാം ചൂട് കിട്ടിയാൽ നമ്മുടെ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി എനർജി കൊടുക്കും, ബാക്കി ഹീറ്റ് കൊടുക്കും. കിട്ടിയോ? സോ ഹീറ്റ് എനർജി കൊടുത്താൽ അത് ഇന്റേണൽ എനർജി കൂടാൻ പകുതി ഉപയോഗിക്കുന്നു. അതിന് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. എക്സ്പാൻഷന് വേണ്ടി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്ന് എക്സ്പാൻഡ് ചെയ്യില്ല കേട്ടോ. ഇപ്പൊ വർക്ക് ചെയ്താലേ നാളെ എക്സാം ഹോളിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ആ വർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി ഹീറ്റ് കൊടുക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ അല്ല, ഫസ്റ്റ് ലോ പറയുന്നത് പിടികിട്ടിയോ? സോ dQ is equal to du plus dW. This is the relation connecting heat, work and internal energy, and this is nothing but the first law of thermodynamics. Okay, is it possible to increase? ഇനി ഇതേ ഇക്വേഷൻ ഇല്ലേ, dQ is equal to du plus p delta v എന്ന് എഴുതിയും കാണും കേട്ടോ. കാരണം വർക്കിന് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കും. നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? p ഇൻറ്റു ഡെൽറ്റ v എന്ന് കിട്ടും. ഓക്കെ, സോ du പ്ലസ് വർക്കിന് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഡെൽറ്റ വി എന്ന് കിട്ടും. കാരണം വോള്യൂം ഒരു എക്സ്ട്രാ എക്സും എക്സ് സ്ക്വയറും വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, കിട്ടും നിങ്ങൾക്ക്. മുന്നോട്ട് പോകുന്നു. ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് വിത്തൗട്ട് ഗിവിംഗ് ഇറ്റ് ഹീറ്റ്? യെസ്.
It is happening during an adiabatic process. Adiabatic process എന്ന് പറഞ്ഞാൽ എന്താ? തെർമോഡൈനാമിക്സിൽ ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക്, ഇങ്ങനെ കുറച്ച് പ്രോസസ് ഉണ്ട്. അഡിയാബാറ്റിക്കില് ഹീറ്റ് ആണ് കോൺസ്റ്റന്റ്, ഹീറ്റ് ഫ്ലോ ആണ് കോൺസ്റ്റന്റ്, ഹീറ്റ് ആണ് കൺസർവ്ഡ് കേട്ടോ. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് വിത്തൗട്ട് ഗിവിംഗ് ഇറ്റ് ഹീറ്റ്. ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൽ അത് സംഭവിക്കും എന്ന് മാത്രം എഴുതിയാൽ മതി, വലിയ കോൺസെപ്റ്റ് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സെറ്റില്ലേ മിസ് മുന്നോട്ട് പോവാണ്. മോട്ടിവേഷൻ എന്നത് ഈ ക്ലാസ് തന്നെയാണല്ലോ. Okay. An ideal gas is compressed at constant temperature. Will its internal, ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ജയസുധ മിസ് അങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് ഞാൻ ഇടയ്ക്ക് ഉറക്ക വായിച്ചു പോകുന്നു മക്കളെ അറിയാതെ. അതെ, ക്ലാസ്സിൽ കയറുന്നത് തന്നെയാണ് മോട്ടിവേഷൻ എന്ന് മിസ് പറഞ്ഞതാണ്. അതെ, ഇവിടുത്തെ സീക്രട്സ് ഒക്കെ പുറത്താവുന്നുണ്ട്. പാവം മിസ് ഒളിച്ചാരോടെ പറഞ്ഞത്. Okay, so an ideal gas is compressed at constant temperature. Will its internal energy increase or decrease? ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഒരു കോൺസെപ്റ്റ് ആണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു നടക്കാത്ത കോൺസെപ്റ്റ് ആണ് ശരിക്കും കേട്ടോ. ഐഡിയൽ ആയിട്ടുള്ള ഒരാളുണ്ടോ ഈ ലോകത്ത്? ഐഡിയൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഉണ്ട്, എന്നാലും ഇല്ല. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഐഡിയൽ ഗ്യാസ് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ മാത്രമേ പറ്റൂ, അല്ലാതെ അത് അത്ര പോസിബിൾ അല്ല. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സെറ്റില്ലേ? So yes, so it will remain same because the internal energy of an ideal gas depends only upon the temperature. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഗ്യാസിന്റെ ഇന്റേണൽ എനർജി അതിന്റെ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. So an ideal gas is compressed at constant pressure. Will its internal energy increase or decrease എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല, remains the same. Out of the parameters temperature, pressure, work and volume, which parameter does not characterize the thermodynamic state of matter? So thermodynamic state നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇവരൊക്കെ, എൻട്രോപ്പി, എൻതാൽപ്പി, ഇവരൊക്കെ. പക്ഷെ ഈ വർക്ക് എന്ന് പറയുന്ന ആളാണ് ഒറ്റ. വർക്ക് തെർമോഡൈനാമിക് സ്റ്റേറ്റിനെ കാണിക്കുന്ന പാരാമീറ്റർ അല്ല കേട്ടോ. ടെമ്പറേച്ചർ ഓക്കെ, പ്രഷർ ഓക്കെ, വോളിയം ഓക്കെ, പക്ഷെ വർക്ക് തെർമോഡൈനാമിക് സ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആളല്ല. PVT ഒക്കെയാണ് നമുക്ക് ആവശ്യം. എൻട്രോപ്പി, എൻതാൽപ്പി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് നമുക്ക് ആവശ്യം. നല്ല പേര്. വാട്ട് ഈസ് എ ഹീറ്റ് എൻജിൻ? നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ മൊത്തം മെക്കാനിക്കൽ വർക്ക് ആക്കി മാറ്റുന്ന ആളാണ് ഹീറ്റ് എൻജിൻ. നമുക്ക് പല ടൈപ്പ് ഓഫ് ഹീറ്റ് എൻജിനും റെഫ്രിജറേറ്ററും ഒക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു, ഡിലീറ്റഡ്. ആകെ ഒരൊറ്റ എൻജിനെ പഠിക്കാനുള്ളൂ, കാർനോട്ട് സൈക്കിൾ. അസ്ബൈസ് ലൈക്ക് ഡിലീറ്റഡ് എന്ന് കേൾക്കുമ്പോ ഓക്കെ. സോ യെസ്, അപ്പോ ഹീറ്റ് എൻജിൻ എന്താ? ഹീറ്റിനെ മെക്കാനിക്കൽ വർക്ക് ആക്കുന്ന ആൾക്കാരാണ് ഹീറ്റ് എൻജിൻ കേട്ടോ. ഇനി വിച്ച് ലോ ഫോർബിഡ്സ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ വർക്ക്? എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കൊടുക്കുന്ന ഫുൾ ഹീറ്റിനെയും ഒരു തരി പോലും ചോർന്നു പോവാതെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റാൻ സാധിക്കുമോ? 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എൻജിൻ. ഈസ് ദാറ്റ് പോസിബിൾ? 100% എഫിഷ്യൻസി പറ്റുമോ? ഇല്ല, ഇല്ല കേട്ടോ. സോ ഇതിനെ കുറിച്ച് പറയുന്ന അത് പറ്റില്ല എന്ന് ഇങ്ങനെ തിരുത്തി കുറിച്ച ലോ ആണ് സെക്കൻഡ് ലോ ആണ് അത് പറഞ്ഞത് കേട്ടോ. വിച്ച് ലോ ഫോർബിഡ്സ് കംപ്ലീറ്റ് കൺവേർഷൻ, അതായത് കംപ്ലീറ്റ് ഹീറ്റിനെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞതിനെ പൊളിച്ചെഴുതി തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു, ഫോർബിഡ് ചെയ്തു. ആര്? സെക്കൻഡ് ലോ കേട്ടോ. സെക്കൻഡ് ലോ. ശരി, സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ടൈപ്പ് ഓഫ് പ്രോസസ് ഇസ് കാർനോട്ട് സൈക്കിൾ? സോ വാട്ട് ടൈപ്പ് ഓഫ് പ്രോസസ് ഇസ് കാർനോട്ട് സൈക്കിൾ? കാർനോട്ട് സൈക്കിൾ ഒരു റിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ് ആണ് കേട്ടോ. റിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ് ആണ് കാർനോട്ട് സൈക്കിൾ. പൊന്നു മക്കളെ, കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രാം ഇങ്ങനൊരു സാധനം ഉണ്ട്, കണ്ടുണ്ടോ? അത് പഠിക്കാതെ ആരും പോകരുത്. PV ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിലെ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ, ഇതൊന്നും ഡിറൈവ് ചെയ്യാൻ പഠിക്കാതെ ആരും പോകരുത് കേട്ടോ. ഈ ചാപ്റ്റർ ഇല്ലാത്തവരുടെ ഭാഗ്യം, അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? ശരി. ക്യാൻ എ കാർനോട്ട് എഞ്ചിൻ ബി റിയലൈസ്ഡ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്? നോ. അതൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണ് കേട്ടോ. കഥ എഴുതി വെക്കാൻ മാത്രം കൊള്ളാം, പിന്നെ എന്തിനാ നമ്മളിത് പഠിക്കണേ? അതങ്ങനെയാ, നമ്മുടെ സിലബസ് അങ്ങനെയാ. നെയിം ദി സിങ്ക് ഇൻ കേസ് ഓഫ് സ്റ്റീം എഞ്ചിൻ. അതായത് സ്റ്റീം, ഈ എഞ്ചിനുകളിൽ ഒരു സിങ്ക് ഉണ്ടായിരിക്കും, അതായത് എക്സ്ട്രാ വരുന്ന ഹീറ്റിനൊക്കെ പിടിച്ചെടുക്കാൻ ഒരു സിങ്ക്, ഒരു സോഴ്സ് ഉണ്ടാവും ഹീറ്റ് കൊടുക്കാൻ. ഓക്കെ, ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു സിങ്ക് ഉണ്ടാവും.
ഓക്കെ, സോഴ്സും സിങ്കും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഹീറ്റ് എഞ്ചിനുകളിൽ. സോ നമ്മുടെ സ്റ്റീം എഞ്ചിന്റെ കേസിൽ അറ്റ്മോസ്ഫിയർ തന്നെയാണ് സിങ്ക്. അറ്റ്മോസ്ഫിയറിലേക്ക് അത്ര എക്സ്ട്രാ ചൂടൊക്കെ വിടുന്നത്. പിടികിട്ടിയോ? അറ്റ്മോസ്ഫിയർ ഇസ് ദി സിങ്ക് ഇൻ സ്റ്റീം എഞ്ചിൻ. ഇനി റിവേഴ്സിബിൾ പ്രോസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അയൺ തുരുമ്പ് പിടിക്കുന്നുണ്ട്, റസ്റ്റിംഗ്, അത് റിവേഴ്സിബിൾ ആണോ? ചുരണ്ടി കളയാന്ന് പറ്റില്ല കേട്ടോ. കംപ്ലീറ്റ്ലി നമ്മുടെ അയണിനെ തിരിച്ചു കിട്ടോ? ഇല്ല. ഓക്കെ, സോ റസ്റ്റിംഗ് ഓഫ് അയൺ, നോ, ഇറ്റ് ഇസ് നോട്ട് എ റിവേഴ്സിബിൾ പ്രോസസ്, ഇറ്റ് ഇസ് എ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇറിവേഴ്സിബിൾ പ്രോസസിന് എക്സാമ്പിൾ ചോദിച്ചാൽ റസ്റ്റിംഗ് ഓഫ് അയൺ എഴുതാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലീക്കായി, ഡിഫ്യൂസ് ആയി, ഫുള്ള് തിരിച്ച് ഗ്യാസിനെ സിലിണ്ടറിൽ കയറ്റത്രേ അരുതരുംജിത്ത്, പറ്റുമോ? ഇല്ല കേട്ടോ. സോ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. How is efficiency of a Carnot engine affected by the nature of working substance? നമുക്ക് കാർനോട്ട് എഞ്ചിൻ പഠിക്കുമ്പോൾ അതിലൊരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, അതായിട്ട് ഉപയോഗിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു സിങ്ക് ഉണ്ടാവും, ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ചൂടാവുമ്പോൾ പൊന്താനും താഴാനും ഒക്കെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും, എക്സ്പാൻഡ് ചെയ്യാനും താഴാനും ഒക്കെ. സോ ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഐഡിയൽ ഗ്യാസ് ആണ് കേട്ടോ. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ എ കാർനോട്ട് എഞ്ചിൻ? ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ആണ് കേട്ടോ. പക്ഷെ അതിന്റെ സ്വഭാവമായിട്ട് കാർനോട്ട് എഞ്ചിന് ഒരു ബന്ധവും ഇല്ല. ദ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ രണ്ട് കാര്യം മാറി മാറി ചോദിക്കാറുണ്ട്. എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ വർക്കിംഗ് സബ്സ്റ്റൻസ്? ഇല്ല. എഫിഷ്യൻസി ആയിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ അതായിട്ട് ഉപയോഗിക്കുന്നത് ഐഡിയൽ ഗ്യാസിനെയാണ്. ക്ലാസ് കാണാത്തവരോട് എനിക്കൊന്നും പറയാനില്ല, കൂപ്പുകൈ. On the factors the efficiency of a Carnot engine depends. On what factors the efficiency of a Carnot engine depends? Temperature of the source ഉം ഹീറ്റും സിങ്കും. സോഴ്സ് ഓഫ് ഹീറ്റിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ ആയിട്ട് മാത്രമാണ് നമ്മുടെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. 1 - T2/T1 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് എഫിഷ്യൻസിക്ക്. ഓക്കെ, സോ ടെമ്പറേച്ചർ ആയിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇനി നാളെ രാവിലെ 7 മണി to 10 മണി നമുക്ക് മാരത്തൺ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ഇടയ്ക്ക് ആരെങ്കിലും ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, നാളെ എക്സാമിന് ഈ ചാപ്റ്റർ ഉള്ള ഒരാൾ ലീവ് ചെയ്യരുത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നേ ഉള്ളൂ, മീൻസ് കുറച്ചുകൂടെ വലിയ വലിയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നാളെ രാവിലത്തെ മാരത്തൺ കൂടി വരണം കേട്ടോ. കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് പോയിട്ട് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ. ഉച്ചയ്ക്കല്ലേ മിസ്സിന്റെ കൂടെ നമുക്ക് 3 ചാപ്റ്ററും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം, ഫ്ലൂയിഡ്സും സോളിഡ്സും തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ബേർസ്റ്റിംഗ് ഓഫ് എ ബലൂൺ ഇസ് എ ഡാഷ് പ്രോസസ്. അഡിയാബാറ്റിക് ആണ് കേട്ടോ, ഒന്നും ചിന്തിക്കേണ്ട. ബലൂൺ പൊട്ടുന്ന കണ്ട അഡിയാബാറ്റിക് ആണ്, എഴുതി വെച്ചോ. അണ്ടർ ഓൾ കണ്ടീഷൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹോൾഡ് ഗുഡ്, ട്രൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏത് കണ്ടീഷനിലാണെങ്കിലും ഹോൾഡ് ചെയ്യും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏത് കണ്ടീഷനിലാണെങ്കിലും ഹോൾഡ് ചെയ്യും. ഫസ്റ്റ് ലോ, 0th ലോ മിസ് പറയാൻ പോകുന്നേ. ഫസ്റ്റ് ലോ ഏതാണെന്ന് അറിയാലോ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഇന്റേണൽ എനർജി കൂട്ടാൻ, വർക്ക് ചെയ്യാൻ. എന്തിനാ വർക്ക് ചെയ്യുന്നത്? എക്സ്പാൻഷൻ. ഓക്കെ, സോ യെസ്. Can two objects in thermal equilibrium if they are not in contact? Yes. അവർ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റം എ, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റം ബി. ഇവർ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ പോലും ഇവന്റെ ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ബോത്ത് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ടെമ്പറേച്ചർ സെയിം ആയാൽ മതി കേട്ടാ, കോണ്ടാക്ട് വേണമെന്നില്ല. 0th ലോ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. സോ ഗ്രോത്ത് ഓഫ് നെയിൽ, നമ്മുടെ നെയിൽ എങ്ങനെയാ വളരുക? ഇന്ന് നോക്കുമ്പോൾ 1 സെന്റിമീറ്റർ, നാളെ നോക്കുമ്പോൾ 10 സെന്റിമീറ്റർ, പിറ്റേ ദിവസം നോക്കുമ്പോൾ 5 സെന്റിമീറ്റർ ആണോ? അല്ല. ഇറ്റ് ഈസ് എ വെരി സ്റ്റാറ്റിക് അല്ലെ, വളരെ സ്ലോ ആയ ഇൻഫൈനിറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. ഇത്തരം പ്രോസസ്സുകളെ പറയുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. നമുക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ വിചാരിക്കും ഇവർ അനങ്ങുന്നില്ലേ, ശരിക്കും അനങ്ങുന്നില്ലേ എന്ന് തോന്നും. പക്ഷെ ഇൻ റിയൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മോഷൻ ഉണ്ട്. ഐ മീൻ സ്ലോ ആയിട്ട് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഇതിൽ തോന്നും നടക്കുന്നില്ല എന്നല്ലേ. നഖം വളരുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്രയും ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് ആണ് നിയർലി സ്റ്റാറ്റിക് പ്രോസസ്സിനെ വിളിക്കുന്നത്. വാട്ട് ഈസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്? എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എക്സാമ്പിൾ ഗ്രോത്ത് ഓഫ് നെയിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഗ്രോത്ത് ഓഫ് നെയിൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇനി അറ്റ് എ ഗിവൺ വോള്യം, ഓക്കെ, അതായത് വോള്യം കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ദ പ്രഷർ ഓഫ് ഗ്യാസ് vary inversely as its mass, vary inversely as the square of its mass, vary linearly ആണ് കേട്ടോ. ഓക്കെ, മാസിനോട് ലീനിയർലി ആണ് വേരി ചെയ്യുന്നത്. ആര്? വോളിയം ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ. എനിവേസ്,
വിച്ച് ഓഫ് ദി ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഡസ് നോട്ട് ക്യാരക്ടറൈസ് ദി തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? വർക്ക് കേട്ടോ. വോളിയം, പ്രഷറും ടെമ്പറേച്ചറും PVT ഇവർ 3 പേരും നമ്മുടെ തെർമോഡൈനാമിക് സ്റ്റേറ്റിനെ എന്താ പറയാ ക്യാരക്ടറൈസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്, ബട്ട് വർക്ക് അല്ല. 0th law of thermodynamics. മിസ്സിന് എത്രേ പറയാനുള്ളൂ? 3 സിസ്റ്റങ്ങൾ കൺസിഡർ ചെയ്യുന്നു, എയും ബിയും സിയും. എയും ബിയും അറിഞ്ഞിട്ടില്ല എന്റെ അപ്പുറത്ത് ബി ഉണ്ടെന്നും ബിയുടെ അപ്പുറത്ത് എ ഉണ്ടെന്നും. ഇതിനിടയിലുള്ളത് ഒരു ഇൻസുലേറ്റഡ് വോൾ ആണ്, ഹീറ്റ് ഒന്നും കടത്തിവിടുന്നില്ല, ഒന്നുമില്ല. എന്നാൽ ഇവിടെ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അവനും ഇവനും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്, ഇവനും തമ്മിലും കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, ഇവന്റെ ടെമ്പറേച്ചറും ഈക്വൽ ആയി. ടെമ്പറേച്ചർ ഓഫ് എ ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി ആയി. ഹീറ്റ് ഒഴുകി ഈക്വൽ ആയി. ബിയും സിയും തമ്മിലും ഈക്വൽ ആയി. ടെമ്പറേച്ചർ ഓഫ് ബി ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി ആയി. അങ്ങനെയാണെങ്കിൽ എയും ബിയും സെപ്പറേറ്റ്ലി തെർമൽ ഈക്വിലിബ്രിയത്തിലായിരിക്കും. ദിസ് ഇസ് ദി 0th law of thermodynamics. എയും ബിയും തമ്മിൽ കോണ്ടാക്ട് വേണമെന്നില്ല. എ സി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റത്തിനോടും ബി അതേ സിസ്റ്റത്തിനോടും സെപ്പറേറ്റ്ലി തെർമൽ ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ എയും ബിയും ഓട്ടോമാറ്റിക്കലി തമ്മിൽ തെർമൽ ഈക്വിലിബ്രിയത്തിലാവും. If TA is equal to TC and TB is equal to TC, TA will be equal to TB. This is the 0th law. ഇനി ഒന്ന് വായിച്ചു നോക്കേ. If the thermodynamic system A and B are in thermal equilibrium with the third thermodynamic system C, then the system A and B are also in thermal equilibrium with each other. ഈ ഒരു ഫിഗർ വരച്ചു വെച്ചാൽ മതി. സെറ്റ് അല്ലേ? സാർ നമ്മുടെ മക്കൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ അവിടെയല്ല, ഇവിടെ. ഓ, നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോ യൂട്യൂബിലെ കമന്റ്സ് നോക്കുന്നു ഗൈസ്. നിങ്ങളുടെ അരുൺ സാറ് യൂട്യൂബിലെ കമന്റ്സ് മാത്രം നോക്കുന്നു കേട്ടോ. കള്ളന. Can you design a heat engine of 100% efficiency? Heat engine of 100% efficiency പറ്റുമോ? ഹീറ്റ് എനർജി നോക്കെ. ഹീറ്റ് എഞ്ചിൻ ഓഫ് 100% എഫിഷ്യൻസി പറ്റില്ല. എന്തോ അറിയോ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചോ. ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഈറ്റ ഈസ് ഈക്വൽ ടു, ആനയുടെ തുമ്പിക്കേട് അത്ര നീട്ടണ്ട കേട്ടോ, 1 - T2 / T1 is the equation. എഫിഷ്യൻസി 100% ആവണമെങ്കിൽ എഫിഷ്യൻസി 1 എന്ന് കിട്ടണം. ഒന്നുകിൽ T2 0 ആവണം, അല്ലെങ്കിൽ T1 ഇൻഫിനിറ്റി ആവണം. രണ്ടും നടക്കില്ല. ടെമ്പറേച്ചർ T2 0 ആവണം, അപ്പൊ 1 കിട്ടും. T1 0 ആയാൽ 1/∞ 0 കിട്ടും. സോ ഈറ്റ 1 എന്ന് കിട്ടും. രണ്ട് കേസും പോസിബിൾ അല്ല. അതുകൊണ്ട് 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല. Animals curl into a ball when they feel very cold. എക്സാമിന് ചോദിക്കാറുണ്ട്. അനിമൽസ് കണ്ടിട്ടുണ്ടോ പട്ടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടന്നുറങ്ങുന്നേ? എന്തിനാ? ഫിസിക്സാ. When animals curl, their surface area decreases. പരന്നു കിടന്ന അവരുടെ ഏരിയ കൂടും, ചുരുങ്ങി കിടന്ന അവരുടെ ഏരിയ കുറയും. So and because energy radiated vary directly with surface area. സർഫസ് ഏരിയ അതുപോലെ തന്നെ എനർജി റേഡിയേറ്റഡും തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല. നിവർന്ന് കിടന്ന എനർജി ഫുള്ള് റേഡിയേറ്റ് ചെയ്യും. ഹീറ്റ് എനർജി ഒക്കെ അങ്ങ് റേഡിയേറ്റ് ചെയ്ത് പോകും. ചുരുണ്ട് കിടന്ന സർഫസ് ഏരിയ കുറഞ്ഞ ഹീറ്റ് എനർജി അത്രയ്ക്ക് അങ്ങ് റേഡിയേറ്റ് ചെയ്ത് പോവില്ല. അപ്പൊ ചൂട് കിട്ടും കേട്ടോ. സോ ഹീറ്റ് ലോസ് ഉണ്ടാവില്ല. ഹീറ്റ് ലോസ് ഡ്യൂ ടു റേഡിയേഷൻ. അന്നാ എനിക്ക് തണുക്കാൻ വേണ്ടി ഞാൻ പരന്ന് കിടക്കാന്നാണ് നമ്മുടെ അയ്യോ എനിക്ക് പേരൊന്നും കിട്ടുന്നില്ല വായിക്കാൻ. ഓക്കെ, യെസ്, മിസ് മുന്നോട്ട് പോവാ കേട്ടോ. വൈ ഇസ് മെർക്കുറി യൂസ്ഡ് ഇൻ മേക്കിംഗ് തെർമോമീറ്റർ? നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുള്ള ആളാണ് തെർമോമീറ്റർ അല്ല, മെർക്കുറി. Okay, so mercury used because mercury has a wide and useful temperature range and a uniform rate of expansion. നല്ല യൂണിഫോം റേറ്റ് ഓഫ് എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വൈഡ് യൂസ്ഫുൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. പല ടെമ്പറേച്ചറിൽ നല്ല യൂണിഫോംലി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മുടെ തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് കാർനോട്ട്സ് തിയറം. കാർനോട്ട് എഞ്ചിൻ അറിയാലോ. എന്താണ് കാർനോട്ട്സ് തിയറം? We know that according to Carnot's theorem, no engine operating between two temperature can be more efficient than a Carnot reversible engine operating between the same temperature. അതായത് കാർനോട്ട് എഞ്ചിൻ ആണ് ഏറ്റവും എഫിഷ്യന്റ് ആയ എഞ്ചിൻ. സോ T1 T2 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ, അതേ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർനോട്ട് എഞ്ചിനും T1 T2 എന്ന് പറയുന്ന അതേ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു എഞ്ചിനും ഒരിക്കലും കാർനോട്ട് എഞ്ചിന്റെ അത്ര എഫിഷ്യൻസി ഈ എഞ്ചിന് എത്തില്ല എന്നാണ് കാർനോട്ട് തിയറം പറയുന്നത്. ഭയങ്കര കോൺഫിഡന്റ് കാർനോട്ട് എഞ്ചിന്റെ പേരില്. അത്രയും എഫിഷ്യൻസി ഒരിക്കലും മറ്റൊരു എഞ്ചിൻ അതേ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്താൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് കാർനോട്ട് തിയറം. ഓക്കെ, സെറ്റല്ലേ? സെക്കൻഡ് ലോയിലുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ച്
23rd ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണമെന്നാണ്. ദിസ് ഇസ് യൂട്യൂബ് ലൈവ്. ആരാണിത്? യൂട്യൂബ് ലൈവ് അല്ലേ? ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ചാൽ കിട്ടൂലേ കുട്ടാ? ജിഗ്നേഷ് മറന്നുപോയി എന്നൊക്കെ. എന്റെ മിസ്സേ, പഠിച്ച് ഞാൻ മറന്നുപോയി യൂട്യൂബ് ലൈവ് ആണെന്ന്. ആ ശരി, കഴിഞ്ഞ 23rd ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണമെന്നാണോ? നമ്പർ വേണ്ട, സെറ്റ്. ശരി, ജിഗ്നേഷ് ഇസ് ലൈക്ക് മിസ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട, മിസ്സേ പൊക്കോ. ഓക്കെ, ഞാൻ എവിടെ എത്തി? യെസ് ഇവിടെ അല്ലേ എത്തിയത്? യെസ്, ഇവിടെ എത്തി. കാർനോട്ട് എഞ്ചിൻ is considered as an ideal heat engine. Okay, ദേ വരുന്നു the most important question of the day. Draw the PV graph of Carnot cycle. Carnot cycle ന്റെ PV diagram വരയ്ക്കുക. Carnot cycle ന്റെ PV diagram വരയ്ക്കുക. Derive an equation to find the work done during an adiabatic process. മിസ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിലും മിസ് പറയാണ്, work done during isothermal process, adiabatic process, ഐസോകോറിക്. അതിന് ഡെറിവേഷൻ വലുതല്ല, ഇത് രണ്ടുമാണ് വലിയ ഡെറിവേഷൻ. അത് രണ്ടും മാറി എക്സാമിന്, ഒരു കൊല്ലം ഐസോതെർമൽ ആണെങ്കിൽ ഒരു കൊല്ലം അഡിയാബാറ്റിക് കേട്ടോ ചോദിക്കും. ഈ ചാപ്റ്റർ എക്സാമിനുള്ളവരോട് മിസ് പറയണം, ഒരിക്കലും വിടരുത്. കുഞ്ഞ് ഇന്റഗ്രേഷൻ ഒക്കെ ഉള്ളിൽ വരുന്നുണ്ട്, എന്തായാലും പഠിക്കാം കേട്ടോ. കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. ഐസ് പോയിന്റിനും സ്റ്റീം പോയിന്റിനും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി. ഓക്കെ, സോ മിസ് മുന്നോട്ട് പോവാണ്. പി വി ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. ഒരു കാർനോട്ട് എഞ്ചിന്റെ പി വി ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. പി ഇൻ ദി ദാറ്റ് ആക്സിസ്, വി ഇൻ ദി എക്സ് ആക്സിസ് കേട്ടോ. പി വി ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിൽ 4 പ്രോസസ്സുകളാണുള്ളത്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഒന്ന് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഒന്ന് ഐസോതെർമൽ കംപ്രഷൻ, ഒന്ന് അഡിയാബാറ്റിക് കംപ്രഷൻ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, 4 പ്രോസസ്സിന്റെ പേര് നമ്മുടെ ഈ ഇതിലെ. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇനി കുറെ ഉണ്ട്. മിസ് ക്വസ്റ്റ്യൻ മാത്രം പറയാനുള്ള പ്ലാൻ ആട്ടോ, അല്ലെങ്കിൽ തീരില്ല. നിങ്ങൾക്ക് എന്താ പറയാ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം, നിങ്ങൾ ഇരുന്ന് പഠിക്കൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാം? സോ P1 V1 T1ൽ നിന്ന് P2 V2 T1ലേക്ക് മാറി. ഇവിടെ ടെമ്പറേച്ചർ മിസ്സിന് തെറ്റി എഴുതിയതാണോ? ഇവിടെ എന്താ വീണ്ടും T1 എന്ന് എഴുതിയ മിസ്? അവിടെ നടന്ന പ്രോസസ് ഐസോതെർമൽ പ്രോസസ്, ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, സോ ക്യാരി T1. പിടികിട്ടിയോ? ഇനി അഡിയാബാറ്റിക് എന്ന് പറയുമ്പോൾ പ്രഷറോ വോളിയോ ടെമ്പറേച്ചറോ ആരും കോൺസ്റ്റന്റ് അല്ല, അവിടെ ഹീറ്റ് ആണ് കോൺസ്റ്റന്റ്. സോ P2 മാറി P3 ആയി, V2 മാറി V3 ആയി, T1 മാറി T2 ആയി. പിടികിട്ടിയോ? അടുത്തത് ഐസോതെർമൽ കംപ്രഷൻ ആ, ടെമ്പറേച്ചർ സെയിം എഴുതണം കേട്ടോ. P3 മാറി P4 ആയി, V3 മാറി V4 ആയി, പക്ഷെ T2 ക്യാരി T2. ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. വീണ്ടും അഡിയാബാറ്റിക് എല്ലാവരും മാറി, P4 മാറി P1 ആയി, V4 മാറി V1 ആയി, T2 മാറി T1 ആയി. ദിസ് ഇസ് എൻ സൈക്ലിക് പ്രോസസ്, റിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ്. കാർനോട്ട് എഞ്ചിന്റെ പി വി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ആൻഡ് ദീസ് ആർ ദി 4 പ്രോസസ്സസ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് P1 V1 T1 നിന്ന് തുടങ്ങുക. P2 V2 T1, P3 V3 T2. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അവിടെ നടക്കുന്ന പ്രോസസ് ഏതാന്ന് മാത്രം അറിഞ്ഞാൽ മതി. ധരുൺജിത്തിന്റെ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ, തളർന്ന നീ ധരുണേ, തളരരുത് കേട്ടോ. ഓ അതെ, അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഓർമ്മ വന്ന് ഞാനിത് പഠിച്ചതാ. വെരി ഗുഡ് അഭിജിത്ത്, നീ ഇത് പഠിച്ചെങ്കിൽ നിനക്ക് എന്തായാലും ഒരു 4-5 മാർക്ക് കയ്യിലിരിക്കും കേട്ടോ. വർക്ക് ഡണിന്റെ ഇക്വേഷൻ അതന്നെയല്ലേ ചോദിച്ചേക്കുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്. ഇവിടെ നിന്ന് തുടങ്ങാ ചെയ്യാട്ടോ. മിസ് സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് അഡിയാബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഐസോതെർമലിന്റെ ഇക്വേഷൻ. അതിനൊരു ചെറിയ കറക്ഷൻ കൊണ്ടുവന്നതാണ് ഒരു സയന്റിസ്റ്റ് വന്നിട്ട്. അപ്പൊ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് എന്ത്, നമ്മുടെ അഡിയാബാറ്റിക്കിന്റെ ഇക്വേഷൻ. അവിടെ നിന്ന് തുടങ്ങണം നമ്മൾ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് വർക്ക് ഡണ്ണിന് PdV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ അറിയാലോ, എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രേഷൻ എന്താ? എക്സ് റേസ് ടു n+1/n+1. അതുകൊണ്ടാണ് ഇവിടെ -γ+1 ഡിവൈഡഡ് ബൈ -γ+1 എന്ന് വന്നേക്കുന്നത് കേട്ടോ. 1/v റേസ് ടു ഗാമേനെ v റേസ് ടു -γ എന്ന് എഴുതാം. അതിന്റെ കൂടെ +1 ഡിവൈഡഡ് ബൈ -γ+1. അതാണ് ഇന്റഗ്രേഷൻ. ഓക്കെ, ലിങ്ക് എടുത്ത് ഒന്നുകൂടെ നോക്കാം. അല്ലെങ്കിൽ മിസ്സിന്റെ ഒരു ക്ലാസിന്റെ ലിങ്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ആ ലിങ്ക് എനിക്ക് വേഗം വേണം, അതൊന്ന് നമ്മൾ ടീച്ചറിൽ നിന്ന് മേടിക്കാം കേട്ടോ. ഓക്കെ, ശരി. സോ അല്ലെങ്കിൽ ഇനി ആരും കിട്ടുന്നില്ല ഈ പാതിരാത്രി കണക്ട് ചെയ്യാന്നാണെങ്കിൽ മിസ്സിന്റെ ഇൻസ്റ്റാഗ്രാമില്ലേ ഒഫീഷ്യൽ ശ്വേത രാമദാസ് 90+, അതിൽ മിസ്സേ ലിങ്ക് തായെന്ന് പറഞ്ഞു വന്നാലും മതി. ഇനി ആരും കണക്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ കേട്ടോ, ക്ലാസിന്റെ ലിങ്ക് തരാം.
യെസ്. അപ്പോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? വർക്ക് ഡണിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, 1/γ-1 μr × T1 - T2. ഇതുവരെ ഡിറൈവ് ചെയ്യണം കേട്ടോ. കേട്ടല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ അല്ലെങ്കിൽ അഡിയാബാറ്റിക് ചോദിക്കാറുണ്ട് എക്സാമിന് മാറി മാറി. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കാണാതെ പഠിച്ചോ. 1 - T2/T1. ടെമ്പറേച്ചർ T2 T1 തരും, എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറയും. ഡയറക്റ്റ് ഇക്വേഷൻ എഫിഷ്യൻസി T2 - T1, 1 - T2/T1. T2 - അല്ല T2/T1. T1 100 ഡിഗ്രി സെൽഷ്യസ്, T2 0 ഡിഗ്രി സെൽഷ്യസ്. ഇതെന്താ ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നതെന്ന് അറിയോ? ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും ആണ് കേട്ടോ. അത് കയ്യിൽ നിന്ന് ഇടേണ്ടി വരുവേ. ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. തന്നേക്കുന്നത് എന്താ നോക്കിയേ? 100 ഡിഗ്രി സെൽഷ്യസ് അഥവാ 373 കെൽവിനും 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിനും. ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും 100 ഡിഗ്രി സെൽഷ്യസും 0 ഡിഗ്രി സെൽഷ്യസും കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. കെൽവിനിലാക്കിയതിനു ശേഷം മാത്രം T2/T1 ഇടുക. ഡിഗ്രി സെൽഷ്യസ് കൊണ്ടിടരുത് കേട്ടോ, കെൽവിനിൽ എഴുതണം. T2 T1 കെൽവിനിൽ. സോ ദി എഫിഷ്യൻസി ഈസ് 26%. പിടികിട്ടിയോ? ഇൻറ്റു 100 ചെയ്ത പെർസെന്റേജിൽ എഴുതാം കേട്ടോ. സെറ്റിലെ മക്കളെ? T2/T1, 1 - T2/T1. റൈറ്റ് ദി ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി നമ്മൾ കണ്ടു. റൈറ്റ് ദി നെയിം ഓഫ് ദി 4 പ്രോസസ്. കണ്ട ആ സൈക്ലിക് പ്രോസസ്സിലെ 4 പ്രോസസ്സിന്റെ പേര്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. 4 പ്രോസസ്സ്. T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, Q1 തന്നിട്ടുണ്ട്, Q2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എഫിഷ്യൻസിക്ക് മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഒന്ന് 1 - T2/T1, ഒന്ന് 1 - Q2/Q1. ഹീറ്റ് എനർജിയുടെ ഇതില് ഫോമില്. സോ ഇതിൽ നിന്ന് നമ്മുടെ 1 - T2/T1 എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, Q2 Q1 കണ്ടുപിടിക്കാൻ. ഒന്നുമില്ല, അത് ഇങ്ങനെ ചെയ്താൽ മതി, ഇക്വേറ്റ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. മിസ് കാണിച്ചു തരാം. യെസ്. റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ദി എഫിഷ്യൻസി ഓഫ് ദി കാർനോട്ട് എഞ്ചിൻ. അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. 2 ഇക്വേഷൻ ഉണ്ട്. ഇനി റൈറ്റ് ദി നെയിം ഓഫ് ദി 4 പ്രോസസ്, അത് നമ്മൾ കണ്ടു. ഇനി T1 T2 തന്നിട്ടുണ്ട്, Q2 കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. സോ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. സോ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. 4 പ്രോസസ്സ്. ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ 2 എഫിഷ്യൻസികൾ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് Q2 കണ്ടുപിടിക്കുക കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മക്കളെ. ഓക്കെ, ചെയ്ത് നോക്കാം. ഇത്രേ പറയാനുള്ളൂ. എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇത് വേറൊരു ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എൻഡ് പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അതൊരു സൈക്ലിക് പ്രോസസ്സിൽ അല്ലെങ്കിൽ സർക്കുലർ ക്ലോസ്ഡ് പാത്തിൽ 0 ആണ് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ. പഠിച്ചല്ലേ മുമ്പ് പഠിച്ചതല്ലേ? മുമ്പ് പഠിച്ചതാണ് കേട്ടോ. ഡിറൈവ് ദി എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻ, മേയേഴ്സ് റിലേഷൻ. നെയിംഡ് ആയിട്ടുള്ള ആൾക്കാർ ഇമ്പോർട്ടന്റ് ആണ്. CP എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോള്യത്തില് ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാൻ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. അത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതാണ് ഈ സഫിക്സ് P. CV എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് വോള്യം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എത്രയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, എത്ര ഹീറ്റ് കൊടുക്കണം 1 യൂണിറ്റ് ഹീറ്റ് കൂടാൻ, ടെമ്പറേച്ചർ കൂടാൻ, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം. CP - CV = R. ഓക്കെ, വേറെ R ഇസ് ദി ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് R. സോ അങ്ങനെയാണെങ്കിൽ CP - CV = R എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഷുവർ ക്വസ്റ്റ്യൻ ട്ടാ. പഠിച്ചിട്ട് പോണേ മക്കളെ. സോ നിങ്ങൾക്ക് ലൈവില് നോക്കി സ്റ്റെപ്സ് നോക്കാൻ വേണ്ടിയിട്ട് മിസ് സ്റ്റെപ്സ് മാത്രം കാണിക്കുന്നുണ്ട്. ഇപ്പൊ പഠിക്കണം എന്നില്ല, നിങ്ങൾ പക്ഷെ പഠിച്ചിട്ട് പോകണം. CP - CV = R. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് ലോ ഉപയോഗം വരുന്നുണ്ട്. CVയുടെ ഇക്വേഷൻ നമ്മുടെ ഹീറ്റ് ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടി, അതല്ല ഇക്വേഷൻ. സോ ΔQ/ΔT അറ്റ് കോൺസ്റ്റന്റ് വോള്യം. ഓക്കെ, ഇനി വോള്യം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ΔQ എന്ന് പറയുന്നത്. ΔQന്റെ ഇക്വേഷൻ എന്താ? ΔQ = ΔU + P∆V അല്ലേ മക്കളെ? അല്ലെ, P∆V അല്ലേ? സോ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ വോള്യത്തിൽ വേരിയേഷൻ ഉണ്ടോ? ഇല്ല. ΔV 0. അപ്പൊ ആ ടൈം പോകും. ΔQ = ΔU ആവും. ഓക്കെ, അങ്ങനെയാണ് ഇത് ΔU/ΔT ആയത്. പിടികിട്ടുന്നുണ്ടോ? ആ ശരി. സോ മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. സ്റ്റെപ്സ് നിങ്ങൾ നോക്കിക്കോ. ഇനി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആവുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ ആണ് കോൺസ്റ്റന്റ്. സോ 0 ആക്കാൻ ടേംസ് ഒന്നും ഇല്ല. ΔU/ΔT അങ്ങനെ തന്നെ ഇരിക്കും.
അതായത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ? സോ അത് അങ്ങനെ തന്നെ എഴുതേണ്ടി വരും കേട്ടോ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഡെൽറ്റ ടി ഇടാം പ്ലസ് പി ഡിവൈഡഡ് ബൈ, കണ്ടോ? അതാണ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കാണാതെ പഠിക്കണം കേട്ടോ. പി വി ഇസ് ഈക്വൽ ടു ആർ ടി അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഓക്കെ, പി വി ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് അതിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പി വി ഈക്വൽ ടു എൻ ആർ ടിയില് മിസ് വീണ്ടും പറയുന്നു, വി ഹാവ് എ ലിങ്ക് ക്ലാസിന്റെ, ഡീറ്റെയിൽഡ് ക്ലാസിന്റെ. അത് കാണാൻ ഒരു ഹാഫ് ആൻ അവർ മതിയാവും, 3 മണിക്കൂർ മാക്സിമം പോയാൽ സ്പീഡിലിട്ട് കാണാൻ. അതിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ മക്കൾക്ക് ഇതിന്റെയൊക്കെ ഡെറിവേഷൻ വേണമെങ്കിൽ കിട്ടും. എന്ത് പറഞ്ഞു തരുമെന്ന് പഠിക്കന്നെ വേണം, ഇതൊന്നും തിന്നു തീർക്കാൻ പറ്റില്ലല്ലോ കേട്ടോ. യെസ്, പി ഇൻറ്റു ഡെൽറ്റ വി ബൈ, അതാണ് ഇപ്പൊ ആവശ്യം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർ. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി 1 ആവുമല്ലോ, അതുകൊണ്ടാണ് ഇവിടുത്തെ ടി കാണാതെ ആയത് കേട്ടോ. ഇത് കൊണ്ടുപോയി നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. കാരണം ഇതേ ഒരു ടേം നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുമ്പോൾ സി പി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് ആർ എന്ന് കിട്ടും. ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആരാ? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആരാ? ഇരിക്കണു സി വി. കണ്ടോ, വെരി ഈസി ഡെറിവേഷൻ കേട്ടോ. സോ സി പി ഇസ് ഈക്വൽ ടു സി വി മൈനസ് ആർ എന്ന് കിട്ടും. സോ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്ന് കിട്ടും. ഇതിന്റെ പേരാണ് മേയേഴ്സ് റിലേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൂവ് മേയേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ പ്രൂവ് സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. യെസ്, Carnot cycle of heat engine with ideal gas and working substance is shown below. 4 പ്രോസസ്സിന്റെ പേര് അറിയാലോ. Can a Carnot engine work if its sink and source are interchanged? Explain. ഓക്കെ സാർ, ഇതൊന്ന് മാറ്റി കൊടുക്കാം അവർക്ക്. സിങ്കും സോഴ്സും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുമോ? ഓക്കെ, പറ്റില്ല കേട്ടോ, സോറി. സിങ്കും സോഴ്സും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്റർചേഞ്ച് ചെയ്യാൻ പാടില്ല. ഞാൻ എന്തിനാ ചിരിക്കുന്നതല്ലേ, സാറിന് ആഡ് മാറ്റാൻ ഇഷ്ടമല്ല. ഓക്കെ, സോ ഐസോതെർമൽ എക്സ്പാൻഷൻ. ബുക്ക് ഫുൾ അരച്ചു കുടിക്കണോ? ഐസോതെർമൽ 4 പ്രോസസ്സിന്റെ പേര്. നോ, ഹീറ്റ് ഓൾവേസ് ഫ്ലോ ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സിങ്കും സോഴ്സും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ ഹീറ്റ് എഞ്ചിനിൽ. ഓവർ കോൺസെപ്റ്റിലേക്ക് ഒന്നും ഇറങ്ങണ്ട എന്റെ മക്കളെ, നാളെ എക്സാം ആയതുകൊണ്ട്, അല്ലെങ്കിൽ മിസ് അങ്ങനെ പറയില്ല കേട്ടോ. ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. ആരാ കോൺസ്റ്റന്റ്? വോളിയം കോൺസ്റ്റന്റ് ആയത് ഐസോകോറിക് പ്രോസസ്. ഓക്കെ, തെർമോഡൈനാമിക് പ്രോസസ് വരെ നല്ല പ്രോസസ് അല്ല, ഐസോകോറിക്. വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ്? മിസ് പറഞ്ഞില്ലേ, വർക്ക് ഡൺ ഡ്യൂറിംഗ് ഐസോതെർമൽ അഡിയാബാറ്റിക് പഠിക്കണം. ഐസോകോറിക് നോക്കിയേ, ഐസോകോറിക്കില് വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താ? പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. വോളിയം കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവോ? ഇല്ല, 0. സോ വർക്ക് 0 ആണ് കേട്ടോ. ഒരു ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ 0 ആണ്, പഠിച്ചു വെച്ചോ. ഒരു ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ 0 ആണ്. അതേസമയം ഐസോതെർമൽ അഡിയാബാറ്റിക്കിൽ ഒരു ചക്ക പോലത്തെ ഡെറിവേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇന്റേണൽ എനർജി കൂട്ടാനും വർക്ക് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ഹീറ്റ് ആയ ഡെൽറ്റ ക്യൂ ഇന്റേണൽ എനർജി ആയ ഡെൽറ്റ യു കൂട്ടാനും എക്സ്പാൻഷന് വേണ്ട വർക്ക് ഡൺ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. കണ്ടോ? സോ ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ്, ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ, ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ. 0th ലോ ഓർമ്മയില്ലേ? ABC സിസ്റ്റങ്ങൾ തമ്മിലുള്ളത്. ഇത് സെറ്റല്ലേ? നമ്മൾ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റ് എനർജി അതിന് ഇന്റേണൽ എനർജി കൂട്ടാൻ, അതായത് ഹീറ്റ് കിട്ടുമ്പോൾ അവർ ചാടിത്തുള്ളി എന്ത് ചെയ്യുന്നു? എനർജി കൂടും. മോളിക്യൂൾസിന്റെ കളക്ഷൻ അല്ലേ സിസ്റ്റം. ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ, അതായത് നമ്മുടെ സിസ്റ്റം ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, അതിനൊരു വർക്ക് ചെയ്യണം, അതിനു വേണ്ടി ഉപയോഗിക്കും ബാക്കി എനർജി. കേട്ടോ, സെറ്റല്ലേ? സോ മിസ് മുന്നോട്ട് പോവാട്ടോ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്? മാറി ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോബാറിക്കില് പ്രഷർ, സാറിന്റെ ആഡ് വേണമെങ്കിൽ തിരിച്ചിടാം കേട്ടോ.
ഐസോബാറിക്കില് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അരുൺ സാർ ഇസ് ലൈക്ക് ഞാനൊന്നും ഇടുന്നില്ല, മിസ് ഇങ്ങനെ അടിയിൽ വരെ പിപ്പിട്ടുണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റാനാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല. ചിരിപ്പിക്കല്ലേ കേട്ടാ എന്റെ അരുൺ സാർ, ചിരി തുടങ്ങി നിർത്താൻ പറ്റില്ലെന്ന് അറിയില്ലേ. ഐസോബാറിക് പ്രോസസ്സില് പ്രഷർ കോൺസ്റ്റന്റ് വർക്ക് ഡൺ ഈസ് നോൺ സീറോ. അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട്, അതല്ലേ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഐസോകോറിക് പ്രോസസ്സില് വോളിയം കോൺസ്റ്റന്റ്, അവിടെ വർക്ക് ഡൺ സീറോ. കാരണം പി ഡെൽറ്റ വി അല്ലേ, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് വോളിയം ഇല്ലല്ലോ. എനിക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വരുന്ന വായി ടീച്ചറെ ചിരി കാണാൻ നല്ല രസമുണ്ട്. അടുത്ത വീഡിയോ ഇറക്കാനുള്ള പരിപാടി കൊണ്ട് തരുണേ. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ വിചാരിക്കും വീഡിയോ ഇറക്കാൻ വേണ്ടിട്ടാണ്. ഇല്ല കേട്ടോ, ഞാൻ വിശ്വസിച്ചു. യെസ്, മിസ് മുന്നോട്ട് പോകുന്നു. ഹീറ്റ് എഞ്ചിൻ is a device by which a system is made to undergo a cyclic process that result in conversion of heat to work. Explain briefly the operation of Carnot heat engine. അരുൺ സാർ ഇടയ്ക്ക് ക്ലോക്ക് നോക്കുന്നുണ്ട്. Draw the Carnot cycle. എളുപ്പമാണ് കേട്ടോ. Carnot's theorem. Okay, Carnot's theorem എന്താ പറയുന്നത്? No engine operating between two temperature can have efficiency more than that of Carnot engine. Carnot engine ആണ് the bestest എന്നാണ് Carnot theorem പറയുന്നത്. The efficiency of Carnot engine is independent of nature of working substance. എടുക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് ആയ ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവം എന്താണെന്ന് എഞ്ചിന്റെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. സോ കാർനോട്ട് എഞ്ചിന്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആരാ? ഐഡിയൽ ഗ്യാസാ. അതിന്റെ എഫിഷ്യൻസിയെ പക്ഷെ ഐഡിയൽ ഗ്യാസിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. അത്രേ തരുണ്, ഇങ്ങനെ ചിരിക്കല്ലേ എന്നായിക്കോട്ടെ എന്റെ തരുണേ. ദെൻ കാർനോട്ട് സൈക്കിളില് ഐസോതെർമൽ പ്രോസസ്സ്, രണ്ട് അഡിയാബാറ്റിക് പ്രോസസ്സ് കേട്ടോ. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ് കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിലെ 4 പ്രോസസ്സിനെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് മിസ് പറഞ്ഞുതരാം, ആരും പേടിക്കണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ് 4 സ്റ്റെപ്പാണ്, കാരണം 4 പ്രോസസ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. എന്റെ മക്കൾ നോക്കിക്കേ, സിലിണ്ടർ ആദ്യം തന്നെ സോഴ്സിൽ, ഇവിടെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സിങ്ക് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സാറ് എണീറ്റ് ഓടാണോ, അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഇൻസുലേറ്റിംഗ് പാഡ് ഉണ്ടായിരിക്കും, ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള പാഡ്. ഇവിടെ സോഴ്സ്, ഇവിടെ സിങ്ക്. ഇനി നമ്മളൊരു സിലിണ്ടറിൽ എന്തെടുത്തിട്ടുണ്ടായിരിക്കും? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ. നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു എഞ്ചിൻ അല്ല അല്ലെ? ഒരു സോഴ്സ്, ഒരു സിങ്ക്, ഒരു ഇൻസുലേറ്റിംഗ് പാഡ്, ഇവിടെ ഒരു സിലിണ്ടർ, അവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഓക്കെ, ഇനി ആദ്യം തന്നെ നമ്മുടെ സിലിണ്ടർ എടുത്തിട്ട് ഈ സിലിണ്ടർ എടുത്തിട്ട് സോഴ്സിന്റെ മുകളിൽ വെക്കും. ഓക്കെ, ആ സമയത്ത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക് ഓഫ് ഹീറ്റ് എഞ്ചിൻ. അതായത് ഈ ഒരു സാധനം നമ്മുടെ സൈക്കിളിലെ ആ ഫസ്റ്റ് വൺ, അതാണ് തെർമൽ എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ. എവിടെയാ വെക്കുന്ന? ആദ്യം സോഴ്സിന്റെ മുകളിൽ. ഇനി ഒരു വെറൈറ്റിക്ക് അതെടുത്തിട്ട് ആ എക്സ്പാൻഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? P1 V1 T1 P2 V2 T2 ആവുന്നു. സെറ്റ് അല്ലേ? ഓക്കെ, A to B is shown by AB in VP ഗ്രാഫ്. നമ്മുടെ PV ഗ്രാഫ് ഉണ്ടല്ലോ, അതില് ഫസ്റ്റ് സാധനമാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ ട്ടോ. P1 V1 T1 P2 V2 T2 ആയല്ലോ. യെസ്, ഇനി P2 V2 T1 ആണ് കേട്ടോ അല്ലേ? P2 V2 T1 അല്ലേ മക്കളെ? ഐസോതെർമൽ എക്സ്പാൻഷനില് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണ്ടേ? യെസ്. ഇനി നോക്കിക്കോ, സെക്കൻഡ് സ്ട്രോക്കിൽ എന്ത് സംഭവിക്കുന്നത്? സിലിണ്ടർ എടുത്തോണ്ട് പോയിട്ട് ആ സ്റ്റാൻഡിൽ വെക്കും. ഒരു ഇൻസുലേറ്റിംഗ് പാഡ് നടുക്ക വെച്ചില്ലേ, അതിന്റെ മുകളിൽ വെക്കും. ഓക്കെ, അവിടെ ഗ്യാസ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഫർദർ ആൻഡ് റീച്ച് ദ സ്റ്റേറ്റ് സി. അടുത്ത സ്റ്റേറ്റിലെത്തും. അപ്പൊ അവിടുത്തെ പുതിയ കോർഡിനേറ്റ് P3 V3 T2. അത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. സോ ഫസ്റ്റ് സോഴ്സിന്റെ മുകളിൽ വെക്കുന്നു, എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നു. എടുത്തുപോയി ഇൻസുലേറ്റിംഗ് പാഡിന്റെ മുകളിൽ വെക്കുന്നു, അവിടെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഇനിയും ഉണ്ടോന്നോ? ഇനി തേർഡ് സ്ട്രോക്ക്, 3rd ഉം 4ഉം ഉണ്ട് കുട്ടാ. തേർഡും 4ഉം ഉണ്ട്. തേർഡ് സ്ട്രോക്ക് എന്താ? സിലിണ്ടർ എടുത്തോണ്ട് പോയി സിങ്കിൽ വെക്കുക. സോ ഇവിടെയാണ് സോഴ്സ്, ഇവിടെ ഇൻസുലേറ്റിംഗ് പാഡ്, ഇവിടെ സിങ്ക് അല്ലെ? ആദ്യം ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, ഇനി ഇവിടെ വെച്ചു. ഒരു വട്ടം കൂടെ എടുത്ത് ഇവിടെ വെക്കുമ്പോ പ്രോസസ്സ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സോഴ്സിൽ വെക്കുക, ഇൻസുലേറ്റിംഗ് പാഡിൽ വെക്കുക,
സിംഗിൾ വെക്കുക, പ്രോസസ് ഏതാ നിങ്ങൾക്ക് അറിയാലോ, അത് അവിടെ നടക്കുന്നു എന്ന് എഴുതിയാൽ മതി. കോർഡിനേറ്റ്സും എഴുതാം, P1 V1 T1 ഇതാവുന്നു അതാവുന്നു, അത്രേ ഉള്ളൂ, അത്ര എഴുതാനുള്ളൂ കേട്ടോ. കോർഡിനേറ്റ് P4 V4 T2 ആവും, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഫോർത്ത് ഫൈനൽ സ്ട്രോക്കിൽ സിലിണ്ടർ ബാക്ക് ടു നോൺ കണ്ടക്ടിങ് സ്റ്റാൻഡ് കണ്ട, നാലാമത്തെ സ്റ്റെപ്പ് വീണ്ടും അവിടെ കൊണ്ടുവയ്ക്കുക. അവിടെ വെച്ചിട്ട് അഡിയാബാറ്റിക് കംപ്രഷൻ കാണുന്നില്ലേ, അഡിയാബാറ്റിക് കംപ്രഷൻ നാലാമത്തെ സ്ട്രോക്കിൽ. നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഇതാണ് 4 സൈക്കിൾ, ആ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ഈ ഫിഗർ മാത്രം ആയിരിക്കും. ആദ്യം സോഴ്സില്, പിന്നെ ഇൻസുലേറ്റിംഗ് പാഡില്, പിന്നെ സിങ്കില്, വീണ്ടും ഇൻസുലേറ്റിംഗ് പാഡില്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ തന്നെ അല്ലേ തന്നെ മക്കള് ഫിഗറിൽ നോക്കിയേ. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ അഡിയാബാറ്റിക് കംപ്രഷൻ ട്ടാ, തെറ്റിക്കരുത് ട്ടാ. യെസ്. ഇനി റൈറ്റ് ദി ഇക്വേഷൻ ഫോർ an isothermal process and adiabatic process. PV equal to constant ആണെങ്കിൽ isothermal process, PV raised to gamma equal to constant ആണെങ്കിൽ adiabatic process കേട്ടോ. ഓക്കെ. അരുൺ സാറിന് എടുത്ത് ദൂരെ എറിയാനോ? നെയിം ബോർഡ് എടുത്ത് ദൂരെ എറിയാൻ. ഓക്കെ ഫൈൻ. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് an isothermal process and adiabatic process. എഴുതിക്കോ. PV പ്രഷർ ഇൻറ്റു വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോതെർമൽ, ടെമ്പറേച്ചർ അല്ലേ കോൺസ്റ്റന്റ്. PV സോ P ഇൻറ്റു V കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഐസോതെർമലിന്റെ ഇക്വേഷൻ ആണ്. PV റേസ് ടു ഗാമ. 3 ചാപ്റ്റർ ഉണ്ടാവുമ്പോ മിസ് 10 വരെ എടുക്കാറില്ലേ? ചിരിക്കല്ലേ, ശരി. 3 ചാപ്റ്റർ ഉണ്ടാവുമ്പോ 10 വരെ മിസ് ക്ലാസ് എടുക്കാറില്ല. എന്താ ഇതൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത്. PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഏത്? അഡിയാബാറ്റിക് പ്രോസസ്സില്. എനിക്ക് എന്ത് കാര്യം ഉണ്ടായിട്ടാ ഞാൻ ഇന്ന് വന്ന് ഈ 3 മണിക്കൂർ ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ? സോ ഐസോതെർമലില് PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. അരുൺ സാറിന്റെ കമന്റ്സ് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ ചിരിക്കുന്നത്. Obtain an expression for work done in isothermal. The work done in adiabatic കഴിഞ്ഞ സ്ലൈഡിൽ മിസ് കാണിച്ചു കണ്ടോ. work done in isothermal ചോദിക്കൂട്ടോ. ഇപ്പൊ നമ്മൾ ചിരിക്കും, എക്സാം ഹാളിൽ കരയരുത്. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ, കെൽവിനിൽ തന്നെ തന്നിട്ടുണ്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ. 1 - T2/T1 എളുപ്പമാണ്. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, PV റേസ് ടു ഗാമ കോൺസ്റ്റന്റ്, ഐസോതെർമൽ അഡിയാബാറ്റിക്. ഇതാണ് ഐസോതെർമലിന്റെ വർക്ക് ഡണിന്റെ ഇത് ഡെറിവേഷൻ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡെറിവേറ്റീവ് ഓഫ് 1/V, സോറി ഡെറിവേഷൻ അല്ല കുട്ടാ, ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ 1/V എന്താണെന്നറിയോ നിങ്ങൾക്ക്? ലോഗ് V ആണ് കേട്ടോ. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. എല്ലാവരും ഇത് എന്താ പറ്റിയെന്ന് വിചാരിക്കരുത്. ഡെറിവേറ്റീവ് ഓഫ് 1/x log x, ഡെറിവേറ്റീവ് ഓഫ് 1/V log V. കുറച്ചുകൂടെ ഉള്ളൂ, ക്വസ്റ്റ്യൻ തീരാനായി. ഓക്കെ. യെസ്. സോ വർക്ക് ഡൺ mu RT log V2/V1 വരെ ഡിറൈവ് ചെയ്യുന്ന ഡെറിവേഷൻ പഠിച്ചിട്ട് പോകണം. വർക്ക് ഡൺ ഇൻ an isothermal and work done in an isobaric പഠിക്കണം കേട്ടോ. എഫിഷ്യൻസി T2/T1 ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. T2 വന്നിട്ടുണ്ട് 293, T1 398. 1 - 293 398 which is 0.264 multiplied with 100 26.4%. ഇഷ്ടം പോലെ സമയമുണ്ട്. CP is always greater than CV. എന്തുകൊണ്ട്? ഷുവർ ക്വസ്റ്റ്യൻ. CP minus CV equal to gamma. Prove. Sure question. CP is always greater than CV. Sure question. Work done in an isothermal process. Sure question. Work done in an isobaric. I mean, idile edile orannatta. Okay? Sure question. Total work done. Carnot cycle na PV diagram process. Sure question. Surest question. ഇനി CP എപ്പോഴും ഗ്രേറ്റർ ദാൻ CV ആണ്. CP ആണ് വലുത്. എന്തുകൊണ്ടാ? CP യുടെ ഇക്വേഷൻ ഒന്ന് അഭിജിത്ത് തന്നെ കളിയാക്കുന്നു. ഷുവർ ക്വസ്റ്റ്യൻ. when the gas is heated at constant volume, കോൺസ്റ്റന്റ് വോള്യത്തിലാണ് ഒരു സാധനം ഹീറ്റ് ചെയ്യുന്നത്, ഒരു ഗ്യാസ് എന്ന് പറയുന്ന സിസ്റ്റം ഹീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വോള്യം കോൺസ്റ്റന്റ് അല്ലേ, പിന്നെ വോള്യം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണോ? വോള്യം എക്സ്പാൻഷന് വേണ്ട PdV എന്ന് പറയുന്ന വർക്ക് ചെയ്യണോ? വോള്യം കോൺസ്റ്റന്റ് അല്ലേ, ചെയ്യണ്ട. സോ കോൺസ്റ്റന്റ് വോള്യത്തിൽ CV എന്താ? കുറച്ച് മതി, കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി. പിടികിട്ടുന്നുണ്ടോ? ഇനി പ്രഷർ CPയിലോ, പക്ഷേ CPയില് പ്രഷർ മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ.
അപ്പൊ നമുക്ക് മൊത്തം ഇക്വേഷൻ വേണം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. അത് നമുക്കറിയാം, കോൺസ്റ്റന്റ് പ്രഷർ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതൊക്കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടേം അതിൽ വരും കേട്ടോ. അവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ടേം അങ്ങ് പോവും. സോ സി വി ഓട്ടോമാറ്റിക്കലി ചെറുതായില്ലേ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി മാത്രമായില്ലേ സി വി കേട്ടോ. സോ കൊടുക്കുന്ന ഹീറ്റ് വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്നില്ല സി വിയിൽ, ബിക്കോസ് വി ദ വോളിയം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ സി വി ചെറുത്. ഓക്കെ, അവിടെ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി മാത്രം ആ ഹീറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ബട്ട് when the gas is heated at constant pressure, the heat is used to increase the internal energy. Internal energy കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്, വർക്ക് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. സോ സി പി വലുത്. എക്സാമിന് എന്തായാലും ചോദിക്കും കേട്ടോ. ഇക്വേഷൻ വെച്ച് എഴുതിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. കഴിയാനായിട്ടാ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് എഴുതും. The work done during an isochoric process is 0. So isothermal adiabatic വലിയ വലിയ ഡെറിവേഷൻ, ഐസോകോറിക്കിൽ 0. The branch of physics that developed to understand and improve the working heat engine is the branch of physics that was developed to understand and improve the working heat engine, thermodynamics. കേട്ടോ. Can a Carnot engine work if its sink and source are interchanged? No. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ അല്ലേ? No. Write the equation of state for an ideal gas. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതാൻ പറഞ്ഞാൽ PV is equal to nRT, where n is the number of moles, R is the ideal gas constant, okay, T is the temperature. കേട്ടോ, സെറ്റ് അല്ലേ? P pressure, V volume. കേട്ടോ. What are the extensive and intensive variable? ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്റൻസീവ് എന്ന് കാണുമ്പോൾ ആലോചിക്കുക, ഇൻഡിപെൻഡന്റ്, IN എന്ന് ആലോചിക്കുക, ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ് കേട്ടോ. സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാര് ഇന്റൻസീവ് വേരിയബിൾസ്, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവര് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്. ഇന്റൻസീവ്, ഇൻഡിപെൻഡന്റ്. പൊന്നുമക്കളൊന്ന് പഠിച്ചേ. ഇന്റൻസീവ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ്, ഇൻഡിപെൻഡന്റ്. ഓക്കെ, ആരൊക്കെയാ? വോളിയം, മാസ്. അവരൊക്കെ ആരാന്നറിയോ? അവരൊക്കെ എക്സ്റ്റെൻസീവ് ആണ് കേട്ടോ. ഡിപ്പെൻഡ് ചെയ്യും. മാസ് ഇത്ര എടുത്താലും സൈസ് വലുതാക്കി എടുത്ത മാസിൽ വേരിയേഷൻ വരില്ലേ? ഫോർ ഷുവർ. ഓക്കെ, പക്ഷെ വോളിയം എന്താണ്? വോളിയം എക്സ്റ്റെൻസീവ് തന്നെയാണ്. അളവ് കൂടിയ, സൈസ് കൂടിയ ഒബ്വിയസ്ലി വോളിയത്തിൽ വേരിയേഷൻ വരും. എന്നാലോ ഈ മാസ് ബൈ വോളിയായ ഡെൻസിറ്റി ഇല്ലേ, അത് ഇന്റൻസീവാ, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെങ്ങനെ? അങ്ങനെ മണ്ണെണ്ണ, കുറച്ച് മണ്ണെണ്ണ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഡെൻസിറ്റി എന്ത് കിട്ടും? 800 സംതിങ് കിട്ടും, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടും. കുറച്ചധികം മണ്ണെണ്ണ എടുത്ത് ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്താലോ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി മാറുമോ? ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് ഒരേ ഡെൻസിറ്റി അല്ലേ എത്ര അളവെടുത്താലും. സോ മാസും വോളിയവും ഇന്റൻസീവ് ആണ്, സോറി എക്സ്റ്റെൻസീവ് ആണ്. അറ്റ് ദി സെയിം ടൈം മാസ് ബൈ വോളിയം ആയ ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്. ഈ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് മാറി മാറി ചോദിക്കാറുണ്ട്. മാസും വോളിയവും എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. അവരുടെ സൈസ് മാറിയാൽ വേരിയേഷൻ വരും. എന്നാൽ അവരുടെ റേഷ്യോ ആയ ഡെൻസിറ്റി, സൈസ് മാറിയാലും പ്രശ്നമില്ല. കുറച്ചളവ് മണ്ണെണ്ണ എടുത്ത് ടെസ്റ്റ് ചെയ്താലും കൂടിയ അളവ് മണ്ണെണ്ണ എടുത്ത് ടെസ്റ്റ് ചെയ്താലും ഡെൻസിറ്റി വിൽ ബി ദി സെയിം കേട്ടോ. സോ അതാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾ, ഇന്റൻസീവ്. ഓർത്ത് വെക്കാൻ ഐഡിയ ഉണ്ട്. ഇന്റൻസീവ് ഇസ് ഇൻഡിപെൻഡന്റ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി സൈസ്. ഇതാണ് പല പല പ്രോസസ്സുകളുടെ ഇക്വേഷൻ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ, തീർന്നു, പേടിക്കണ്ട, കഴിഞ്ഞു. സോ 10 ഒന്നും ആവേണ്ട ആവശ്യമില്ല, നമ്മൾ നിർത്തും. ടൈപ്പ് ഓഫ് പ്രോസസ്സും ഫീച്ചറും അവരുടെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഐസോതെർമൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, ഇത്ര ഇക്വേഷൻ വരും കേട്ടോ. ഇനി ഐസോബാറിക്, പ്രഷർ കോൺസ്റ്റന്റ്, ഫുൾ ഇക്വേഷൻ വരും, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, കാരണം അവിടെ പ്രഷർ അല്ലേ കോൺസ്റ്റന്റ് ഉള്ളൂ. ഐസോകോറിക്, വോളിയം കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞ എന്താർത്ഥം? പി ഡെൽറ്റ വിയില് ഡെൽറ്റ വി 0 വരും, ഈ ടൈം അങ്ങ് പോവും. സോ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. പിടി കിട്ടുന്നുണ്ടോ? അഡിയാബാറ്റിക്, അവിടെ ഹീറ്റ് ഫ്ലോ ആണ് കോൺസ്റ്റന്റ്. സോ ഐസോതെർമൽ, ടെമ്പറേച്ചർ, ഐസോബാറിക്, ബാർ പ്രഷർ, ഐസോകോറിക് വോളിയം, അഡിയാബാറ്റിക് ഹീറ്റ് ആണ് കോൺസ്റ്റന്റ്. നോ ഹീറ്റ് ഫ്ലോ. പിടികിട്ടുന്നുണ്ടോ? അവിടെ ഡെൽറ്റ ക്യൂ 0, ഹീറ്റ് വേരിയേഷൻ ഇല്ലല്ലോ. സോ ഡെൽറ്റ ക്യൂ തന്നെ 0 ആണ് ഈ ഇക്വേഷനിൽ. ഡെൽറ്റ ക്യൂ 0 ആയ ഡെൽറ്റ ഡബ്ല്യൂനെ മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതി കൂടെ? ഈ ഇക്വേഷനിൽ ഇത് 0 ആണെങ്കിൽ ഡെൽറ്റ യുവിനെ
പ്ലസ് ഡെൽറ്റ ഡബ്ല്യു 0 വരും, ഡെൽറ്റ യുന് മൈനസ് ഡെൽറ്റ ഡബ്ല്യു എഴുതി കൂടെ. സോ ദീസ് ആർ ദി ഇക്വേഷൻ ആൻഡ് ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്. സെറ്റ് ആണോ? യെസ്, മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. നാളെ മാരത്തൺ എടുക്കാൻ ഞാൻ ബാക്കി ഉണ്ടായാൽ മതിയായിരുന്നു. The work done during an isobaric process is okay, work done during an so adiabatic ഉം ഐസോതെർമലും ആണ് വലിയ ഡെറിവേഷൻ. ഐസോകോറിക്കിലെ വർക്ക് ഡൺ 0, ഐസോബാറിക്കിലെയോ ഇത്രേ ഉള്ളൂ, എഴുതി വെച്ചാൽ മതി. വർക്ക് ഡൺ is equal to P delta V P into V2 minus V1. സോ ഐസോതെർമൽ വലിയ ഡെറിവേഷൻ, ഐസോ അഡിയാബാറ്റിക് വലിയ ഡെറിവേഷൻ. എവിടുന്ന് തുടങ്ങും? ഒന്ന് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റിൽ തുടങ്ങും, ഒന്ന് പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റിൽ തുടങ്ങും. ഐസോകോറിക് 0, ഐസോബാറിക്കില് പി ഇൻറ്റു V2 മൈനസ് V1. വെറുതെ എഴുതി വെച്ചാൽ മതി. മിസ് മുത്ത 10 എന്നെ മുന്നേ വിടാം കേട്ടോ, അതിനാണ് ഇങ്ങനെ പൊക്കി പറയുന്നത്. കഴിഞ്ഞടോ സ്റ്റേറ്റ് മിസ് പറഞ്ഞില്ലേ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 4 പേര് കൂടി 2ആയി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഡെഫിനിഷനും സെപ്പറേറ്റ്ലി ചോദിക്കും. സോ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇത് തന്നെ എഴുതണം. സെക്കൻഡ് ലോ. സോ 0ത്തിന് ശേഷം ഫസ്റ്റിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് തന്നെ 2 രൂപത്തിൽ അവതരിപ്പിക്കും. ഒന്ന് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അതിൽ പറയുന്നത് എത്രയേ ഉള്ളൂ, നോ പ്രോസസ് ഈസ് പോസിബിൾ whose sole result is the transfer of heat from a colder object to a hotter object. ഒരിക്കലും ഒരു കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഫ്രം കോൾഡർ ടു ഹോട്ടർ, ഐസിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നെവർ. അതാണ് ക്ലോഷ്യസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതേപടി എഴുതണം കേട്ടോ, അതേപടി എഴുതണം. No process is possible whose sole result is this transfer of heat from a colder object to a hotter object. ഇനി എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്? മറ്റേ സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചു തരാം. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. thermodynamic process is reversible if the process can be turned back such that both the system and surrounding return to their original state. തിരിച്ച് സിസ്റ്റം പഴയപടി ഇരിക്കണം, സറൗണ്ടിങ്ങും പഴയപടി ആവുന്നുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ പ്രോസസ് ആണ്. വേറെ ഒരു ചേഞ്ചും അതിൽ പാടില്ല. ഓക്കെ, ദെൻ ഒരു ക്വാസി എക്സാമ്പിൾ, ഒരു ക്വാസി സ്റ്റാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എ ഐഡിയൽ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് മൂവബിൾ പിസ്റ്റൺ ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. എക്സാമ്പിൾ, റിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിൾ, നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന സ്പോണ്ടേനിയസ് ആയ എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ് കേട്ടോ, തിരിച്ചതുപോലെ ആക്കാൻ പറ്റില്ല. ഓക്കെ, then cyclic process, a cyclic process system return to its initial state. cyclic എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രോസസ് സൈക്ലിക് ആയിരുന്നു, ഓർമ്മയില്ലേ? ഇത് അതെന്താ, തുടങ്ങിയ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, സൈക്ലിക് പ്രോസസ്. സോ du0 ഫോർ എ സൈക്ലിക് പ്രോസസ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് കേട്ടാ, നമ്മുടെ കഴിഞ്ഞു വിട്ട മക്കളെ, ലാസ്റ്റത്തെ എന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ ആയത്, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നോ? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. നേരത്തെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഹോട്ടർ കോൾഡർ ബോഡിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല എന്ന്. അതാണ് സെക്കൻഡ് ലോ. കെൽവിൻ പ്ലാങ്ക് വന്നിട്ട് അതിനെ വേറൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്തു, നോ പ്രോസസ് പോസിബിൾ whose sole result is the absorption of heat from a reservoir and complete conversion of the heat into work. ഒരിക്കലും റിസർവോയറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് ആ ഹീറ്റ് മൊത്തം വർക്കാക്കി മാറ്റാൻ ആർക്കും പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ 100% എഫിഷ്യൻസി, നോട്ട് പോസിബിൾ. ഫുൾ ഹീറ്റും വർക്കാക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ സെക്കൻഡ്. റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കംപ്ലീറ്റ്ലി വർക്ക് ആക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ എ കാർനോട്ട് സൈക്കിൾ. പഠിച്ചോളൂ കേട്ടോ. ടോട്ടൽ വർക്ക് ഡൺ, അതായത് 4 പ്രോസസ് ഇല്ലേ, 1 2 3 4. അതിൽ ആദ്യത്തെ പ്രോസസ്സിന് വർക്ക് ഡണ്ണിന് ഒരു ഇക്വേഷൻ കിട്ടും, കുറച്ച് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം, P1 V1 T1 ഒക്കെ. 2ന് കിട്ടും, 3ക്ക് കിട്ടും, 4നും കിട്ടും. എല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ വർക്ക് ഡണ്ണിന് ഒരു ഫൈനൽ ഇക്വേഷൻ കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ് പറഞ്ഞ ലിങ്ക് നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ആ ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, സോ കിട്ടാത്തവർ അത് അന്വേഷിക്കാം. സോ യെസ്, അപ്പൊ അത്രേ ഉള്ളൂ മിസ്സിന് പറയാനായിട്ട്. ദിസ് ഇസ് ഓൺലി എത്ര മണി? 10:15 ആയുള്ളൂ. സോ സാഡ്. ഓക്കെ മക്കളെ, സോ നാളെ രാവിലെ വരണം കേട്ടോ. മിസ്സും നാളെ രാവിലെ വരുന്നതായിരിക്കും. 7 to 10. നമുക്ക് 3 ചാപ്റ്ററും കൂടി ഉണ്ട്. ഇത്രയും സമയം എടുക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു. 2 ചാപ്റ്റർ ചെറുതാണ്.
സോ യെസ് അപ്പോ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഇരുന്നതിന്. ഇനി നമുക്ക് എക്സാം അടിപൊളിയാക്കണം. എന്റെ യൂട്യൂബിലും കുറേ ചാറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യൂട്യൂബിലെ ചാറ്റിംഗ് പീപ്പിളിനും ബൈ ബൈ. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് പഠിക്കാം. അപ്പൊ അത്രയൊക്കെ മിസ്സിന് പറയാനുള്ളൂ. ഇനി വേണമെങ്കിൽ നെയിം ബോർഡ് ഇട്ടോ എന്ന് പറയുന്നുണ്ട്. യെസ്, നെയിം ബോർഡ് ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക്. മോശാക്കണ്ട. യെസ് മക്കളെ, അപ്പൊ ബെസ്റ്റ് വിഷസ്. നാളെ ഒരു ബെസ്റ്റ് വിഷസ് തരാം കേട്ടോ. അപ്പൊ ശരി, നാളെ രാവിലെ കാണാം. താങ്ക് യു ആൾ.